Hi everyone, Appleby Academyയുടെ പേപ്പർ 1 മാരത്തൺ വീഡിയോ സീരീസിലെ ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളാണ്. സോ ഇതിനു മുമ്പും പല മൊഡ്യൂൾസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട കൃത്യമായിട്ടുള്ളൊരു രീതി മനസ്സിലാക്കാൻ സഹായകരമാകുന്ന രീതിയിലുള്ള മാരത്തൺ വീഡിയോസ് പല മൊഡ്യൂൾസിൻ്റെയും നമ്മൾ ചെയ്തിരുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്ന മൊഡ്യൂൾസിൻ്റെ മാരത്തൺ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ലിങ്ക്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ഈ സെഷനിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളാണ്. സോ മേ ബി ഒരു 4 to 5 hours ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനും അതിനകത്തെ പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്ഫുൾ ആവുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം തുടങ്ങി ഏറ്റവും റീസെൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള പുതിയ റിനോവേഷൻസ് അല്ലെങ്കിൽ പുതിയ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ ഒരു മൊഡ്യൂള് നമ്മൾ 6 സെഷൻസ് ആയിട്ട് അല്ലെങ്കിൽ 6 പാർട്സ് ആയിട്ടായിരിക്കും പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളിൻ്റെ ഒരു അനാലിസിസ് ആണ്. കൃത്യമായി ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കേണ്ട ഏരിയാസ് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ നോക്കിയിരിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടായിരിക്കും, ഒരു സെഷനായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുക. ദാറ്റ് ഈസ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അനാലിസിസ്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന മൊഡ്യൂളിൽ പഠിക്കേണ്ട ചില ഏരിയാസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്ത് പഠിക്കണം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. സോ എങ്ങനെ പഠിക്കണം എന്നുള്ള ആ ക്വസ്റ്റനുള്ള ആൻസർ ആയിരിക്കും നമ്മളുടെ ഈ ഏരിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സിൻ്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഹയർ എഡ്യൂക്കേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ രണ്ടാമത്തെ പാർട്ടിൽ ഈ വീഡിയോയുടെ തന്നെ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആയിരിക്കും. അതിനുശേഷം മൂന്നാമത്തെ ഏരിയയിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. സോ മൂന്നാമത്തെ സെഷനിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇനിഷ്യേറ്റീവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഇസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ്, എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് ധാരാളമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നിട്ട് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് എന്ന് പറയുന്ന സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാം. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഏരിയയാണ്. അത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ഏരിയാസ് ഹയർ എഡ്യൂക്കേഷനിൽ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുന്നതിനും ഈ ഏരിയ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നീട് നമ്മൾ എല്ലാ സെഷൻസിലും നമ്മൾ ഇതിനു മുമ്പുള്ള മാരത്തൺ വീഡിയോസിലൊക്കെ ചെയ്തതുപോലെ നമ്മുടെ പ്രാക്ടീസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ പ്രാക്ടീസ് സെഷൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ സെറ്റ് 1 ആൻഡ് ദെൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ സെറ്റ് 2. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് നോക്കുക. പല പുതിയ ഐഡിയാസും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിലൂടെ കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടായിരിക്കും. നമ്മൾ ഇതിനു മുമ്പുള്ള സെഷൻസിലൊക്കെ ചെയ്തതുപോലെ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ചെറിയ സെഷനോട് കൂടി നമ്മൾ ഈ എൻറ്റയർ മാരത്തൺ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും പാർട്സ് ഏകദേശം 6 സെഷൻസ് ആയിട്ടായിരിക്കും ഈ വീഡിയോ നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ ഈ വീഡിയോ യൂസ് ചെയ്ത് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം.
സോ നമ്മളുടെ ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അനാലിസിസ്. ഈ മൊഡ്യൂളിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അനാലിസിസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കേണ്ട കോർ ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ അതായിരിക്കും നമ്മൾ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യുക. സോ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന മൊഡ്യൂളിൻ്റെ പല ഏരിയാസും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള ചില ഐഡിയാസ് അല്ലെങ്കിൽ മറ്റ് ചില ഏരിയാസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ICT ഇനേബിൾഡ് ആയിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ICT അല്ലെങ്കിൽ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ മറ്റ് മൊഡ്യൂൾസിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ചില ഐഡിയാസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പക്ഷെ പഠിക്കാനുള്ള സൗകര്യാർത്ഥം ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സിനെ എല്ലാം നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. എനിവേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ അനാലിസിസ് കാണുന്ന സമയത്ത് ഈ മൊഡ്യൂളിൽ കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു മോഡ്യൂളിനെ കുറിച്ചൊരു ജനറൽ അവയർനെസ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നു. ഒരു പരിധി വരെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള മോഡ്യൂൾ തന്നെയാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അറ്റ് ടൈംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില പ്രോഗ്രാംസിൽ നിന്നോ അല്ലെങ്കിൽ ചില സ്കീംസിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡ്യൂൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ചില ഫോക്കസ്ഡ് ഏരിയാസ് ഉണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുമെങ്കിൽ കുറഞ്ഞതൊരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും കൃത്യമായിട്ട് ആ ഏരിയാസിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ ഷിഫ്റ്റുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ട്രെൻഡ് അതാണ്. പിന്നീടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊരു സ്ട്രാറ്റജിയാണ് ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു മോഡ്യൂളിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ പോലൊരു മോഡ്യൂൾ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് കുറേ പ്രോഗ്രാംസും സ്കീംസും ഒക്കെ കുറച്ചും കൂടി ഒരു ഫെമിലിയാരിറ്റി വരും. എസ്പെഷ്യലി ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത്. ഈ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കീംസ് അതിൽ നിന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഏരിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ പ്രോഗ്രാംസ് കൂടുതലായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനായിട്ടും അതിൻ്റെ ഫോക്കസ് ഏരിയ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള മോഡ്യൂളിൽ ഹെൽപ്പ് ചെയ്യും. സോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമാകാനായിട്ട് നമുക്ക് ജൂൺ 2020 നടന്ന എക്സാമിലെ 2 ഷിഫ്റ്റുകൾ ഒരു സാമ്പിളായിട്ട് എടുത്തു നോക്കാം. സോ ഇത് നമ്മളുടെ കൊമേഴ്സ് ഷിഫ്റ്റിന് അവർക്ക് 2 ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു എക്സാം നടന്നിരുന്നത് ജൂൺ 2020. അതിലെ മോർണിംഗ് ഷിഫ്റ്റിൽ ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് അവർക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർക്ക് വന്നിരുന്നത് വേദിക് ലിറ്ററേച്ചർ എന്നുള്ള ഭാഗത്തു നിന്നായിരുന്നു. സോ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. സോ ആ ഒരു പാർട്ടിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ആണ് വേദിക് ലിറ്ററേച്ചർ എന്നുള്ള ഏരിയ. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നീട് അക്രഡിറ്റേഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. NBA ആയിരുന്നു അവരുടെ ഫോക്കസ്. സോ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഒരു ജനറൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ദെൻ വി ഹാവ് എ ക്വസ്റ്റ്യൻ ഫ്രം യൂണിവേഴ്സിറ്റി. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ഉണ്ട്. സോ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അഗെയിൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ഷിഫ്റ്റും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് 2020 ജൂണിൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള മോഡ്യൂളിൽ നിന്ന്. അഗെയിൻ ഈ ഒരു ഇംഗ്ലീഷിന്റെ എക്സാമും 2 ഷിഫ്റ്റുകളിലായിട്ടാണ് നടന്നത്. സോ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി എടുത്തിട്ടുള്ളത്. സോ അവർക്ക് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി, ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക്. സോ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ്. എസ്പെഷ്യലി ഈ ഒരു ക്വസ്റ്റ്യൻ ICT റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിൽ നിന്നുള്ളതായിരുന്നു. അതിനുശേഷം ഏൻഷ്യന്റ് ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
Then we have committees and commission. നമുക്ക് ഒരു എഡ്യൂക്കേഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പ്രീ ഇൻഡിപെൻഡൻസ് എറയിലും അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയിലും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഡിഫറെന്റ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഉണ്ട് റിലേറ്റഡ് ടു ഹയർ എഡ്യൂക്കേഷൻ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ തന്നെയാണ് ഈ ഒരു മോഡ്യൂളിൽ. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഷിഫ്റ്റുകളിൽ വ്യക്തമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചില ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ 2 ഷിഫ്റ്റിലും കാണാനായിട്ട് സാധിക്കും. കുറഞ്ഞതൊരു 3 ക്വസ്റ്റ്യൻ എങ്കിലും ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ള 2 ക്വസ്റ്റ്യൻ ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിൽ നിന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്നായിരിക്കാമോ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം അത്. സോ അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മോഡ്യൂളിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഏരിയാസ് കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നിന്നൊന്നും സ്കിപ്പായിട്ടില്ല എന്ന് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേക ഒരു ഫോക്കസ് ഈ ഏരിയയിൽ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഈ ഒരു എൻറ്റയർ ഒരു ഏരിയ, ഒരു ടോപ്പിക് നിങ്ങളൊരു ബ്രോഡ് സെൻസിൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട്. ഈ ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹയർ എഡ്യൂക്കേഷൻ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് നിങ്ങൾക്ക് സർട്ടൻ കാറ്റഗറീസ് അല്ലെങ്കിൽ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഫോക്കസ് ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ട് കാണാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് എഡ്യൂക്കേഷൻ റിച്വൽസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഏൻഷ്യന്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്ന റിച്വൽസ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ സെർമണീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് പ്രധാനപ്പെട്ട റിച്വൽസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് ഓരോന്നും എന്താണ്, അല്ലെങ്കിൽ ഈ ഓരോ സെർമണിയിലും അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സെർമണി അല്ലെങ്കിൽ റിച്വൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, ഈ ഒരു രീതിയിൽ ഈ ഒരു ഏരിയ നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ റിച്വൽസ് എന്താണ്, ഈ സെർമണീസ് ഓരോന്നും ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നറിയാമെങ്കിൽ യു കൻ ഈസിലി ആൻസർ ദി ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഏരിയയാണ് എഡ്യൂക്കേഷൻ റിച്വൽസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതാണ് നമ്മുടെ ഫസ്റ്റ് ഏരിയ. ഇനി രണ്ടാമത്തെ ഒരു ഏരിയ ആണ് വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് അതിൻ്റെ രണ്ട് ഷിഫ്റ്റ് സാമ്പിൾ ആയിട്ട് എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ അതിനകത്ത് കണ്ടു വേദിക് ലിറ്ററേച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു. സോ അതും ഇപ്പം ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഏൻഷ്യന്റ് ഇന്ത്യ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പെർട്ടിക്കുലർലി പഠിച്ചിരിക്കേണ്ട മറ്റൊരു ഏരിയ ആണ് വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ വേദിക് ലിറ്ററേച്ചറിനെ നിങ്ങൾക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ശ്രുതി ആൻഡ് സ്മൃതി. അപ്പോൾ ഈ ശ്രുതിയിലും സ്മൃതിയിലും വരുന്ന കാറ്റഗറീസ് എന്തൊക്കെ, ഏതൊക്കെ ടെക്സ്റ്റുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ലിറ്ററേച്ചറുകളാണ് ഈ 2 കാറ്റഗറിയുടെ കീഴിൽ വരുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പഠിക്കുന്നത് വളരെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അതാണ് നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു റിച്വൽസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതിനുശേഷം വേദിക് ലിറ്ററേച്ചർ എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. ദെൻ യു ഹാവ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റീസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, തക്ഷശില, നളന്ദ, വല്ലഭി. സോ അങ്ങനെ നിങ്ങൾക്കൊരു ലിസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓരോ യൂണിവേഴ്സിറ്റിയും ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഏതാണ്, അല്ലെങ്കിൽ ഇവരുടെ മേജർ ആയിട്ടുള്ള ഇവർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇവർ മേജറായിട്ട് ഫോക്കസ് ചെയ്ത സബ്ജക്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് വളരെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പം ഓരോ യൂണിവേഴ്സിറ്റിയും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ സീരീസിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ്, ഈ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എസ്പെഷ്യലി ഞാൻ എടുത്തു പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഓരോ യൂണിവേഴ്സിറ്റിയും അവർ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ഏരിയ എന്താണ് എന്നുള്ളതിനെ പറ്റി ആയിരിക്കണം നിങ്ങളുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ ഏരിയ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ
എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കേണ്ട ഏരിയ എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് തന്നെ ചില സബ് ഡിവിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റിച്വൽസ് അല്ലെ, ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെർമണീസ് അല്ലെങ്കിൽ റിച്വൽസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവുക. വേദിക് ലിറ്ററേച്ചർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. വേദിക് ലിറ്ററേച്ചറിന്റെ കീഴിൽ വരുന്ന രണ്ട് കാറ്റഗറീസ് എന്തൊക്കെയാണ്, അതിന് അണ്ടറിൽ വരുന്ന ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞൊരു ഏരിയ ആണ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, എസ്പെഷ്യലി അത് പഠിക്കുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഈ യൂണിവേഴ്സിറ്റീസ് അവർ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവർ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏരിയ ഏതാണ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ഏരിയയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് സാമ്പിൾ ആയിട്ട് നോക്കാം. ഇത് ഡിസംബർ 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. In the age of 4 Vedas, students were admitted to the Vedic schools after performance of which ceremony among the following? ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ആ സെർമണീസ് പഠിക്കുന്ന സമയത്ത് ഈ ഓരോ സെർമണീസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഏജ് ഓഫ് 4 വേദാസ് അല്ലെങ്കിൽ വേദിക് പീരീഡിൽ ഈ കുട്ടികളെ സ്കൂളുകളിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സെർമണിക്ക് ശേഷമാണ് അവരെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഉപനയന സെർമണിയാണ്. അപ്പം ഇത് ഓരോന്നും എന്താണ്, ഈ ഓരോ സെർമണീസും എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇത്. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ റിച്വൽസിനെ കുറിച്ച് പഠിക്കാനായിട്ട്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 1. Next question, ഇത് ജൂൺ 2019 ചോദിച്ചതാണ്. In which of the following ancient Indian universities the culture and civilization of Tibet was built mainly through the writings of the scholars? So ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്, the culture and civilization of Tibet. ടിബറ്റൻ സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ഏത് എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, ഓരോ യൂണിവേഴ്സിറ്റിയും സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയ ഏതാണ് എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഫോക്കസ്. ഇപ്പോൾ ടിബറ്റൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ഏതാണ്, അല്ലെങ്കിൽ ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണ്, ഏത് തരത്തിൽ ബുദ്ധിസം തന്നെ പല കാറ്റഗറീസ് ഉണ്ട്, അതിൽ ഏതിലാണ് ഓരോ യൂണിവേഴ്സിറ്റിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവർ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവരുടെ സ്പെഷ്യലൈസേഷൻ എവിടെയാണ്, ഏത് ഏരിയയിലാണ് എന്നുള്ളതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ ഈ ക്വസ്റ്റിന് നമ്മളുടെ ടിബറ്റൻ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് വിക്രംശിലയാണ്. വിക്രംശില ഇസ് ദ യൂണിവേഴ്സിറ്റി which is associated with Tibetan studies. But the right answer for this question is option B. ഇതേ പാറ്റേൺ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ജൂൺ 2020 ചോദിച്ചതാണ്. Which one of the following ancient universities provided for the teaching of a special subject, Vajrayana Buddhism, along with other subjects? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മുടെ സ്പെഷ്യലൈസേഷൻ ആണ് നമ്മുടെ ഫോക്കസ് ഈ ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസിൽ വരുമ്പോൾ. അവിടെ പ്രത്യേകമായിട്ട് അവർ എന്ത് സബ്ജക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് അവർ മെയിൻലി നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു സാമ്പിൾ ആയിട്ട് കാണിക്കാനായിട്ടുള്ള കാര്യം മേജർ ഫോക്കസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദെയർ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സ് അതിനെപ്പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചതിലൂടെ തന്നെ രണ്ട് യൂണിവേഴ്സിറ്റീസിന്റെ സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓൾറെഡി ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ടിബറ്റൻ സ്റ്റഡീസും അതുപോലെ വജ്രായന ബുദ്ധിസവും ഫോക്കസ് ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റീസും ഒന്ന് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസും നോട്ട്സും ഒക്കെ നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മളുടെ നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള നോട്ട്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഏരിയ അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ആദ്യം ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ ഏരിയാസ് നമ്മൾ ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയാസ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഈ ഏരിയാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട രണ്ടാമത്തെ ഏരിയ ആണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്. ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന കമ്മീഷൻസ് ഏതൊക്കെ അല്ലെങ്കിൽ കമ്മിറ്റീസ് എന്തൊക്കെ എന്നുള്ളതിനെ പറ്റി അറിയണം. അതോടൊപ്പം തന്നെ ഈ കമ്മീഷൻസ് അല്ലെങ്കിൽ കമ്മിറ്റീസ് അവരുടെ ഫോക്കസ് എന്തായിരുന്നു, അവർ എന്തിനാണ് ഫോക്കസ് കൊടുത്തത്, അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റി തീർച്ചയായിട്ടും ഒരു ജനറൽ ഐഡിയ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പലപ്പോഴും ഈ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട്
നമുക്ക് ചോദിക്കുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്ന് കാണാനായിട്ട് പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് കമ്മീഷൻസ് ആൻഡ് ദർ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഇത് ഡിസംബർ 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കമ്മീഷൻസ് എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്തരി കമ്മീഷൻ ആൻഡ് സാംപിട്രോഡ കമ്മീഷൻ. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും ഏതിനാണ് അല്ലെങ്കിൽ എന്ത് റെക്കമെൻഡേഷൻസ് ആണ് ഇവർ മേജർ ആയിട്ട് വെച്ചത് എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ രാധാകൃഷ്ണൻ കമ്മീഷനെ നമ്മൾ നോക്കുമ്പോൾ ഈ റെക്കമെൻഡേഷൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന രാധാകൃഷ്ണൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള റെക്കമെൻഡേഷൻ ആണ്. സോ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ. പിന്നീട് നമുക്ക് മുതലിയാർ കമ്മീഷൻ ആണുള്ളത്. ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 1, ഇൻട്രൊഡക്ഷൻ ഓഫ് 3 years of secondary and 4 years of higher education system. So A is 3, then you have B is 1. Then we have Kothari Commission. Kothari Commission ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. 3 years of degree and 4 years of honors degree courses. അതാണ് കോത്തരി കമ്മീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ. ആൻഡ് ഫൈനലി യു ഹാവ് സാംപിട്രോഡ കമ്മീഷൻ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റീസ്ട്രക്ചറിങ് കരിക്കുലം ഫോർ മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽസ്. അപ്പോൾ ഈ ഒരു മാസ്റ്റർ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കമ്മീഷൻസിന്റെ പ്രധാനപ്പെട്ട ചില റെക്കമെൻഡേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനിത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ കമ്മീഷൻസ് അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പോൾ അത് നിങ്ങളെ ഇങ്ങനെയുള്ള മാസ്റ്റർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, A is 3, right? Radhakrishnan Commission is associated with integrating secondary and higher education. So A is 3. Then you have Mudaliar Commission, which is associated with 1. B is 1. Then you have C is 4. So B1, C4, and finally D is associated with 2, right? Restructuring curriculum for multidisciplinary professionals. So D is 2. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? A3, B1, C4 and D2, that is option C. So the right answer for this question is option C. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇത് ജൂൺ 2019 ചോദിച്ചതാണ്. Which one of the following universities is not among the first 3 that were established during 1857? സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒരു ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയും. നിങ്ങൾ ഓൾറെഡി ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ഈ ഒരു ടേം ഫെമിലിയർ ആയിരിക്കും, വുഡ്സ് ഡിസ്പാച്ച് എന്നുള്ളത് അല്ലേ. സോ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് 1857 3 യൂണിവേഴ്സിറ്റീസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സോ ആ 3 യൂണിവേഴ്സിറ്റീസിൽ വരാത്തത് ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് യു ഹാവ് ദി ഓപ്ഷൻസ് കൽക്കട്ട, ബോംബെ, ഡൽഹി ആൻഡ് മദ്രാസ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടിക്കാണും. ഇതിനകത്ത് വരാത്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. സോ 1857 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട 3 യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. സോ അതിലില്ലാത്തതാണ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഏരിയ. 2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അതിൽ നിന്ന് കാണിച്ചത്. അപ്പൊ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത് അല്ലെ. മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഫോക്കസ് ചെയ്യുക, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുക. പല രീതിയിൽ ചോദിക്കാം. മോസ്റ്റ് ഓഫ് ദ കേസസ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി കണ്ട പോലെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട രണ്ടാമത്തെ ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യ ആണ് ആദ്യം, എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഇനി മൂന്നാമത്തെ നമ്മുടെ ഒരു മേജർ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ബോഡീസ് ഏതൊക്കെ
എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ്. ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് ഏരിയാസ് ആണ് ഈ റെഗുലേറ്ററി ഫ്രെയിം വർക്കിന്റെ അണ്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് പോളിസി മേക്കിംഗ് ബോഡീസ്, സെക്കൻഡ് ഇസ് ദ റെഗുലേറ്ററി ബോഡീസ്, റെഗുലേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമുക്ക് വരാം. അതിനുശേഷം നമുക്ക് അക്രഡിറ്റേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ബോഡീസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ ഓൾറെഡി നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ആ 2 ഷിഫ്റ്റുകളുടെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അക്രഡിറ്റേഷനിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. NBAയിൽ നിന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ 3 ഏരിയാസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പോളിസി മേക്കിംഗ് ബോഡീസിന്റെ അണ്ടറിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, പിന്നെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, അടുത്തത് ഏതാണ്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ആൻഡ് ഫൈനലി സ്റ്റേറ്റ് കൗൺസിൽസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോളിസി മേക്കിംഗ് ബോഡീസ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പം ഇതിന് പല രീതിയിൽ വരാം ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇതിൻ്റെ ഒക്കെ ഷോർട്ട് ഫോംസും അതിൻ്റെ എക്സ്പാൻഷൻസും ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ദൗത്യം എന്താണ്, ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡിഫറെൻറ്റ് പോളിസി മേക്കിംഗ് ബോഡീസിൻ്റെ അവരുടെ ദൗത്യം എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവണം. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ റെഗുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്മീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിയണം. UGC ഓഫ് കോഴ്സ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അത് നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ AICTE, MCI, PCI, DEC അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക്. അങ്ങനെ ആ ഏരിയാസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുക. ICAR, ICMR, ICSSR, CSIR. അപ്പൊ അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തന്നെ ഈ റെഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസ് അല്ലെങ്കിൽ കൗൺസിൽസ് ഒക്കെ ഏതാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻസ് അറിയാനായിട്ട് പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇതിനകത്ത് ഓരോന്നും നമ്മൾ പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഉള്ള മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. സോ നമ്മൾ ആ ഏരിയയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ നോട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ വി ഹാവ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിൽസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആ അക്രഡിറ്റേഷൻ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന കൗൺസിൽസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ഷിഫ്റ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ NBA അല്ലെ, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടതാണ്. ദെൻ വി ഹാവ് NAC, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. അപ്പം ഇത് രണ്ടുമാണ് മേജറായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. NBAയും അതുപോലെ തന്നെ NACും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ, അവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മുടെ ഫോക്കസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻസ് എന്താണ് എന്നുള്ളതും അറിയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ജൂൺ 2020 ചോദിച്ചതാണ്. Which is the highest body to advise central and state governments on education? സോ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ ത്രീ ഡിഫറെൻറ്റ് ഏരിയാസ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പോളിസി മേക്കിംഗ് ബോഡീസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റെഗുലേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബോഡീസ് ഉണ്ട്, ദെൻ ഫൈനലി അക്രഡിറ്റേഷൻ. ഈ 3 കാറ്റഗറീസ് ആയിരിക്കണം നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഫ്രെയിം വർക്ക് എന്നുള്ള റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. സോ അതിൽ നിങ്ങൾ ഓൾറെഡി കണ്ട ഒരു പോളിസി മേക്കിംഗ് ബോഡീസിൽ നിങ്ങൾ കണ്ട ഒരു കൗൺസിൽ ആയിരിക്കും സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഹിയർ. സോ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് ബോഡി ടു അഡ്വൈസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാവുന്നതുള്ളൂ. ഓപ്ഷൻ 2 ആണ് ഇതിന്റെ ആൻസർ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഈ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണ്, പോളിസി മേക്കിംഗിൽ ഏതൊക്കെയാണ് വരുന്നത്, റെഗുലേഷനിൽ ഏതൊക്കെ വരുന്നു, അക്രഡിറ്റേഷനിൽ ഏതൊക്കെ വരുന്നു, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ ഒരു പരിധിവരെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഏത് കാറ്റഗറി ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, പോളിസി മേക്കിങ്ങുമായിട്ടാണോ അല്ലെങ്കിൽ അക്രഡിറ്റേഷനുമായിട്ടാണോ ഈ ഓരോ പറയുന്ന ഈ കൗൺസിൽസ് അല്ലെങ്കിൽ കമ്മിറ്റീസ് ഒക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നറിയാവുന്നത് തന്നെ നമുക്കൊരു പരിധിവരെ ആൻസറിലേക്ക് വരാനായിട്ട്
ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ എക്സ്പാൻഷൻസ് അറിയണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് ഓരോന്നും എന്താണ്, ഇതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതായിട്ട് വരും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്. അപ്പൊ എക്സ്പാൻഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ ഈ ഏരിയയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ജൂൺ 2019 ചോദിച്ചതാണ്. Which of the following are regulatory bodies within the Department of Higher Education and the Ministry of Human Resource Development in the central government? And we have the options NU, EPA, UGC, AICTE, DEC and ICSSR. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റെഗുലേറ്ററി ബോഡീസ് അത് മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രി, നമ്മുടെ MHRD ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന്റെ MHRD ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള റെഗുലേറ്ററി ബോഡീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ കാറ്റഗറീസ് തിരിച്ചു തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ UGC, AICTE, DEC ഈ 3 ബോഡീസ് ആണ്, റെഗുലേറ്ററി ബോഡീസ് ആണ് നമുക്ക് ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വിതിൻ ദി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വരുന്ന റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത്. സോ BCD ആണ് നമ്മുടെ ആൻസർ. BCD എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 1. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. നമ്മുടെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററി ഫ്രെയിംവർക്കിനകത്ത് നമുക്ക് 3 കാറ്റഗറീസ് ഉണ്ടെന്ന് ഓർക്കുക. പോളിസി മേക്കിംഗ് ബോഡീസ്, അതുപോലെ റെഗുലേഷൻ, അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ. അപ്പൊ ഈ 3 കാറ്റഗറീസിലും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കൗൺസിൽസ് ഏതൊക്കെയാണ്, കമ്മിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരിക. അതുപോലെ തന്നെ ആ ഓരോ കൗൺസിൽസ് അല്ലെങ്കിൽ അഡ്വൈസറി ബോർഡ് ആണെങ്കിൽ അങ്ങനെ അത് ഓരോന്നും ഫോക്കസ് ചെയ്യുന്ന അവരുടെ ഉദ്ദേശങ്ങൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ഏരിയ ആണ് യൂണിവേഴ്സിറ്റീസ്, ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ തുടക്കത്തിൽ ആ 2 ഷിഫ്റ്റുകൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഓൾറെഡി. യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആ 2 ഷിഫ്റ്റിലും നമ്മൾ കണ്ടതാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് പഠിക്കണം എന്നുള്ളത് ആണ് നമ്മുടെ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡിഫറെൻറ്റ് കൗൺസിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് അക്കാഡമിക് കൗൺസിൽ ഫോർ എക്സാമ്പിൾ. സോ ഇങ്ങനെയുള്ള കൗൺസിൽസിൻ്റെ ഒക്കെ ദൗത്യം എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, യൂണിവേഴ്സിറ്റിയായിട്ട് റിലേറ്റ് ചെയ്ത് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടതാണ്. So ഒരു question നമുക്ക് നോക്കാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. Statement 1 says an institution in the field of higher education seeking deemed to be university status must have been in existence for at least 10 years. ഈ സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്, ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്നുള്ള ആ ഒരു സ്റ്റേറ്റസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് 10 വർഷമെങ്കിലും ആയിട്ട് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്, a deemed to be university must have at least 5 post graduate departments. അപ്പൊ ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നമ്മൾ ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് പഠിക്കുന്ന സമയത്ത് ഈ ഓരോ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുന്നത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് കൗൺസിൽസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡിഫറെൻറ്റ് ബോഡീസിനെ പറ്റിയും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. സോ ഇത് ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി എന്നുള്ള ക്വസ്റ്റൻ ആണ്. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഈ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ശരിക്കും അവരെ അങ്ങനെ ഒരു പദവിയിലേക്ക് ഡിക്ലെയർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ UGC ആക്ട് ഓഫ് 1956. അതൊരു ഇൻഫർമേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. സോ അത് മാത്രമല്ല, ഈ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു പദവിയിലേക്ക് ഇവർ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി വന്നാലും അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും അവർക്കുണ്ടാവും. എല്ലാ തരത്തിലുള്ള സാധ്യതകളും അവർക്കുണ്ടാവും. പക്ഷേ ദേ ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു അഫിലിയേറ്റ് കോളേജസ്. അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്നുള്ള പദവി എങ്ങനെയാണ് ലഭിക്കുന്നത്, അത് ഏത് ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സ് അതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, ഡീം ടു ബി സ്റ്റേറ്റസിലേക്ക് വരാനുള്ള പ്രോസസ്സ് എന്താണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പവേഴ്സും എൻജോയ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ദേ കനോട്ട് അഫിലിയേറ്റ് കോളേജസ്. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട്
ഓർത്തിരിക്കാം. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ പറയുന്ന ഡീം ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യേണ്ടത്? ദേ മസ്റ്റ് ഹാവ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഫോർ അറ്റ്ലീസ്റ്റ് 20 years. 20 years എങ്കിലും ആയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഈ ഡീം ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഈ പോയിന്റ്സ് മെയിൻലി ആഡ് ചെയ്തതിന് കാരണം, നിങ്ങൾ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഇപ്പോൾ നമുക്ക് ഒരു ഡീം ടു ബി സ്റ്റേറ്റസിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ എങ്ങനെയാണ്, അതിനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റസിലേക്ക് വരാനായിട്ട് ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 20 years എങ്കിലും ആയിട്ട് എക്സിസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ളത് അതിനകത്ത് ഒരു ക്രൈറ്റീരിയ ആണ്. അതുപോലെ നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എങ്കിലുമുള്ള കോളേജസിനാണ് ഈ ഡീം ടു ബി യൂണിവേഴ്സിറ്റി പദവിയിലേക്ക് അവർ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ്, പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില പോയിന്റ്സും കൂടെ ആഡ് ഓൺ ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇതും കൂടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. സോ ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സീക്കിംഗ് deemed to be university status must have been in existence for at least 10 years. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. 20 years എങ്കിലും ആയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഈ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്നുള്ള പദവിയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനായിട്ടൊരു ക്രൈറ്റീരിയ എന്ന് തന്നെ പറയുന്നത് 20 years എങ്കിലും അറ്റ്ലീസ്റ്റ് അവർ എക്സിസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? ഡീം ടു ബി യൂണിവേഴ്സിറ്റി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഞാൻ ഓൾറെഡി ആ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ്, മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എങ്കിലുമുള്ള യൂണിവേഴ്സിറ്റീസിനാണ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന സ്റ്റേറ്റസിലേക്ക് വരാനായിട്ട് സാധിക്കുക. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും സ്റ്റേറ്റ്മെന്റ് 2 ശരിയുമാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 is incorrect, but statement 2 is true. So the right answer for this question is option D. So ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഹയർ എഡ്യൂക്കേഷനിലെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. സോ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പുതുതായിട്ട് വരുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്കീംസ് എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. സോ എപ്പോഴും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട കുറേ പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാം. അതിനകത്ത് ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കി വെക്കാം. അതാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില പ്രോഗ്രാംസ്, നമ്മൾ ചിലപ്പോൾ പഠിക്കാത്ത ഏരിയാസിൽ നിന്ന് ചില സ്കീംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പരിധി വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നത് വഴി നമുക്ക് ചില കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഫെമിലിയർ ആവും. പുതിയതായിട്ടുള്ള സ്കീംസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സാധ്യതയും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എക്സാമിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് വഴി അഡീഷണൽ കുറച്ച് ഏരിയാസും കൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആവും. ആ ഒരു പാറ്റേൺ ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന. എല്ലാ പ്രോഗ്രാംസും പഠിക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഫോളോ ചെയ്യാവുന്നതാണ്. മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് സ്കീംസിൽ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ കുറച്ച് ഏരിയാസും കൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എക്വിപ്ഡ് ആവും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ എങ്കിലും കിട്ടുമല്ലോ. സോ ദിസ് ഈസ് ക്വസ്റ്റ്യൻ ഫ്രം ജൂൺ 2020 എക്സാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയേ. MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീം റൂൾസ് ആർ സപ്പോർട്ട്സ് ദ ഫോളോയിങ് കോമ്പണൻസ്. അപ്പം നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സ്കീമിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ പെർട്ടിക്കുലർ സ്കീം ഏതൊക്കെ കാര്യങ്ങളാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് ഏതൊക്കെ ഏരിയയിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്ഗ്രേഡിംഗ് ഓട്ടോണമസ് കോളേജസ് ടു ദി സ്റ്റേറ്റസ് ഓഫ് എ യൂണിവേഴ്സിറ്റി, providing maintenance grants to state universities, setting up of new professional colleges in unserved and underserved areas of the country, providing infrastructure grants to colleges and universities to scale up capacity, more scholarship programs to supplement the cost of education.
നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ റൂസ എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഇപ്പം ഈ റൂസയൊക്കെ എപ്പോഴും നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്കീമാണ്. അപ്പം അങ്ങനെയുള്ള ഏരിയാസ് കുറച്ച് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഏരിയാസ് നമുക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവുന്നത് ആയിരിക്കും നല്ലത്. ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അത്രയും നമുക്കുണ്ടല്ലോ പ്രോഗ്രാംസും സ്കീംസും ഒക്കെ. അപ്പം ആ രീതിയിൽ പ്രധാനപ്പെട്ട ഏരിയാസിനെ കുറിച്ച് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ക്വസ്റ്റനിൽ ശരിക്കും നമ്മൾ ഈ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇതിനകത്ത് പാർട്ടായിട്ട് വരുന്നതല്ല. ബാക്കി എല്ലാം റൂസയുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന സ്ട്രാറ്റജീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. സോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ റൂസ എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അല്ലേ. അപ്പൊ ആ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊജക്ട്സ് ആണ്, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു നല്ല ഐഡിയ കിട്ടാനായിട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ഗിവൻ. അങ്ങനെയാണെങ്കിൽ ബി ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ് ഇതിനകത്ത്? ഡി ആണ്. ACDE അതാണ് ഇതിന്റെ ആൻസർ. ബി നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. ഇതേ ഏരിയയിൽ നിന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ജൂൺ 2020 തന്നെ ചോദിച്ചത്. Which of the following schemes of Government of India aims to support innovative research projects that are socially relevant, locally need-based, nationally important and globally significant? So ഈ ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യൻ തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എൻറ്റയർ ഐഡിയ കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു എൻറ്റയർ ഐഡിയ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പ്രൊജക്ട്സിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. അതുപോലെ തന്നെ എസ്പെഷ്യലി അവർ ഫോക്കസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? വിച്ച് സപ്പോർട്ട്സ് ഇന്നോവേറ്റീവ് റിസർച്ച് പ്രോജക്ട്സ് ദാറ്റ് ആർ സോഷ്യലി റെലവെന്റ്, ലോക്കലി നീഡ് ബേസ്ഡ്, നാഷണലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഗ്ലോബലി സിഗ്നിഫിക്കൻറ്റ്. പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും ആ ക്വസ്റ്റനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഇതാണ്. അത് കാണിക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആഡ് ചെയ്തത്. സോ അങ്ങനെ പ്രധാനപ്പെട്ട പ്രോജക്ട്സിനെ കുറിച്ച്, സ്കീംസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻസ് മാക്സിമം ആ ഏരിയയിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷനിലെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കീംസ് ആണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ലേണിംഗ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ലേണിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹയർ എഡ്യൂക്കേഷനിൽ വന്നിരിക്കുന്ന പ്രോജക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹയർ എഡ്യൂക്കേഷനിലുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, സ്കീംസ് എന്തൊക്കെയാണ്, ആ രീതിയിൽ ഒരു സെപ്പറേറ്റ് ഏരിയ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ജൂൺ 2020 നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ICT ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ഈ ഒരു ഏരിയനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ ഈ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് 1 നമുക്ക് MHRD ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ICT ഇനീഷ്യേറ്റീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റ് 2 അതിന്റെ ബെനിഫിറ്റ്സ്, റിസർച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഈ ഇനീഷ്യേറ്റീവ്സ് കൊണ്ട് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ICT അല്ലെങ്കിൽ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ അതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ തന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അതും. അപ്പോൾ നിങ്ങൾ നോക്കിക്കാൻ തന്നിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? സ്വയം പ്രഭ, PG പാഠശാല, യന്ത്ര. അപ്പം നിങ്ങൾ ഈ ഓപ്ഷൻസ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഈ സ്വയം പ്രഭ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. എല്ലാ എക്സാമിനും കൃത്യമായിട്ട് അവർ ആവർത്തിച്ച് ചോദിക്കുന്ന ഇനീഷ്യേറ്റീവ്സ് ആണ് ഇതെല്ലാം. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ലേണിംഗ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്, കുറച്ച് സ്കീംസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. നമ്മളുടെ നോട്ട്സിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നിങ്ങൾ നോക്കിയാൽ സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ബേസിക്കലി ഇറ്റ് പ്രൊവൈഡ്സ് പ്ലാറ്റ്ഫോം ഫോർ ഓൺലൈൻ കോഴ്സസ് അല്ലെ, ടു ഏൺ ക്രെഡിറ്റ്സ് ത്രൂ ഓൺലൈൻ കോഴ്സസ്. സ്വയം എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ട കാര്യമാണ്
ഓൺലൈൻ കോഴ്സസ് എന്നുള്ളത്. നിങ്ങൾക്ക് പലർക്കും ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ അതിൽ കോഴ്സസ് ചെയ്യുന്നവരായിരിക്കാം. സ്വയം is associated with option 4. ഇനി അടുത്തത് സ്വയം പ്രഭ എന്ന് പറയുന്നത് എന്താണ്? സ്വയം പ്രഭ is associated with to watch high quality educational programs 24/7. സ്വയം പ്രഭയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കുട്ടികളിലേക്ക് അല്ലെങ്കിൽ റിസർച്ചേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്വയം പ്രഭയുടെ ഉദ്ദേശം. And then we have EPG പാഠശാല. EPG പാഠശാല is associated with option 2. To get free books and curriculum based e-content. അതാണ് ഈ PG പാഠശാല എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന്റെ മേജർ ആയിട്ടുള്ള ഉദ്ദേശം. And finally you have e-yantra to get hands-on experience in embedded system. അപ്പോൾ ഇങ്ങനെ ഓരോ ഈ തന്നിരിക്കുന്ന ICT ഇനിഷ്യേറ്റീവ്സിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിലൂടെ സ്റ്റുഡൻസിലേക്ക് റിസർച്ചേഴ്സിലേക്ക് അവരെത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതിനെക്കുറിച്ച് ഇപ്പം സ്വയം ഓൺലൈൻ കോഴ്സസ് റിലേറ്റഡ് ആണ് എന്നുള്ളത് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നുള്ളൂ. അപ്പം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെ ഒരു നല്ല പരിധിയോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന്. സോ നമ്മൾ പറഞ്ഞതുപോലെ A is associated with 4, right? Then B is associated with 3, C എന്ന് പറയുന്നത് 2 ആണ്, and D is 1. അപ്പോൾ ഏതായിരിക്കും ആൻസർ? A4, B3, C2 and D1. That is option B. So the right answer for this question is option B. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇഗ്നോർഡ് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും മേജറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഒരേ പാറ്റേണിൽ തന്നെയുള്ള കാര്യങ്ങൾ, ഒരേ കാര്യമാണ് അവർ ചോദിക്കുന്നത്, പല ഫോമിൽ ചോദിക്കും. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 4 ഓപ്ഷൻസ് വന്നിട്ട് ഇപ്പോൾ ഗ്യാൻ വാണി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരും. യു ഹാവ് ടു ഐഡന്റിഫൈ ദ റൈറ്റ് ആൻസർ ഫ്രം ദാറ്റ്. അപ്പൊ അങ്ങനെ രീതിയിലും ചോദിക്കാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഇങ്ങനെ പല രീതികളിൽ സെയിം കാര്യങ്ങൾ തന്നെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഏരിയ, നമുക്ക് പെട്ടെന്ന് പഠിച്ച് ഓർത്തിരുന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഇഗ്നോർഡ് ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് വരുന്നത് പ്രധാനമായിട്ട് 3 ഇനിഷ്യേറ്റീവ്സ് ആണ്: ഗ്യാൻ വാണി, ഗ്യാൻ ദർശൻ ആൻഡ് ഗ്യാൻ ധാര. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് പഠിക്കും. ഇപ്പോൾ ഗ്യാൻ വാണി എന്ന് പറഞ്ഞാൽ ഒരു FM റേഡിയോ ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഓരോന്നും എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നന്നായിരിക്കും. സോ ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇത് ജൂൺ 2019 ചോദിച്ചതാണ്. Can Vani launched by IGNOU to cover the educational needs of India refers to? And you have the options: satellite-based educational TV channel, educational FM radio network, global initiative of academic networks and MOOCs. ഞാൻ ഓൾറെഡി ഇഗ്നോർഡ് ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലേ, ഗ്യാൻ വാണി എന്ന് പറയുന്നത് യു ക്യാൻ അസോസിയേറ്റഡ് വിത്ത് FM റേഡിയോ എന്നുള്ളൊരു ആസ്പെക്ട് നിങ്ങൾ ഓർത്താൽ മതി. ഇനി ഗ്യാൻ ദർശൻ ആണെങ്കിൽ ഇത് ചാനൽസ് എന്നുള്ളൊരു ഐഡിയ നിങ്ങളിലേക്ക് വന്നാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്യാൻ വാണി ഇതിൽ ഏത് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, എഡ്യൂക്കേഷണൽ FM റേഡിയോ നെറ്റ്വർക്ക്. റൈറ്റ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഗ്നോർഡ് ഇനിഷ്യേറ്റീവ്സിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഓരോ ഇനിഷ്യേറ്റീവ്സ് എന്താണെന്ന് ഓർക്കുക, അതിന്റെ ഫോക്കസ് എന്താണ്, അത് എന്താണ് സംഭവം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് ലേണിംഗ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ ഞാൻ കുറച്ച് ടൈപ്സ് ഓഫ് ലേണിംഗ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓറിയന്റൽ ലേണിംഗ്, കൺവെൻഷണൽ ലേണിംഗ്, നോൺ കൺവെൻഷണൽ ലേണിംഗ്, ഫോർമൽ ലേണിംഗ്, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ഈ ടേംസ് തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ലെറ്റ്സ് സേ ഇപ്പം നമ്മൾ പറയുന്ന കൺവെൻഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ട്രഡീഷണൽ രീതിയിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഒരു ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യുന്ന ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനെയാണ് നമ്മൾ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നോൺ കൺവെൻഷണൽ ആകുമ്പോൾ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ രീതികൾ യൂസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ ദാറ്റ് ഇസ് നോൺ കൺവെൻഷണൽ, റൈറ്റ്? അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് വായിച്ച് തന്നെ അതിന്റെ ആശയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങളൊരു പെർട്ടിക്കുലർ ഇപ്പം കൺവെൻഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്യുന്ന ലേണിംഗ് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്.
സോ അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പം ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയയിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനൊരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. വാല്യൂ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ടൈപ്സ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള ഒരു സാമ്പിളാണിത്. സോ ഇത് ജൂൺ 2020 ചോദിച്ചതാണ്. ഐഡന്റിഫൈ ദ നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ്. അപ്പൊ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നിരിക്കുക. അതിൽ നിന്ന് നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ലേണിംഗ് പ്രോഗ്രാംസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ: ജെറോntology, സൈക്കോളജി, എത്തിക്കൽ ഹാക്കിംഗ്, ആന്ത്രോപോളജി ആൻഡ് പെറ്റ് ഗ്രൂമേഴ്സ്. അപ്പൊ ഈ ഓപ്ഷനിൽ ഇപ്പൊ നോൺ കൺവെൻഷണൽ ആണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ലേണിംഗ് പ്രോഗ്രാംസ് ഇതിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് മനസ്സിലായാൽ തന്നെ അത് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. നമുക്കറിയാം ഈ സൈക്കോളജി, ആന്ത്രോപോളജി എന്നൊക്കെ പറയുന്നത് കൺവെൻഷനലി നമുക്കുള്ള പ്രോഗ്രാംസ് ആണ്, ലേണിംഗ് പ്രോഗ്രാംസ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ സൈക്കോളജിയും ആന്ത്രോപോളജിയും എലിമിനേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാമെന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വാല്യൂ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾക്ക് വായിക്കാനോ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാനോ ഒക്കെ പറ്റിയാൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു ഏരിയയും കൂടി ഇതിൽ ഉൾപ്പെടും എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസിൽ ഏതൊക്കെ വരും? ജെറോntology, എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് പെറ്റ് ഗ്രൂമേഴ്സ് അല്ലെ. അപ്പൊ 1, 3, 5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. സോ 1, 3, 5 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി റിലേറ്റഡ് ആയിട്ട് ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. എസ്പെഷ്യലി നമുക്ക് 2020 ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് വളരെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒരു നെക്സ്റ്റ് എക്സാമിൽ ഈ ഒരു പോളിസിക്ക് ശേഷം നമുക്ക് ഒരു അടുത്തൊരു എക്സാമിൽ നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതിനകത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. സോ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ചുള്ള ക്ലാസ്സസ് നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. നമ്മുടെ നോട്ട്സിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് അറിഞ്ഞവരായിരിക്കണം. നല്ല ഒരു നോളജ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടാവണം. എന്തൊക്കെ മാറ്റങ്ങളാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരാനായിട്ട് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന, അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകൾ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ എൻറ്റയർ ആ പോളിസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ അതിന് മുമ്പ് വന്നിട്ടുള്ള 1968 അതുപോലെ തന്നെ 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചും നിങ്ങൾക്കൊരു ഐഡിയ വേണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. സോ ഈ ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇത് ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Which one of the following has been the basis for introduction of yoga in teacher training courses? Teacher training courses യോഗ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിന്റെ ബേസിസിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് യു ഹാവ് ദി ഓപ്ഷൻസ്: നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1968, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അങ്ങനെ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അപ്പോൾ നിങ്ങൾക്ക് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഉണ്ടാവുന്നത് വളരെ യൂസ്ഫുൾ ആണ്, ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ ഒരു പുതിയ ഒരു കാര്യം വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും നമുക്ക് അടുത്ത ഒരു നെക്സ്റ്റ് ഒരു എക്സാമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആരെങ്കിലും അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുവരെയായിട്ട് നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് മുമ്പ് തീർച്ചയായിട്ടും ആ ഏരിയ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. So the right answer for this question is option B. So ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ, കോർ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി നമ്മൾ മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന ഏരിയയുടെ ഒരു ഡിസ്കഷനിലേക്കാണ്. സോ ഈ ഏരിയ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇറ്റ്സ് എ വളരെ വലിയൊരു ഏരിയ തന്നെയാണ്.
സോ ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഡിസംബർ 2020 ആൻഡ് ജൂൺ 2021 മേർജ് സൈക്കിൾസിൽ ഈ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാമെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഈ സെഷനിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില ഇനിഷ്യേറ്റീവ്സ്, ചില പ്രധാനപ്പെട്ട ഡേറ്റ്സ്, ചില പേഴ്സണാലിറ്റീസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ കാണാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഇത്തവണത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുന്നതിന് മുമ്പ് ജനറലായി അല്ലെങ്കിൽ ബേസിക്കായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇൻഫർമേഷൻസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ആദ്യം തന്നെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആയി റിലേറ്റ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ഡേറ്റ്സ് ആയിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ജൂൺ 2017 ഡോക്ടർ കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി MHRD ഫോം ചെയ്യുന്നത് ഇൻ ഓർഡർ ടു പ്രിപ്പയർ ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. സോ 2017 ജൂണിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. അതിനുശേഷം മെയ് 31, 2019 മെയ് 31, 2019 they have submitted a report. ഈ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം 29 ജൂലൈ 2020 യൂണിയൻ ക്യാബിനറ്റ് ഈ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുന്നത്. സോ ഈ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യിലേക്ക് ലീഡ് ചെയ്തതെന്ന് ഓർക്കുക. 2017 ജൂണിലാണ് ഈ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ദേ ഹാവ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഓൺ മെയ് 31, 2019 ആൻഡ് 29 ജൂലൈ 2020 യൂണിയൻ ക്യാബിനറ്റ് ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുന്നത്. സോ ഈ NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വൈ ഇസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ NEPയുടെ പ്രൈമറി ഒരു കൺസേൺ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യനെ ഒരു ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആളുകളിലേക്ക് എത്തിക്കുക, ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആളുകൾക്ക് ലഭിക്കുക, പാർട്ടിസിപ്പേറ്ററി, അതുപോലെ തന്നെ ഹോളിസ്റ്റിക്, ഒരാളുടെ മുഴുവനായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ആ രീതിയിലുള്ളൊരു അപ്രോച്ചിലേക്ക് വിദ്യാഭ്യാസ രംഗത്തെ കൊണ്ടുപോകുക എന്നുള്ളത് NEPയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസാണ്. ആൻഡ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ NEP 2020 എന്തുകൊണ്ട് സ്പെഷ്യൽ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് NEP 2020 എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ഇതിനു മുമ്പ് നമുക്ക് 2 എഡ്യൂക്കേഷൻ പോളിസികൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ പോളിസി പിന്നീട് റിവൈസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് MHRD, അതായത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിനെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല 21st സെഞ്ച്വറിയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസിയാണ് NEP 2020 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തന്നെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസിയാണെന്ന് നമ്മൾ പറഞ്ഞു. 21st സെഞ്ച്വറി മാത്രം കൺസിഡർ ചെയ്താൽ 21st സെഞ്ച്വറിയിലെ ഒന്നാമത്തെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസിയാണ് NEP 2020. ഇതിനു മുമ്പുണ്ടായിരുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് 1986 ആദ്യത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 രണ്ടാമത് 1986 സംഭവിക്കുന്നത്. അതിനുശേഷം ഏകദേശം 34 വർഷങ്ങൾക്ക് ശേഷമാണ് NEP 2020 ഇന്ത്യയുടെ തന്നെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ആദ്യത്തെ പോളിസി വാസ് ഇൻ 1968, പിന്നീട് 1986 അടുത്ത നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു. 1986 ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പിന്നീട് 1992 അവർ റിവൈസ് ചെയ്യുന്നു. അതിനുശേഷം ഇന്ത്യയുടെ തന്നെ മൂന്നാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ടാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ഇന്ത്യ, മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ഇന്ത്യയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രൈമറിലി കൺസേൺഡ് ആയിട്ടുള്ള കാര്യം എന്താണ്? ക്വാളിറ്റി എന്നുള്ളതാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ആക്സസ് ആൻഡ് ഇക്വിറ്റി ആയിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻ ഇറ്റ് സെൽഫ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക, ഈക്വലായിട്ട്
ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, ഇതായിരുന്നു ഇതിന് മുമ്പുള്ള എഡ്യൂക്കേഷൻ പോളിസികളുടെ ഒക്കെ പ്രൈമറി ഒരു കൺസേൺ എന്ന് പറയുന്നത്. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നപ്പോൾ ഇവിടുത്തെ മേജർ ആയിട്ടുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നതാണ്. അവിടുത്തെ 4ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളായിട്ട് നമ്മൾ പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. അതുകൊണ്ട് തന്നെ NEP 2020 ബേസിക്കലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാണ്? ഈ 4ാമത്തെ SDG, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ ഫുൾഫിൽമെൻറ്റ് എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മറ്റൊരു പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നു, എന്തുകൊണ്ട് സ്പെഷ്യൽ ആയിരിക്കുന്നു എന്നുള്ളതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇതിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുക. ഇതുപോലെ പല ഷിഫ്റ്റുകളിലായിട്ട് NEPയിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഇനിയും നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ടൊരു ധാരണ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കുറിച്ച് നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി തന്നെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ചില കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പോവാണ്. സോ ഹിയർ യു ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 proposes to prepare which of the curriculum frameworks? And you have the options: National Curriculum Framework for School Education, National Curriculum Framework for Adult Education, National Curriculum Framework for Teacher Education, National Curriculum Framework for Technical Education, and finally National Curriculum Framework for Vocational Education. അപ്പോൾ NEP 2020 പ്രപ്പോസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കരിക്കുലം ഫ്രെയിംവർക്ക്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ബേസിക്കലി 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് NCFSE, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. ദെൻ വി ഹാവ് NCFTE, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ആൻഡ് ഫൈനലി അഡൽട്ട് എഡ്യൂക്കേഷൻ കരിക്കുലർ ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ 3 ഫ്രെയിംവർക്ക്സ് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പാർട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ 3 കരിക്കുലം ഫ്രെയിംവർക്ക്സ് എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. സോ NCFSE അല്ലെങ്കിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ഇസ് ബേസിക്കലി അണ്ടർടേക്കൻ ബൈ NCERT ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രെയിംവർക്ക് അണ്ടർടേക്കൻ ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫ്രെയിംവർക്ക് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫ്രെയിംവർക്കിൽ ഇത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി 5-10 വർഷങ്ങൾക്കകം അല്ലെങ്കിൽ 5 to 10 ഇയേഴ്സിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുക. എല്ലാ 5-10 വർഷങ്ങൾക്കിടയിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് ഇക്കാര്യത്തിൽ ഈ ഫ്രെയിംവർക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് വേണം എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക്, അതാണ് NCFSE എന്ന് പറയുന്നത്. രണ്ടാമത്തത് നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. സോ ഒബ്വിയസ്ലി ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്കാണിത്. സോ ദിസ് ഈസ് ബേസിക്കലി ഫോർമുലേറ്റഡ് ബൈ NCTE ഇൻ കൺസൾട്ടേഷൻ വിത്ത് NCERT, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് ബേസിക്കലി NCFTE ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് NCERT കൺസൾട്ടേഷനിലാണ് NCTE ഇങ്ങനെ ഒരു ഫ്രെയിംവർക്ക് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറഞ്ഞിരിക്കുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് NCFTE എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ അഡൽട്ട് എഡ്യൂക്കേഷൻ. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? NCERT തന്നെയാണ്, which is developed by a new and well supported constituent body of the NCERT that is dedicated to adult education, and it is to develop synergy with and build upon NCERT's existing expertise in establishing outstanding curricula for literacy, numeracy, basic education, vocational skills and beyond. So basically adult education
റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡൽട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്കാണ് ഈ പറയുന്ന അഡൽട്ട് എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേസിക് ലിറ്ററസി അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വൊക്കേഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, സ്വയം പര്യാപ്തരാകാനായിട്ട് ആളുകളെ എക്വിപ്പ് ചെയ്യുന്ന സ്കിൽസ് പഠിപ്പിക്കുന്ന വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇനി അത് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സ്കൂൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്. ഫൗണ്ടേഷൻ സ്റ്റേജ് ഉണ്ട്, പ്രിപ്പറേറ്ററി സ്റ്റേജ് ഉണ്ട്, മിഡിൽ സ്റ്റേജ് ഉണ്ട്, അതിനുശേഷം സെക്കൻഡറി സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജസിലൂടെ ഒക്കെയുള്ള വിദ്യാഭ്യാസം അഡൽട്ട് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കൃത്യമായ ഒരു സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അഡൽട്ട് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി അവർ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ബേസിക് ലിറ്ററസി തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ അഡൽട്ട് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഓക്കെ, അപ്പം അതിനു വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ അഡൽട്ട് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് തുറക്കുക എന്നുള്ള രീതിയിൽ അഡൽട്ട് എഡ്യൂക്കേഷൻ കൃത്യമായിട്ടുള്ള ഫ്രെയിംവർക്ക് ഉണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ എല്ലാ തരത്തിലും ബേസിക് ആയിട്ടുള്ള ലിറ്ററസി അല്ലെങ്കിൽ ന്യൂമറസി സ്കിൽസ് തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഫ്രെയിംവർക്കിൽ അവർ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, വളരെ ഡയറക്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന NEP 2020 പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്ക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സോ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ അതിൻ്റെ പാർട്ടാണ്. അഡൽട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. സോ ABC ആണ് ഇതിൻ്റെ ആൻസർ. ABC എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 3. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. NEP 2020 എൻവിഷൻസ് ഹയർ എഡ്യൂക്കേഷൻ ആസ്. NEP 2020 ഹയർ എഡ്യൂക്കേഷനെ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ എയിം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓരോന്നായിട്ട് നമുക്ക് ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് NEP 2020 കുറിച്ച് വളരെ ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. പ്ലേയിങ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് ഹ്യൂമൻ ആസ് വെൽ ആസ് സൊസൈറ്റൽ വെൽബീങ്. ഒബ്വിയസ്ലി എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? ഹ്യൂമൻ ആസ് വെൽ ആസ് സൊസൈറ്റൽ വെൽബീയിങ്ങിന് വേണ്ടി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം? ഉപകാരമുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ഹ്യൂമൻ ആസ് വെൽ ആസ് സൊസൈറ്റൽ വെൽബീയിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് ഹയർ എഡ്യൂക്കേഷന് ഹയർ എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അത് തന്നെയാണ് NEP 2020 എൻവിഷൻ ചെയ്യുന്നത്. സോ ആ ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഇനേബിളിംഗ് സിസ്റ്റം ഫോർ പേഴ്സണൽ അക്കംപ്ലിഷ്മെൻറ്റ്സ് വിത്ത് നോ എക്കണോമിക് കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി ഓർ പബ്ലിക് എൻഗേജ്മെൻറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പേഴ്സണൽ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഉണ്ടാകുക, പക്ഷേ അതിലൂടെ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്കണോമിക് കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ വേണ്ട. സ്വന്തമായിട്ടുള്ള പേഴ്സണൽ അക്കംപ്ലിഷ്മെൻറ്റ്സ് അതിലൂടെ നമ്മൾ എയിം ചെയ്യുന്നുള്ളൂ വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷനിലൂടെ. ആൻഡ് ഒരു സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻസോ ഒന്നും ഇതിൻ്റെ ഭാഗമല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് റോങ് അല്ലേ? നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ പേഴ്സണലായിട്ടുള്ള അക്കംപ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ വി നീഡ് ടു കോൺട്രിബ്യൂട്ട് ടു ദി സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു പൊതു ഗുണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഇതിനെടുക്കാനായിട്ട് സാധിക്കില്ല. ഓപ്ഷൻ സി എന്താണ്? എ സിസ്റ്റം വിത്ത് ലെസ് എംഫസൈസ് ഓൺ ഡെവലപ്മെൻറ്റ് ഓഫ് കോഗ്നിറ്റീവ് സ്കിൽസ് ആൻഡ് അച്ചീവിംഗ് ലേണിംഗ് ഔട്ട്കംസ്. ദാറ്റ് ഈസ് അഗെയിൻ റോങ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? കോഗ്നിറ്റീവ് സ്കിൽസിനും ലേണിംഗ് ഔട്ട്കംസ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതിനും പ്രാധാന്യമില്ല, അല്ലെങ്കിൽ കുറച്ച് എംഫസൈസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലേ? ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രധാനമായിട്ടുള്ള എംഫസൈസ് എവിടെയാണ്? ഒന്ന് നമ്മുടെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ കോഗ്നിറ്റീവ്, നമ്മുടെ റീസണിങ്, നമ്മുടെ അതുപോലെ തന്നെയുള്ള നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റീസ് വർദ്ധിക്കണം. അതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ വഹിക്കാനായിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷൻ. ആൻഡ് ഓൾസോ ഹയർ എഡ്യൂക്കേഷൻ കൊണ്ട് നല്ല ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ലെസ് എംഫസൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് റോങ്, റൈറ്റ്? സോ ബിയും സിയും നമ്മൾ കളഞ്ഞു. അടുത്ത നമുക്ക് ഡി നോക്കാം. എ സിസ്റ്റം വിത്ത് ഐഡൻറ്റിഫൈഡ് സെറ്റ്സ് ഓഫ് സ്കിൽസ് ആൻഡ് വാല്യൂസ് ടു ബി ഇൻകോർപ്പറേറ്റഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ലേണിംഗ് ഫ്രം പ്രീ സ്കൂൾ ടു ഹയർ എഡ്യൂക്കേഷൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബേസിക്കലി NEP 2020 എന്തിനെക്കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്? ഓരോ തലത്തിലും, അതായത് ഒരു പ്രീ സ്കൂൾ തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ വരെ ഓരോ സ്റ്റേജ് ഓഫ് ലേണിങ്ങിനും കൃത്യമായിട്ടുള്ള സ്കിൽസും വാല്യൂസും പറയുന്ന, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഒരു ലേണറിന് കൃത്യമായി ഇന്ന സ്കിൽസ് അവർക്കുണ്ടായിരിക്കണം, ഇന്ന വാല്യൂസ് അവർ പഠിച്ചിരിക്കണം. ആ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എഡ്യൂക്കേഷനായിട്ട് NEP 2020 പറയുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ട്രൂ. നമുക്ക് ആ ഓപ്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഇസ് എ system with identified sets of skills and values to be incorporated at each stage of learning from preschool to higher education.
അടുത്ത ഓപ്ഷൻ ഇയിലേക്ക് വരാം. എ സിസ്റ്റം വിച്ച് നീഡ്സ് കംപ്ലീറ്റ് ഓവറോൾ ആൻഡ് എനർജൈസിങ് ടു ഓവർകം ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി സിസ്റ്റം. സിസ്റ്റം നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും അതിനെ കൃത്യമായി പരിഹരിക്കാനുമുള്ള ഒരു അതിലേക്കുള്ളൊരു പാർട്ടിസിപ്പേഷൻ അത് ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണെന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എ സിസ്റ്റം വിച്ച് നീഡ്സ് കംപ്ലീറ്റ് ഓവറോൾ ആൻഡ് എനർജൈസിങ് ടു ഓവർകം ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി സിസ്റ്റം. ദാറ്റ് ഈസ് അഗെയിൻ ട്രൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എടുക്കാം? എയും ഡിയും ഇയും നമുക്ക് എടുക്കാം. ബിയും സിയും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരില്ല. ഇൻ ദാറ്റ് കേസ് വി കൻ സേ ദാറ്റ് എ, ഡി ആൻഡ് ഇ ആയിരിക്കും കറക്റ്റ് കോമ്പിനേഷൻ. എ, ഡി ആൻഡ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഒബ്വിയസ്ലി ഓപ്ഷൻ 4. Moving to the next question, the NEP 2020 recommends that the duration of the B.Ed program will be of. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് B.Ed പ്രോഗ്രാം എത്ര വർഷമായിട്ടാണ് NEP 2020 സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 1 year, 2 year, 3 year, 4 years and 5 years. അപ്പോൾ ഇതിനകത്ത് നിന്നും B.Ed പ്രോഗ്രാംസ് എത്ര വർഷമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെങ്കിൽ ഈ പറയുന്ന NEP 2020 പ്രകാരം B.Ed പ്രോഗ്രാംസ് എത്ര വർഷമൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിന് പല പോസിബിലിറ്റീസ് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ആ എല്ലാ പോസിബിലിറ്റീസും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഈ പറയുന്ന B.Ed പ്രോഗ്രാം നമുക്ക് കൃത്യമായിട്ട് B.Ed പ്രോഗ്രാം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് വരാം. സോ 2030 2030 ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചിങ്ങിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രി ആയിട്ട് മാറാനായിട്ട് പോവാണ്. 4 year ഇൻ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രി ആവാനായിട്ട് പോവാണ്. സോ ഇവിടെ എന്തൊക്കെയായിരിക്കും? നമുക്ക് കൃത്യമായിട്ട് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ബേസ് ആ കാര്യത്തിൽ വേണം. തിയറിറ്റിക്കൽ സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് 4 year ഇൻ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രിയാണ്. സോ ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് 2 year B.Ed പ്രോഗ്രാമാണ്. സോ 2 year B.Ed പ്രോഗ്രാംസ് ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള 2 year B.Ed പ്രോഗ്രാംസ് അവർ കൊടുക്കുന്നത് ഫോർ പീപ്പിൾ ദോസ് ഹു ഹാവ് ഒബ്റ്റെയിൻ ബാച്ചിലേഴ്സ് ഡിഗ്രീസ് ഇൻ അതർ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2 വർഷത്തെ B.Ed പ്രോഗ്രാമിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. നിങ്ങൾക്ക് 2 year B.Ed പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഒക്കെ ഉള്ളൊരു ക്ലോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 4 year ഇൻ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രിയാണ് മിനിമം യോഗ്യതയായിട്ട് മാറാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള 4 year ഇൻ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രി പ്രോഗ്രാംസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമായിരിക്കും തുടർന്ന് അങ്ങോട്ട് ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള B.Ed ഡിഗ്രീസും നൽകുക. അതായത് 4 year ഇൻ്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ B.Ed കോഴ്സുകൾ തുടർന്ന് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ലഭ്യമാക്കാനായിട്ട് സാധിക്കൂ എന്നൊരു ക്ലോസും കൂടെ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യത്തെ 4 year ഇൻ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രിയാണ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ്. ഇനി നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 year B.Ed പ്രോഗ്രാം ചെയ്യാം. ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? It is offered by the same multidisciplinary institutions offering the 4 year integrated B.Ed. 4 year integrated B.Ed കോഴ്സസ് നൽകുന്ന മൾട്ടിഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമായിരിക്കും 2 year B.Ed പ്രോഗ്രാം ഓഫർ ചെയ്യാനായിട്ടും സാധിക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 1 year B.Ed പ്രോഗ്രാമിനുള്ള സാധ്യതയുമുണ്ട്. ഇവർ ഈ പറയുന്ന NEP 2020 അനുസരിച്ച് അത് നിലവിൽ വരുവാണെന്നുണ്ടെങ്കിൽ 1 year B.Ed പ്രോഗ്രാംസും തീർച്ചയായിട്ടും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിച്ച് വിൽ ബി ഓഫേർഡ് ഓൺലി ടു ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദി ഇക്വലന്റ് ഓഫ് 4 year മൾട്ടിഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഹു ഹാവ് ഒബ്റ്റെയിൻഡ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി. ഒന്നെങ്കിൽ നമുക്ക് 4 year മൾട്ടിഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. 4 year മൾട്ടിഡിസിപ്ലിനറി ബാച്ചിലർ ഡിഗ്രി അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ്. അതല്ല, നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 year B.Ed പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള സാധ്യതകളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. അപ്പം ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിലും അല്ല ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആളുകളുടെ 2 വർഷത്തെ B.Ed പ്രോഗ്രാം ആണെങ്കിലും, ഇനി അതുമല്ല 4 year മൾട്ടിഡിസിപ്ലിനറി ഡിഗ്രിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സോ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്കൊരു 1 year B.Ed പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള സാധ്യതയും തുടർന്ന് വരാനായിട്ട് പോവാണ്. പക്ഷേ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈ പറയുന്ന എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രോഗ്രാംസും
ഈ പറയുന്ന നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യാനായി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? NEP 2020 recommends that the duration of the BEd program will be of. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, 1 വർഷത്തെ സാധിക്കും അല്ലേ? 1 വർഷത്തെ നിങ്ങൾക്ക് ഒരു 4 year മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു ഒരു സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ BEd പ്രോഗ്രാം ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ 2 yearsൻ്റെ BEd പ്രോഗ്രാംസ് അവൈലബിൾ ആക്കും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ മിനിമം ആയിട്ട് നമ്മൾ പറയുന്ന ടീച്ചിങ്ങിൻ്റെ ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 year ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമാണ്. ഈ പറയുന്ന 3 സാധ്യതകളും അല്ലെങ്കിൽ ഈ 3 പ്രോഗ്രാംസും മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമുകൾ നൽകുന്ന മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ 1 year, then 2 years and finally 4 years. So A, B and D. A, B, D ആണ് നമ്മുടെ ആൻസർ. So A, B and D only is option 2. So the right answer for this question is obviously option 2. Moving to the next question. NEP 2020 proposes to establish NETF. What are the stipulated functions of this body? And we have the options: articulate new directions for research and innovation in technology, provide a platform for free exchange of ideas and use of technology to understand learning, engage multilingual experts to help promotion of all Indian languages, advancing international research efforts to address global challenges in healthcare, agriculture and climate change using AI or artificial intelligence, build intellectual and institutional capacities in educational technology. So NEP 2020 പ്രകാരം NETF എന്ന് പറയുന്ന ഒരു പുതിയ ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. സോ ആ NETFൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ NETF എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് ഈ ഓപ്ഷൻസിൽ നിന്നും അതിൻ്റെ ഫങ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. സോ നമുക്ക് NETF എന്താണെന്നുള്ളത് നോക്കാം. സോ ബേസിക്കലി NETF എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം എന്നാണ് NETFൻ്റെ ഫുൾ ഫോം. നാഷണൽ എഡ്യൂക്കേഷണൽ Technology Forum. It is created to provide a platform for the free exchange of ideas on the use of technology to enhance learning, assessment, planning, administration. So, learning, assessment, planning, administration ഈ മേഖലകളിലെല്ലാം നമുക്ക് ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതുമായി റിലേറ്റ് ചെയ്യുന്ന ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബേസിക്കലി നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ടെക്നോളജി എങ്ങനെയാണ് ലേണിംഗ്, അസസ്മെൻറ്റ്, പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷൻ ഈ മേഖലകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അതാണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള കൺസേൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് വന്നേ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? ആർട്ടിക്കുലേറ്റ് ന്യൂ ഡയറക്ഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻ ടെക്നോളജി. തീർച്ചയായിട്ടും ആ ഓപ്ഷൻ നമുക്ക് എടുക്കാം. NETF എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് യൂസ് ഓഫ് ടെക്നോളജി ടു അണ്ടർസ്റ്റാൻഡ് ലേണിംഗ്. എഗെയിൻ ആ ഓപ്ഷനും കറക്റ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എൻഗേജ് മൾട്ടിലിംഗ്വൽ എക്സ്പേർട്സ് ടു ഹെൽപ്പ് പ്രൊമോഷൻ ഓഫ് ഓൾ ഇന്ത്യൻ ലാംഗ്വേജസ്. ഇന്ത്യൻ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനുവേണ്ടി മൾട്ടി ലിംഗ്വൽ എക്സ്പേർട്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഈ പറയുന്ന NETFൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യമല്ല. സോ ആ ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ, advancing international research efforts to address global challenges in healthcare, agriculture and climate change using AI. So അതും ഈ പറയുന്ന NETFനോട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. സോ അതും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. Coming to the final option, build intellectual and institutional capacities in educational technology. So അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ബിൽഡ് ഇൻ്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റീസ് ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി. സോ A, B and E ആണ് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുക. സോ A, B and D only is option 2. So the right answer for this question is obviously option 2. Now we are moving to the next part or next session of this video. So ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് എന്ന സ്കീമിനെ പറ്റിയാണ്. സോ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ ഓൾറെഡി അനാലിസിസ് കണ്ടപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമായിരിക്കും. നമുക്ക് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ്, ഒരുപാട് സ്കീമുകളൊക്കെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് അത്തരത്തിലൊരു പ്രധാനപ്പെട്ട സ്കീമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് എന്ന സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഏകദേശം 20ഓളം അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻസ് പൊതുവെ വരുന്നൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് നിന്ന്
ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മളോട് ചോദിക്കുക. സോ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്കീം എന്താണെന്നും ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നും മനസ്സിലാകേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ ഇനി വരുന്ന സെഷനിൽ ആ ഒരു സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമിൽ ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ പല ഷിഫ്റ്റുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസംബർ 2021 ആൻഡ് ജൂൺ 2022 മേഴ്സ് സൈക്കിൾസ്, അതായത് നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൽ ഈ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ്, 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടി വെച്ചുകൊണ്ടായിരിക്കും ഈ ഏരിയ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു സെഷനിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് എന്ന സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ ഈ സെഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ്, ഈ സ്കീമിനെ കുറിച്ച് നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. ആൻഡ് ഓൾസോ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കും. ആൻഡ് ഓൾസോ ഈ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള NTA UGC ഡിസംബർ 2021 ആൻഡ് ജൂൺ 2022 മേഴ്സ് സൈക്കിൾസിലെ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് പരിചയപ്പെടുകയും ചെയ്യും. ഇത്രയുമായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ് എന്ന് പറയുന്ന ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2017 ബൈ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. സോ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു, ഈ സ്കീം വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ദി സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് or launched in order to implement the commitment of the government to empower the higher educational institutions and to help them become world-class teaching and research institutions. So ഇതിൻ്റെ ഒരു ഗോൾ എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് in order to implement the commitment of the government to empower the higher educational institutions. Higher education institutionsന്റെ empowerment ഇതിൻ്റെ ഉദ്ദേശമാണ്. And also to help them to become world-class teaching and research institutions. So ഈ ഒരു എയിമോട് കൂടിയിട്ടാണ് 2017 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് എന്ന് പറയുന്ന ഒരു സ്കീം UGC ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 10 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതോടൊപ്പം തന്നെ 10 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ദാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ 10 പബ്ലിക് ആസ് വെൽ എസ് 10 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വേൾഡ് ക്ലാസ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ മാറ്റുക, എമേർജ് ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ത്രൂ ദിസ് പർട്ടിക്കുലർ സ്കീം എന്താണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഡിനറി ഇന്റൻസിന് നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അഫോർഡബിൾ ഒരു രീതിയിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വളർത്തിക്കൊണ്ടുവരിക. കാരണം വേൾഡ് ക്ലാസ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻസിന് അത്രയും നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കഴിയുന്ന രീതിയിൽ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആക്സസിബിലിറ്റി അതിലേക്ക് ലഭിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓട്ടോണമി ഏതൊക്കെ മേഖലകളിലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീസ് സെറ്റിംഗ് മുതലായ കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഓട്ടോണമി, അതോടൊപ്പം തന്നെ അക്കാഡമിക്കലായിട്ടുള്ള ഓട്ടോണമി അവർക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓഫ് ഷോർ ക്യാമ്പസസ്, രാജ്യത്തിന് പുറത്തും ക്യാമ്പസസ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ആൻഡ് ഓൾസോ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു എൻജോയ് ബെറ്റർ കൊലാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഏകദേശം 1000 crore ഓളം രൂപ ഗ്രാൻഡ് ആയിട്ട് ഇതിനേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫണ്ടിങ് ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കില്ല. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 20 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ആസ് പെർ ഇപ്പം നമ്മളൊരു April 2021 കണക്ക് പ്രകാരം സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ 12ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 12ഓളം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിൻ്റെ ഭാഗമായിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്ന 20 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 10 ഫ്രം പ്രൈവറ്റ് ആൻഡ് 10 ഫ്രം പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഹിയർ യു ഹാവ് ദ ലിസ്റ്റ് ഓഫ് ദി 10 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ടഡ് ആസ് എ പാർട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ സ്കീം. ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അണ്ണാ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, Indian Institute of Science, Indian Institute of Technology, Bombay, IIT Delhi, IIT Kharagpur, then you have IIT Madras, Jadavpur University, University of Delhi, University of Hyderabad. So ഇത്രയും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ആസ് പെർ April
2021 ഈ സ്കീമിന്റെ ഭാഗമായിട്ട് സെലക്റ്റഡ് ആയിരിക്കുന്നത്. വാട്ട് യു കെൻ ഡു ഹിയർ ഈസ് ജസ്റ്റ് ഇതിന്റെ ഒരു നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് വെക്കുക ആൻഡ് ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേണും അങ്ങനെയാണ്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ട് ഇതിനകത്ത് ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഐഡന്റിഫൈ ചെയ്യൂ എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. പ്രൈമറിലി നമുക്ക് വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഈ 10 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ നെയിംസ് ഒന്ന് നിങ്ങൾ റെഫർ ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഈസിലി ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. മൂവിങ് ടു ദി 10 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ലിസ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അമൃത വിശ്വവിദ്യാപീഠം, ബിർല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, ദെൻ യു ഹാവ് ജാമിയ ഹംദാദ്, ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട്, കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി, മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, അങ്ങനെ തുടങ്ങി നിങ്ങൾക്കൊരു 10 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ലിസ്റ്റാണ് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ ഒരു അവയർനെസ് ഉണ്ടാക്കി. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 10 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, 10 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണ് ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് വരുന്നത്, അതാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഏരിയയിൽ നിന്ന് റീസെന്റ് ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുള്ള 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമ്മളിപ്പം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ്? നിങ്ങൾക്ക് പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കോമ്പിനേഷൻ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഈ തന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അമൃത വിശ്വവിദ്യാപീഠം, ദെൻ വി ഹാവ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, റൈറ്റ്. ABD ഓപ്ഷൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. കൽക്കട്ട യൂണിവേഴ്സിറ്റി ആൻഡ് JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഈ സ്കീമിന്റെ ഭാഗമല്ല. സോ A, B and D only ആണ് നമുക്ക് ഓപ്ഷൻ വേണ്ടത്. A, B and D only is option B. So the right answer for this question is option B itself. Moving to the next question. Similar pattern തന്നെയാണ്. Which of the following universities is an institute of eminence? So ഇതും മറ്റൊരു ഷിഫ്റ്റിൽ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഐഡിയ സെയിം അല്ലേ. അപ്പൊ അവിടെ നമുക്കൊരു കോമ്പിനേഷൻ ആയിരുന്നു. കുറച്ച് ഓപ്ഷൻസ് വന്നിട്ട് 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു. ഇവിടെ ഒരു 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്താൽ മതിയാവും. സോ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ഹിസ്പർ യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് സ്കീമിന്റെ ഭാഗമായി വരുന്ന യൂണിവേഴ്സിറ്റി ഇതിനകത്ത് ഏതാണ്? ഓൺലി ഓപ്ഷൻ ബി അല്ലേ. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് മാത്രമാണ്. ബാക്കി 3ഉം ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ലിസ്റ്റിൽ നമ്മൾ പഠിക്കാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി അഗെയിൻ.
ക്വസ്റ്റ്യൻസിലായിട്ട് 2 ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളാണ് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. വാട്ട് ടു സ്റ്റഡി ആസ് വെൽ ആസ് ഹൗ ടു സ്റ്റഡി. സോ എന്താണ് ഈ മൊഡ്യൂളിൽ പഠിക്കേണ്ടതെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കിട്ടാനായിട്ടാണ് ഒരു അനാലിസിസ് നമ്മൾ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ ഏരിയാസ് എങ്ങനെ പഠിക്കാം എന്നുള്ളത് മനസ്സിലാവാൻ ചില ഇമ്പോർട്ടൻറ്റ് ഏരിയാസിൻ്റെ ഡിസ്കഷനും നമ്മൾ ചെയ്തു. ഇനി നമ്മുടെ സ്ട്രാറ്റജിയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് തറവാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഫാക്ച്വൽ മൊഡ്യൂൾ അല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ചില എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസസ് ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ പ്രാക്ടീസ് സെഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. സോ നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ സെറ്റ് 1ലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യും, അതിൻ്റെ ആൻസേഴ്സ് നോക്കും, ആൻഡ് ഓൾസോ അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷനും നമ്മൾ ഇവിടെ കാണുന്നതായിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Here we have the first question. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? The ancient university Jagatla was an important center for Hinayana Buddhism. Statement 2 says the ancient university Vallabhi was specialized in Vajrayana Buddhism. അപ്പോൾ ancient universities അല്ലെങ്കിൽ ancient ടൈംസിലുണ്ടായിരുന്ന, ഏൻഷ്യൻ ഇന്ത്യയിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന മൊഡ്യൂളിൽ പഠിച്ചിരിക്കേണ്ടുന്ന ഏരിയാസാണ്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വളരെയധികം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ്, ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മളൊരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ഏതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും വരിക. ഈ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രധാനപ്പെട്ട കുറച്ച് യൂണിവേഴ്സിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അനാലിസിസിൽ നമ്മൾ അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ യൂണിവേഴ്സിറ്റീസും ഫോക്കസ് ചെയ്യുന്ന അവരുടെ സ്പെഷ്യലൈസേഷൻ ഏതിനാണ്, അല്ലെങ്കിൽ അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്, ഡിസിപ്ലിൻ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ആ ഏരിയ കവർ ചെയ്തവരാണെങ്കിൽ നൗ യു നോ ദി ആൻസർ, റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മളോട് 2 യൂണിവേഴ്സിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ജഗത്ല ആൻഡ് വല്ലഭി. അപ്പോൾ ഈ രണ്ട് യൂണിവേഴ്സിറ്റീസ് ഫോക്കസ് ചെയ്തിരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ജഗത്ല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഫോർ വജ്രായന ബുദ്ധിസം. വജ്രായന ബുദ്ധിസത്തിലായിരുന്നു ജഗത്ല യൂണിവേഴ്സിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് വി ഹാവ് വല്ലഭി യൂണിവേഴ്സിറ്റി വിച്ച് വാസ് ഫോക്കസ്ഡ് ഓൺ ഹീനയാന ബുദ്ധിസം. അപ്പോൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റീസും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഏരിയാസും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നേ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ജഗത്ല യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അത് ഹീനയാന ബുദ്ധിസത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ദാറ്റ് ഈസ് റോങ്. ജഗത്ല യൂണിവേഴ്സിറ്റി ബേസിക്കലി വജ്രായന ബുദ്ധിസത്തിലാണ്. വല്ലഭി യൂണിവേഴ്സിറ്റിയാണ് ഹീനയാന ബുദ്ധിസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ആക്ച്വലി ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ഈ ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവർ നേരെ തിരിച്ചാണ് അവരുടെ സ്പെഷ്യലൈസേഷൻ കൊടുത്തിരിക്കുന്നത്. ജഗത്ല വാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ വജ്രായന ബുദ്ധിസം ആൻഡ് വല്ലഭി വാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഹീനയാന ബുദ്ധിസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റല്ലേ? അപ്പോൾ ദ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are incorrect. So the right answer for this question is option 2. Moving to the next question. Ayurveda, which deals with indigenous system of medicine, could be traced to, and you have the options Rigveda, Yajurveda, Samaveda and Atharvaveda. അപ്പോൾ ഞാൻ ഓൾറെഡി അനാലിസിസിൽ പറഞ്ഞിരുന്നു, ഈ ഏൻഷ്യൻറ്റ് നമ്മൾ ഈ പഠനം അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് എഡ്യൂക്കേഷൻ, ഏൻഷ്യൻറ്റ് ഇന്ത്യയിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ഒരു ഏരിയ ആണ് ലിറ്ററേച്ചർ. ആ സമയത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവർ യൂസ് ചെയ്തിരുന്ന ലിറ്ററേച്ചറും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ശ്രുതി, സ്മൃതി, അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും അനാലിസിസിൽ പറഞ്ഞിരുന്നു. അപ്പം അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് വേദാസ് എന്ന് പറയുന്നത്, അല്ലേ? വേദ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ ഫോക്കസ് ചെയ്യുമ്പോൾ വേദാസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദാറ്റ് റെസ്പെക്ട്. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് 4 വേദങ്ങളുണ്ട്, ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ, അല്ലേ? അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആയുർവേദ, ഇൻഡിജീനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇത് ബേസിക്കലി ഏത് വേദയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് ട്രേസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഓപ്ഷൻസിൽ ഏതുമായിട്ടാണ് ആയുർവേദം നമുക്ക് അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സോ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അഥർവവേദ. അപ്പോൾ സോ അങ്ങനെ ഈ ഓരോ വേദാസിൽ തന്നെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേദ, ഈ 4 വേദാസ്, അതിനകത്ത് ഏതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ ഒരു കോണ്ടന്റ് എന്താണ് എന്നുള്ളത് അറിയുന്നത് ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അവരിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചൊന്ന് വായിക്കാനും ആ സമയത്തുണ്ടായിരുന്ന സെറമണീസിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്.
ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ LMSലുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തന്നെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഈ ഏരിയാസ് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എനിവേ, ആയുർവേദ ക്യാൻ ബി ട്രേസ്ഡ് ടു അഥർവവേദ. ഓൾറൈറ്റ്, സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 4. അപ്പോൾ ഈ ഒരു മോഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാം. കോൺസെപ്റ്റുകളല്ലല്ലോ, ഫാക്ട്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാതെയൊക്കെ നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് പോലെ തന്നെ. സോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who among the following first took the initiative for appointing a university education commission during pre-independence period? And you have different options as well. അപ്പം ഈ നമ്മുടെ ഈ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഉണ്ട്. അത് പ്രീ ഇൻഡിപെൻഡൻസ് എറ അല്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലും അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും നമുക്കൊരു ലിസ്റ്റ് ഓഫ് കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഏരിയാസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ആൾ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആദ്യം നമ്മൾ ഈ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കണമല്ലോ. അതിനുശേഷമായിരിക്കുമല്ലോ നമുക്ക് അതിൻ്റെ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ വാസ് എ ബോഡി അപ്പോയിന്റഡ് ഇൻ 1902 ഓൺ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ലോർഡ് Curzon, which was intended to make recommendations for reforms in university education in India. അപ്പോൾ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നത് ലോർഡ് കേഴ്സൺ ആണ്. അങ്ങനെ ഒരു സംഭവം അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് 1902 വർഷം കൂടെ ഓർത്തിരിക്കുക. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തത്, അല്ലെങ്കിൽ ലോർഡ് കേഴ്സന്റെ മെയിൻ ആയിട്ടുള്ള ഇന്റൻഷൻ എന്തായിരുന്നു? ഇറ്റ് വാസ് ഇന്റൻഡഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ഫോർ റീഫോംസ് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ ചില റീഫോംസ് കൊണ്ടുവരിക എന്നുള്ള ആശയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ രൂപീകരിക്കുക എന്നുള്ളൊരു ആശയം ലോർഡ് കേഴ്സൺ മുമ്പിലേക്ക് വെച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. ഇങ്ങനെ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയത്തിന് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ആളാര്? ക്വസ്റ്റ്യൻ അതാണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ എനിക്കിപ്പോൾ അറിയാം അല്ലേ, ദാറ്റ് ഈസ് ഓപ്ഷൻ 1, ലോർഡ് കഴ്സൺ. Moving to the next question. Who was the chairman of Secondary Education Commission set up in 1952? ഇതും കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 രൂപം കൊണ്ട സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദിസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1952 23rd സെപ്റ്റംബറിലാണ്. ആൻഡ് ഇറ്റ് വാസ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ മുട്ട്ലിയാർ. മുട്ട്ലിയാറിന്റെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ 1952. സോ ഇവിടെ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ അതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 1952 രൂപം കൊണ്ട സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏത് ചെയർമാൻ അല്ലെങ്കിൽ ആരുടെ ചെയർമാൻഷിപ്പിന് അണ്ടറിലാണ് അങ്ങനെ ഒരു കമ്മീഷൻ രൂപം കൊണ്ടത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സോ ദറ്റ് വാസ് അണ്ടർ Dr. A.L. Mutliar. That is option 3. So the right answer for this question is option 3. Moving to the next question. On the recommendations of which commission 10+2+3 structure was incorporated in the Statement of National Policy on Education 1968? And you have the options Kothari Commission, Mutliar Commission, Rabamurthy Commission and Montal Commission. അപ്പോൾ ഇതിനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? 10+2+3 സ്ട്രക്ചർ അത് കൊണ്ടുവന്ന കമ്മീഷൻ ഏതാണ്, അല്ലെങ്കിൽ ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ 10+2+3 സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് കോത്തരി കമ്മീഷൻ. അപ്പം കോത്തരി കമ്മീഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ കോത്തരി കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ ഏരിയാസും കൂടി ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ കമ്മീഷന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഈ 10+2+3 പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചർ 10+2+3 സ്ട്രക്ചർ ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അണ്ടർ ഓർ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 years, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളതും കോത്തരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു സജഷൻ ആയിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ദ കമ്മീഷൻ റെക്കമെൻഡഡ് റീഫോംസ് ടു ഇംപ്രൂവ് എഡ്യൂക്കേഷൻ അറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ by paying attention to postgraduate level research, training, provide adequate libraries, laboratories and funds. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു കമ്മീഷൻ, ഈ കോത്തരി കമ്മീഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്കൂൾ ലെവൽ എഡ്യൂക്കേഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തൊരു കമ്മീഷൻ ആയിരുന്നില്ല. എഡ്യൂക്കേഷൻ്റെ എല്ലാ സെക്ടറും, എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനെയും ഈക്വലി ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്തെല്ലാം ചില കോൺട്രിബ്യൂഷൻസ്, അതിനകത്തെല്ലാം ചില റെക്കമെൻഡേഷൻസ് നടത്തിയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു കോത്തരി കമ്മീഷൻ. അപ്പോൾ സ്കൂളിൻ്റെ സ്ട്രക്ചറിൽ 10+2+3 പാറ്റേൺ കൊണ്ടുവരുന്നു, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലെവൽ എഡ്യൂക്കേഷനും പ്രത്യേക എംഫസിസ് ഈ ഒരു കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ റിസർച്ചിനെ കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും അതുപോലെ ലബോറട്ടറി ലൈബ്രറീസ് ഒക്കെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഉള്ള റെക്കമെൻഡേഷന് നമുക്ക് കോത്തരി കമ്മീഷനിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ചെറിയ പ്രധാനപ്പെട്ട ചില റെക്കമെൻഡേഷൻസ് ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ, നൗ യു നോ ദി ആൻസർ, റൈറ്റ്? ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് വിച്ച് കമ്മീഷൻ 10+2+3 structure was incorporated in the Statement of National Policy on Education 1968. So the right answer for this question is option 1, that is Kothari Commission. Next question. The present form of Inter-University Board that was previously established for promoting cooperation and coordination among universities. അപ്പോൾ നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ പഠിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ബോഡീസ്. ഇപ്പോൾ റെഗുലേറ്ററി ബോഡീസ് അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ബോഡീസ്, അങ്ങനെ ഡിഫറെൻറ്റ് ബോഡീസ്, അതിനകത്ത് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? The present form of Inter-University Board that was previously established for promoting cooperation and coordination among universities. അതായത് യൂണിവേഴ്സിറ്റീസ് തമ്മിലൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോർഡായിരുന്നു ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്നത്. ആ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്, അല്ലെങ്കിൽ ഇപ്പം അതെങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ക്വസ്റ്റിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് വാസ് ഫോംഡ് ഓൺ March 23rd, 1925. അപ്പോഴാണ് അങ്ങനെ ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു? ടു പ്രൊമോട്ട് യൂണിവേഴ്സിറ്റി ആക്ടിവിറ്റീസ് ബൈ ഷെയറിംഗ് ഇൻഫർമേഷൻ ആൻഡ് കോർപ്പറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, കൾച്ചർ, സ്പോർട്സ് ആൻഡ് അലൈഡ് ഏരിയാസ്. അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം, ഈ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് 1925 രൂപം കൊണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് തമ്മിലൊരു ബന്ധം ഉണ്ടാവുക. സോ ദാറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക, അവർ ഇൻഫർമേഷൻസ് കൈമാറുന്നു, ഡിഫറെൻറ്റ് ഫീൽഡുകളിൽ കോർപ്പറേഷൻ ഉണ്ടാകുന്നു, എഡ്യൂക്കേഷൻ, കൾച്ചർ, സ്പോർട്സ് അതുപോലെയുള്ള മേഖലകളിലെല്ലാം യൂണിവേഴ്സിറ്റീസ് തമ്മിൽ ഒരു ലിങ്ക്, ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. അപ്പം 1925 ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് രൂപം കൊണ്ടതെന്ന് പറഞ്ഞു. ലേറ്റർ ഇൻ 1973 അതിന് ഇപ്പോഴത്തെ നെയിമായിട്ടുള്ള അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് AIU എന്ന് പറയുന്ന നെയിം ലഭിച്ചു. അപ്പം 1973 AIU അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്ന നെയിം ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന് ലഭിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ദ പ്രസന്റ് ഫോം ഓഫ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് that was previously established for promoting cooperation and coordination among universities. അതായത് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെ ഇപ്പോഴത്തെ ഫോം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിപ്പോൾ അറിയാമല്ലേ, അസോസിയേഷൻ of Indian Universities, that is AIU. So that is option 2. So the right answer for this question is option 2. Moving to the next question. Which of the following statements represent the main functions of UGC? അപ്പോൾ UGCയുടെ
മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാ ക്വസ്റ്റൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ചെയ്ത അത്യാവശ്യം UGCയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ UGCയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. അതാണ് ഈ ക്വസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഓപ്ഷൻസ് നോക്കിയേ. റെക്കഗ്നീഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അപ്പോയിൻമെന്റ് ഓഫ് വൈസ് ചാൻസലർ, giving grants to institutions, making state governments responsible for educational development. അപ്പോൾ ഈ ഓപ്ഷൻസിൽ റെക്കഗ്നീഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി UGCയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് എഗെയിൻ UGCയുടെ തന്നെ ഫംഗ്ഷൻ ആണ്. ഇനി അപ്പോയിൻമെന്റ് ഓഫ് വൈസ് ചാൻസലർ, ഈ വൈസ് ചാൻസലറിന്റെ അപ്പോയിൻമെന്റ് UGC ആണോ ചെയ്യുന്നത്? അല്ലേ. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈസ് ചാൻസലറിന്റെ അപ്പോയിൻമെന്റ് നടത്തുന്നത് ഗവർണറാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഫോക്കസ് ചെയ്താൽ പ്രസിഡന്റ് ആണ് അവിടെ വൈസ് ചാൻസലറിന്റെ അപ്പോയിൻമെന്റ് നടത്തുന്നത്. വിത്ത് അപ്രൂവലോട് കൂടി ഈ പറയുന്ന ഗവർണർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലും അതുപോലെ തന്നെ പ്രസിഡന്റ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും വൈസ് ചാൻസലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോയിൻമെന്റ് ഓഫ് വൈസ് ചാൻസലേഴ്സ് എന്ന് പറയുന്നത് UGCയുടെ പരിധിയിൽ വരുന്ന ഒരു ഫംഗ്ഷൻ അല്ല. അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഗിവിംഗ് ഗ്രാൻഡ്സ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, UGCയുടെ ഗ്രാൻഡുകളുണ്ട് അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് UGC ഗ്രാൻഡുകൾ അവർ കൊടുക്കാറുണ്ട്. സോ അത് നിങ്ങൾക്ക് എടുക്കാവുന്ന ഓപ്ഷനാണ്. ഇനി 5 നോക്കിയേ. മേക്കിംഗ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് റെസ്പോൺസിബിൾ ഫോർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്. ബേസിക്കലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ബോത്ത് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദി സെൻട്രൽ ഗവൺമെന്റ് ആർ റെസ്പോൺസിബിൾ ഫോർ എഡ്യൂക്കേഷൻ. സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളത്, സെൻട്രൽ ഗവൺമെന്റിനും ഈക്വൽ ആയിട്ട് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനും നമുക്ക് സ്കിപ്പ് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് UGCയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ നമുക്ക് ആ ഓപ്ഷൻ എടുക്കാനും പറ്റില്ല. അപ്പോൾ ആ ഓപ്ഷൻ സ്കിപ്പ് ചെയ്തേ. അപ്പോൾ അപ്പോയിൻമെന്റ് ഓഫ് വൈസ് ചാൻസലറും ഓപ്ഷൻ 5 സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ 1, then you have 2 and 4. സോ 1, 2, 4 ആണ് നമ്മുടെ ആൻസർ. 1, 2, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? 1, 2, 4 is option 3. So the right answer for this question is option 3. Moving to the next question. University and university level institutions are categorized into. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്താണ്. നമുക്ക് പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ബേസിക്കലി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ ക്വസ്റ്റിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് അല്ലേ. സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, deemed to be universities, institutions of higher learning, civil sector institutions. അപ്പോൾ ഈ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസിന് അണ്ടറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, deemed to be university. ഇതെല്ലാം ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ്. സോ ABCD എന്നുള്ളതാണ് നിങ്ങളുടെ ഓപ്ഷൻ. ABC and D എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? That is option 3. So the right answer for this question is option 3. Moving to the next question. An institution desirous of applying for deemed to be university status must have been in existence for at least. സോ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ, ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഫ്രം നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റസിലേക്ക് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ പ്രധാനപ്പെട്ട എലിജിബിലിറ്റി എന്തൊക്കെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്റ്റേറ്റസിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? An institution desirous of applying for deemed to be university status must have been in existence for at least, and you have the options 5 years, 10 years, 20 years and 25 years. So ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ദാറ്റ് ഇസ് 20 years. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റസിലേക്ക് വരാൻ താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ്ലീസ്റ്റ് 20 വർഷമെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം. അവർക്ക് മാത്രമേ ആ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ 3, that is 20 years. Next question. Abbreviation of HFA or HEFA stands for, and you have the options
Higher Education Finance Academy, Higher Education Finance Agency, Higher Education Framework Association, Higher Education Funding Agency. So basically ഈ തന്നിരിക്കുന്ന അബ്രിവിയേഷന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിവേ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സ്കീമിന്റെ ബാക്കി ഉള്ള ഡീറ്റെയിൽസും കൂടെ ജസ്റ്റ് നോക്കിപ്പോം, സോ ദാറ്റ് നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നാൽ അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. സോ HEFA or HEFA സ്റ്റാൻഡ്സ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി. ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി എന്നാണ് HEFA എന്ന അബ്രിവിയേഷന്റെ ഫുൾ ഫോം. സോ ഇതൊരു ജോയിന്റ് വെഞ്ചർ ആണ് ബിറ്റ്വീൻ കാനറ ബാങ്ക് ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ കാനറ ബാങ്കും ഒന്നിച്ച് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്, ഒരു ജോയിന്റ് വെഞ്ചർ ആണ് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിൽ എന്താണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് ഒരുപാട് സ്കീംസ് ഉണ്ട് അല്ലെ. ഇപ്പോൾ ഇത് തന്നെ ഒരു എക്സാമ്പിൾ ആണ്, HEFA എന്ന് പറയുന്ന ഒരു സ്കീമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്കീമുകളും അതിന്റെ ഒബ്ജക്റ്റീവ്സും അവരെന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏജൻസീസിന്റെ അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ആ രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. പ്രധാനമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അത്തരത്തിലുള്ള സ്കീമുകൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി ബേസിക്കലി ദാറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഇൻക്രീസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് HEFA എന്ന് പറയുന്നത്. ആൻഡ് പെർട്ടിക്കുലർലി ഫോർ ദ പ്രീമിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയുടെ തന്നെ പ്രീമിയർ ആയിട്ടുള്ള IITs പോലെയുള്ള പ്രീമിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് HEFA ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഇവർ ഈ ഫിനാൻസ് അവരിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന് അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു മാർഗം എന്ന് പറയുന്നത് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ചില ടൈംലി ഫിനാൻസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ക്യാപിറ്റൽ അസറ്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള ലോ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഫിനാൻസ് ടൈംലി പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഒരു കാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ CSR ഫണ്ടിനെ ചാനലൈസ് ചെയ്യുന്നു. CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ്സിൽ നിന്നൊക്കെയുള്ള ഫണ്ട്സ്, CSR ഫണ്ട്സ് കൃത്യമായിട്ട് ചാനലൈസ് ചെയ്ത് ഗ്രാൻറ്റുകളായിട്ട് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിക്കുന്നു. സോ ദാറ്റ് അതിലൂടെ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫെസിലിറ്റീസും ക്രിയേറ്റ് ചെയ്യാൻ, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായകരമാകുന്നു. അതാണ് HEFAയിലൂടെ നടക്കുന്നത്. അപ്പോൾ HEFA ഇസ് ബേസിക്കലി അതൊരു ഫിനാൻസിങ് ഏജൻസി ആണെന്ന് പറഞ്ഞു. അതൊരു ജോയിന്റ് വെഞ്ചറാണ്. കാനറ ബാങ്കും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒന്നിച്ച് ചെയ്യുന്ന ഒരു ജോയിന്റ് വെഞ്ചറാണ്. ഇന്ത്യയുടെ തന്നെ പ്രീമിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അവരുടെ ഫണ്ടിങ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻസ് എങ്ങനെയാണ് എത്തിക്കുന്നത്? ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള അവരുടെ ക്യാപിറ്റൽ അസറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകളെ ഒരു ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ CSR ഫണ്ടുകൾ ഗ്രാൻറ്റുകളായിട്ട് ഇവരിലേക്ക് സപ്ലിമെന്റ് ചെയ്യുന്നു. ശരിയായ രീതിയിൽ അതിനെ ചാനലൈസ് ചെയ്ത് ഗ്രാൻറ്റുകളാക്കി ഇവരിലേക്ക് എത്തിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി ആയിട്ടുള്ള HEFA ചെയ്യുന്നത്. സോ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അബ്രിവിയേഷൻ HEFA സ്റ്റാൻഡ്സ് ഫോർ, അതെന്താണെന്ന് ഐഡന്റിഫൈ എന്നുള്ളത് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് Higher Education Finance Agency, that is option 2. So the right answer for this question is option 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ബിഹൈൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് HEFA or Higher Education Finance Agency is to provide financial support for. സോ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസ് ഏജൻസി അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻസർ ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അല്ലേ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി, റിസർച്ച് പ്രോജക്ട്സ് ഓഫ് ഫാക്കൽറ്റി, റിസർച്ച് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, research collaboration between Indian institutions and industry. So basically higher education finance agency അവർ finance provide ചെയ്യാണ് for the premier institutions of the country in order to improve their educational infrastructure. അങ്ങനെയാണെങ്കിൽ right answer ഏതാണ്? Option 1, improvement of infrastructure in premier institutions of the country. So the right answer for this question is option 1.
Next question. The scheme Unnat Bharat Abhiyan aims to, and it has the options: increase strength of students in colleges in India, link higher educational institutions in the country with at least 5 villages, increase quality in higher education, increase number of colleges in India. അപ്പം ഉന്നത് ഭാരത് അഭിയാൻ ഈ സ്കീമിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട സ്കീം തന്നെയാണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. സോ ഉന്നത് ഭാരത് അഭിയാൻ ഇസ് ഇൻസ്പയർഡ് ബൈ ദ വിഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് ഇൻ റൂറൽ ഡെവലപ്മെന്റ് പ്രോസസ്സസ് by leveraging knowledge institutions to help build the architecture of an inclusive India. Basically ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളുടെ കൺട്രിയുടെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, പ്രധാന മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇവിടുത്തെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇവിടെയുള്ള വില്ലേജസുമായിട്ട് കണക്ട് ചെയ്ത് ആ വില്ലേജസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൂറൽ ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ നോളജ് എങ്ങനെയാണ് നമുക്ക് ഈ റൂറൽ ഏരിയാസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്നൊരാശയമാണ് ഉന്നത് ഭാരത് അഭിയാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവിടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അറ്റ്ലീസ്റ്റ് ഒരു 5 വില്ലേജസുമായിട്ട് കണക്ട് ചെയ്യും. ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ അറ്റ്ലീസ്റ്റ് 5 വില്ലേജസ് എങ്കിലും അവർ ലിങ്ക് ചെയ്യുന്നു. സോ ദാറ്റ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെന്റ് ഓഫ് ദീസ് വില്ലേജ് കമ്മ്യൂണിറ്റീസ് യൂസിങ് ദെയർ നോളജ് ബേസ്. അപ്പം ഇങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ ഒരു പെർട്ടിക്കുലർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ 5 വില്ലേജസിനെ കൊടുക്കുമ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരുടെ അണ്ടറിൽ വരുന്ന വില്ലേജസിൻ്റെ എക്കണോമിക് അതുപോലെ തന്നെ സോഷ്യൽ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. അതായത് അവർക്കുള്ള നോളജ് ബേസ് യൂസ് ചെയ്ത് റൂറൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള ഒരു ആശയം, അതാണ് ഉന്നത് ഭാരത് അഭിയാൻ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുന്നത്? ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വില്ലേജസ് ആയിട്ട് കണക്ട് ചെയ്തു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറയുന്ന റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ ഈ വില്ലേജസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ആശയങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും ചെയ്തു. അതാണ് ഉന്നത് ഭാരത് അഭിയാന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻസ് ഇൻ കോളേജസ് ഇൻ ഇന്ത്യ, link higher educational institutions in the country with at least 5 villages, increase quality in higher education, increase number of colleges in India. So now you know the answer, right? That is option 2. Link higher educational institution in the country with at least 5 villages. So the right answer for this question is option 2. അടുത്തൊരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് ആണ് റൂസ, രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ. It is a centrally sponsored scheme aiming at providing strategic funding to eligible state higher educational institution, and it was launched in which year? Adanu question. And it had the options 2010, 2011, 2012 and 2013. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ റൂസ അല്ലെങ്കിൽ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്ന ഈ ഒരു പദ്ധതിയുടെ അതെന്നാണ് ലോഞ്ച് ചെയ്യപ്പെട്ടത്, അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. സോ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ആൻസർ അറിയുന്ന ആളുകളാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മാർക്ക് ദി ആൻസർ. സോ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ അല്ലെങ്കിൽ റൂസ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2013. അപ്പം നൗ യു ഗോട്ട് ദി ആൻസർ. നമ്മുടെ ക്വസ്റ്റിനുള്ള ആൻസർ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 2013 ഈ ഒരു പെർട്ടിക്കുലർ സ്കീം രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്നുള്ള ഈ ഒരു സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീം ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യുക, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, പ്രൊവൈഡിങ് സ്ട്രാറ്റജിക് ഫണ്ടിങ് ടു ദി എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷനിലെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇക്വിറ്റി, ആക്സസ്, എക്സലൻസ്. ഈ 3 കാര്യങ്ങളാണ് റൂസയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി, ആക്സസ് ആൻഡ് എക്സലൻസ്. ഓക്കെ, ഇനി റൂസയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇംപ്രൂവ് ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബേസിക്കലി ഇവർ ഈ ഒരു പെർട്ടിക്കുലർ സ്കീം ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റ് ആണ്. സോ ഇംപ്രൂവിംഗ് ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, promoting autonomy in state universities and improving governance in institutions,
അതാണ് രണ്ടാമത്തെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Ensure reforms in the affiliation, academic and examination system. Affiliation, examination, അതുപോലെ അക്കാഡമിക് സിസ്റ്റത്തിൽ വേണ്ടുന്ന റീഫോമുകൾ കൊണ്ടുവരിക. Then we have ensure adequate availability of quality faculty in all higher educational institutions and ensure capacity building at all levels of employment. അപ്പം ആഡക്വേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീനെ അവൈലബിൾ ആക്കുക, അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിങ്ങും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് തന്നെയാണ് റൂസയുടെ. Then we have create an enabling atmosphere in the higher educational institutions to devote themselves to research and innovations. അപ്പോൾ റിസർച്ച് ആൻഡ് ഇന്നോവേഷനും പ്രധാനമായിട്ട് ഫോക്കസ് കൊടുക്കുന്ന ഒരു സ്കീമാണ് റൂസ എന്ന് പറയുന്നത്. Then we have expand the institutional base by creating additional capacity in existing institutions and establishing new institutions in order to achieve enrollment targets. അപ്പോൾ എൻറോൾമെന്റ് റേറ്റ്സ് കൂട്ടുക, അതും ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഒരുപാട് ആളുകൾ ഹയർ എഡ്യൂക്കേഷനിൽ വരിക അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ നേടുക. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ആക്സസ്, ഇക്വിറ്റി, ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഹയർ എഡ്യൂക്കേഷൻ അവരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യതകൾ തുറക്കുക എന്നുള്ളതും റൂസയുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ കപ്പാസിറ്റി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുക. അവർക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഇപ്പം ഉള്ള സാധ്യതയെക്കാളും കുറച്ചും കൂടി അവരുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കുക, സോ ദാറ്റ് അതിലൂടെ എൻറോൾമെന്റ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് എൻറോൾഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ തുറക്കുക. കറക്റ്റ് റീജിയണൽ ഇംബാലൻസ് ഇൻ ആക്സസ് ടു higher education by setting up institutions in unserved and underserved areas. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ ആക്സസ് എന്നുള്ളത് അല്ലേ, അല്ലെങ്കിൽ ഈ പല ഇപ്പം റീജിയണൽ ആയിട്ടുള്ള ഇംബാലൻസസ്. ചില സ്ഥലങ്ങളിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല, അല്ലെങ്കിൽ ആളുകൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ആക്സസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല. അങ്ങനെയുള്ള റീജിയണൽ ഇംബാലൻസസ് കറക്റ്റ് ചെയ്യുക. അതായത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും അവിടെയുള്ള ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ നേടാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആക്സസിബിലിറ്റി കൂടുവാണ് അല്ലേ. അപ്പം അങ്ങനെ ഈ ഒരു റീജിയണൽ ആയിട്ടുള്ള ഇംബാലൻസസ് അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതും റൂസയുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആണ്. അതുപോലെ തന്നെ ഇക്വിറ്റി അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ദാറ്റ് അവർ മറ്റൊരു പ്രധാനമായിട്ടും റൂസ ഈ സ്കീമിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് providing adequate opportunities of higher education to SC, STs and socially and educationally backward classes, promote inclusion of women, minorities and differently abled persons. അതായത് സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്ത് നിൽക്കപ്പെടുന്ന ആളുകൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവർക്കും കൂടെ ഉള്ള സാധ്യതകൾ, ഇപ്പം SC കാറ്റഗറിയിൽ പെടുന്നവരോ അല്ലെങ്കിൽ സോഷ്യലിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലോ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ നിൽക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കുക. ഇപ്പം മൈനോറിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, വിമൻ ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാനായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിലേക്ക് ആക്സസ് നേടാനായിട്ടുള്ള സാധ്യതകൾ തുറക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതും റൂസ അല്ലെങ്കിൽ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള ഈ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്ന ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത വർഷം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4, 2013. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീം റൂസ സപ്പോർട്ട്സ് ദ ഫോളോയിങ് കോമ്പണൻസ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ റൂസയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അറിയാം അല്ലേ. ഇനി ഈ ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് റൂസയുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. അപ്ഗ്രേഡിംഗ് ഓട്ടോണമസ് കോളേജസ് ടു ദി സ്റ്റേറ്റസ് ഓഫ് എ യൂണിവേഴ്സിറ്റി, പ്രൊവൈഡിംഗ് മെയിൻ്റനൻസ് ഗ്രാന്റ്സ് ടു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, setting up of new professional colleges in unserved and underserved areas of the country, providing infrastructure grants to colleges and universities to scale up capacity, more scholarship programs to supplement the cost of education. So ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് എന്ന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ആയിട്ട് സാധിക്കുന്നത്? നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്, അതിനകത്ത് നിന്ന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഐഡന്റിഫൈ ചെയ്യുക. So the right answer includes option A, upgrading autonomous colleges to the status of university. Then you have option C, setting up of new professional colleges in unserved and underserved areas of the country. Then you have providing infrastructure grants to colleges and universities to scale up capacity, more scholarship programs to supplement the cost of education. So
A, C, D, E എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. A, C, D and E is option 4. So the right answer for this question is option 4. Moving to the next question. The LEAP program of MHRD is aimed to train university faculties in, and you have the options: scientific research, academic leadership, new technology and institutional economics. അപ്പം ലീപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം, MHRD കണ്ടക്ട് ചെയ്യുന്ന ലീപ്പ് പ്രോഗ്രാം ബേസിക്കലി യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റീസിനെ എയിം ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ത് ഏരിയ ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. സോ ലീപ്പ് എന്ന ഈ ഒരു അബ്രിവിയേഷൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഫോർ അക്കാഡമീഷ്യൻസ് പ്രോഗ്രാം എന്നാണ്. ലീഡർഷിപ്പ് ഫോർ അക്കാഡമീഷ്യൻസ് പ്രോഗ്രാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നൗ യു നോ ദി ആൻസർ. സോ ബേസിക്കലി ഈ ലീഡർഷിപ്പ് ഫോർ അക്കാഡമീഷ്യൻസ് പ്രോഗ്രാം ഒരു ലീപ്പ് എന്ന് പറയുന്നത് 3 week ഫ്ലാഗ്ഷിപ്പ് ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അക്കാഡമിക് ഫീൽഡിലുള്ള ഇപ്പോൾ പ്രൊഫസേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ലീഡർഷിപ്പ്, ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ രീതിയിലേക്ക് വരാനായിട്ട് അവരെ എക്വിപ്പ് ചെയ്യുന്ന ലീഡർഷിപ്പ് കപ്പാസിറ്റി അവരിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു 3 weeksോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. 2 weeks അവർക്ക് ഡൊമസ്റ്റിക് ട്രെയിനിങ് ആയിരിക്കും, 1 week ഫോറിൻ ട്രെയിനിങ്ങും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രെയിനിങ് അതിനകത്ത് അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്തൊക്കെയാണ്? പലതരത്തിലുള്ള ലീഡർഷിപ്പ് ആൻഡ് മാനേജിങ് സ്കിൽസ് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ടീം ബിൽഡിംഗ് വർക്ക്, അതുപോലെ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്, communication, understanding the complexity and challenges of governance in higher education institutions and general administration. Basically ഇങ്ങനെയുള്ള നമ്മുടെ പ്രൊഫസേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ രംഗത്തേക്ക് അവർ വന്നാൽ അവർക്ക് അവിടെ വേണ്ടുന്ന പ്രധാനപ്പെട്ട സ്കിൽസ് എന്തൊക്കെയാണ്, ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവേണൻസ് രീതിയിലേക്ക് അവർ വരുമ്പോൾ അവർ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു മാനേജിങ് സ്കിൽസ് എന്തൊക്കെ അവർക്ക് വേണം, അതാണ് ഈ പ്രോഗ്രാമിലൂടെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യപ്പെടുന്നത്. പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് ഉണ്ട്, സ്ട്രെസ് ഹാൻഡ്ലിംഗ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് സ്കിൽസ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്, ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള അക്കാഡമീഷ്യൻസിന് ലഭിക്കാറുണ്ട്. Coming back to our question, the LEAP program of MHRD is aimed to train university faculties in, and you have the options: scientific research, academic leadership, new technology, institutional economics. What is the answer? That is option 2. Academic leadership ആണ് ആൻസർ അല്ലേ? അക്കാഡമിക് ലീഡർഷിപ്പ് ആണ് മെയിൻ ആയിട്ടും ലീപ്പ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2. Next question. Can Darshan launched by IGNOU refers to which one of the following? Satellite-based educational TV channel, educational FM radio network, global initiative of academic networks, online courses. അപ്പം ഇഗ്നോയുടെ ഭാഗമായിട്ട് വരുന്ന ഇനീഷ്യേറ്റീവ്, ലെറ്റ്സ് സേ ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണി, ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണെന്ന് പറഞ്ഞിരുന്നു. വളരെ ഈസിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഗ്നോയുടെ ഇനിഷ്യേറ്റീവ്സ് എന്താണ് എന്ന് മാത്രം തന്നെ അറിഞ്ഞാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയുമാണ്. അപ്പോൾ ഇഗ്നോയുടെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ട ഗ്യാൻ ദർശൻ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്? ഇറ്റ് ഈസ് എ സാറ്റലൈറ്റ് based educational TV channel, satellite based educational TV channel which was launched by IGNOU. അതാണ് ഗ്യാൻ ദർശൻ എന്ന് പറയുന്നത്. So the right answer for this question is option 1. Next question. Name the scheme which facilitates academic and research collaborations between Indian institutions and the best institutions in the world. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? അഗെയിൻ അത് സ്കീംസ് ബേസ് ചെയ്തിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ചോദിച്ചിരിക്കുന്നത് എന്താ? നെയിം ദ സ്കീം വിച്ച് ഫെസിലിറ്റേറ്റ്സ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ അക്കാഡമിക് അതുപോലെ തന്നെ റിസർച്ച് കൊളാബറേഷൻസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാൻ സഹായകരമാകുന്ന സ്കീം ഏത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ICSSR ഇംപ്രസ്, സ്റ്റാഫ് ഡെവലപ്മെന്റ് സ്കീം, ദെൻ യു ഹാവ് സ്പാർക്ക്, SPARC സ്പാർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് സ്കീം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ 2 ഓപ്ഷൻസ് പ്രധാനമായിട്ടും സ്കീംസ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. സ്റ്റാഫ് ഡെവലപ്മെന്റ് സ്കീമും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് സ്കീമും ആ ടേമിൽ തന്നെ
നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. സ്റ്റാഫ് ഡെവലപ്മെന്റ്, അവരുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളും പ്ലാനുകളും ഒക്കെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്കീംസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് സ്കീംസിൽ വരിക. ഈ ഓപ്ഷൻ 1ഉം 3ഉം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് നോക്കാം, അതിനുശേഷം ഇതിന്റെ ആൻസറിലേക്ക് വരാം. സോ ഇംപ്രസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇംപാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് എന്നുള്ളതാണ്. ഇംപാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. സോ ഇത് ബേസിക്കലി ഈ ഒരു പെർട്ടിക്കുലർ ഇംപ്രസ് എന്ന് പറയുന്ന ഈ ഒരു സ്കീം ബേസിക്കലി എയിം ചെയ്യുന്നത് എന്താണ്? ഇറ്റ് എയിംസ് ടു എൻകറേജ് social science research in policy relevant areas so as to provide vital inputs in policy formulation, implementation and evaluation. അപ്പോൾ ഇംപ്രസ് ഓൾറെഡി പറഞ്ഞതുപോലെ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്, അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ അതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും. പോളിസി റെലവെൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പോൾ പോളിസി ഫോർമുലേഷൻ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഒരു പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത അതിൻ്റെ ഇവാലുവേഷൻ, അങ്ങനെ പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ പോളിസി റെലവെൻറ്റ് ഏരിയാസിൽ നടത്തുന്ന സോഷ്യൽ സയൻസ് റിസർച്ചുകളെ എൻകറേജ് ചെയ്യുക, അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുക, എൻകറേജ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ളൊരു സ്കീമാണ് ഇംപ്രസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ബേസിക്കലി ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് and the Indian Council of Social Science Research. Basically ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. പക്ഷേ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. അപ്പൊ അതുകൊണ്ടാണ് ICSSR ഇംപ്രസ് എന്നാണ് നിങ്ങൾ ആ ഓപ്ഷനിൽ കണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. അപ്പോൾ ഇംപ്രസ് എന്താണെന്ന് മനസ്സിലായല്ലോ. പോളിസി റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസിൽ നടക്കുന്ന സോഷ്യൽ സയൻസ് റിസർച്ചുകളെ എൻകറേജ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ വന്നിട്ടുള്ളൊരു സ്കീമാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു? ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. ഇനി അടുത്ത നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷനും കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ദാറ്റ് ഇസ് സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താണ്? ഇന്ത്യക്കകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇന്ത്യയുടെ വെളിയിലുള്ള മറ്റ് കൺട്രീസിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് റിസർച്ചും അതുപോലെ അക്കാഡമിക്കലി കൊളാബറേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമാണ് ഈ സ്കീമിലൂടെ ലഭിക്കുന്നത്. സോ ഇറ്റ് എയിംസ് അറ്റ് ഇംപ്രൂവിംഗ് ദ റിസർച്ച് എക്കോസിസ്റ്റം ഓഫ് ഇന്ത്യാസ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ഫെസിലിറ്റേറ്റിംഗ് അക്കാഡമിക് and research collaborations between Indian institutions and the best institutions in the world from 28 selected nations to jointly solve problems of national and international relevance. അപ്പം തിരഞ്ഞെടുക്കപ്പെട്ട 28 രാജ്യങ്ങളാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ആ രാജ്യങ്ങളിലുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ ഒന്നിച്ച് അവർക്കൊരു റിസർച്ച് കൊളാബറേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് കൊളാബറേഷൻ നടത്താനായിട്ടുള്ള സാധ്യതയാണ് ഈ ഒരു സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ നൽകുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം അതാണ്. സോ ദാറ്റ് നമ്മുടെ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മൊത്തത്തിലുള്ള അവിടുത്തെ റിസർച്ച് എക്കോസിസ്റ്റം, അവിടെ റിസർച്ചിനുള്ള സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. ഇനി കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? Name the scheme which facilitates academic and research collaboration between Indian institution and the best institution in the world. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ now you know the answer. The right answer for this question is option 3. Right. That is option 3. അടുത്ത question. For research and policy relevant areas, which of the following organizations is entrusted with the initiative IMPRESS? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റിസർച്ച് പോളിസി റെലവെന്റ് ഏരിയാസിൽ നടക്കുന്ന റിസർച്ച്, സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലേ, ആ റിസർച്ചുകൾ, അങ്ങനെയുള്ള റിസർച്ചുകളാണ് നമ്മൾ ഇംപ്രസ് എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് പറഞ്ഞത്. എന്താ? ഇറ്റ് ഈസ് എയിമിംഗ് അറ്റ് ദി ഇംപ്രൂവ്മെന്റ് ഓഫ് റിസർച്ച്, പോളിസി റെലവെന്റ് ഏരിയാസിലുള്ള റിസർച്ചുകളെ, സോഷ്യൽ സയൻസ് റിസർച്ചുകളെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇംപ്രസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. So for research and policy relevant areas, which of the following organizations is entrusted with initiative IMPRESS? അതായത് ബേസിക്കലി ഈ ഇംപ്രസ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് അത് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ദാറ്റ് ഇസ് ICSSR. ഇതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആണ്. ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ICSSR. So the right answer for this question is option 2. Next question.
The education imparted through institutions of higher learning in India, such as Sanskrit Vidyapith, is an example of. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ലേണിംഗ് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കിയാൽ നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ്, value education programs, oriental learning programs, professional education programs. Types of learning അല്ലേ ഇത്. കൺവെൻഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക്, അതുപോലെ നോൺ കൺവെൻഷണൽ ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ലേണിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ഈ സാൻസ്ക്രിത് വിദ്യാപീഠ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് type of learning basically. The education imparted through institutions of higher learning in India, such as Sanskrit Vidyapith, is an example of. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഈ സാൻസ്കൃത്, ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ സാൻസ്കൃത് വിദ്യാപീഠ് എന്ന് പറയുന്നത് ബേസിക്കലി ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ ഓറിയന്റൽ ആയിട്ടുള്ള ലേണിംഗ്, ഇപ്പം നമ്മുടെ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈസ്റ്റിനെ കുറിച്ചുള്ള പഠനങ്ങളെ നമുക്ക് ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ദ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ദാറ്റ് ഈസ് ഓപ്ഷൻ 3, ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്. ഹയർ എഡ്യൂക്കേഷനിൽ ICTയുടെ ഉപയോഗം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ICTയുടെ ഉപയോഗം കൊണ്ട് വരുന്ന ഡിഫറെൻറ്റ് സ്കീംസ്, ഹയർ എഡ്യൂക്കേഷനിലെ ഡിഫറെൻറ്റ് ഇത്തരത്തിലുള്ള ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എന്തൊക്കെ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് പഠിക്കണമെന്ന് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. സോ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിൽ ലിസ്റ്റ് 1 നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? സ്വയം, സ്പോക്കൺ ട്യൂട്ടോറിയൽ, ഈ ഗ്രന്ഥാലയ, ഈ യന്ത്ര. പർപ്പസുകൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇൻ്റഗ്രേറ്റഡ് ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, റോബോട്ടിക്സ് കോമ്പറ്റീഷൻ, പ്രൊമോട്ട്സ് IT ലിറ്ററസി ത്രൂ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, പേഴ്സണലൈസ്ഡ് ആൻഡ് അഡാപ്റ്റീവ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഈ സ്വയം എന്ന് പറയുന്നത് എന്താ? സ്വയം ഈസ് ബേസിക്കലി ഓൺലൈൻ കോഴ്സസ് ആണ് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്വയം നിങ്ങൾക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ദാറ്റ് ഈസ് ഓപ്ഷൻ 4, പേഴ്സണലൈസ്ഡ് ആൻഡ് അഡാപ്റ്റീവ് ലേണിംഗ് അല്ലേ. അതാണ് സ്വയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്, വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് സ്പോക്കൺ ട്യൂട്ടോറിയൽ, ദാറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് പ്രൊമോട്ട്സ് IT ലിറ്ററസി ത്രൂ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിലൂടെ IT ലിറ്ററസി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഡിജിറ്റൽ ഇനിഷ്യേറ്റീവിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഈ ഗ്രന്ഥാലയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടേം ഇറ്റ്സെൽഫ് നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്ന പ്രൊവിഷൻ അല്ലെങ്കിൽ പർപ്പസുകളാണ് ഈ ഗ്രന്ഥാലയക്കുള്ളത്. ഇൻ്റഗ്രേറ്റഡ് ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ഇൻ്റഗ്രേറ്റഡ് ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഈ യന്ത്രം എന്താണ്? ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റോബോട്ടിക്സ് കോമ്പറ്റീഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്ഷൻ എങ്ങനെ വരും? A is 4, then you have B that is 3, E that is 1 and D is 2. So A4, B3, C1 and D2, that is option 4. So the right answer for this question is option 4. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, ഞാൻ അനാലിസിസ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി 2020 വന്നിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ അത്യാവശ്യം തറവായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, സോ ദാറ്റ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. NEP 2020 introduced a backless concept to intern with local vocational experts such as carpenters, gardeners, potters, etc. Which class group will participate in this vocational activity? Grades 6 to 8, grades 5 to 8, grades 7 to 8 and grades 8 to 9. അപ്പം ഈ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു സജഷനാണ്, അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ്. അപ്പോൾ ഇന്റേൺ വിത്ത് ലോക്കൽ വൊക്കേഷണൽ എക്സ്പെർട്സ് ലൈക്ക് കാർപ്പൻറ്റേഴ്സ്, ഗാർഡനേഴ്സ്, പോട്ടേഴ്സ്, അങ്ങനെയുള്ള ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സുമായിട്ട് ചേർന്ന് ഇന്റേൺഷിപ്പ് പോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു റെക്കമെൻഡേഷനിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ 5+3+3+4 എന്നുള്ളതാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന കരിക്കുലർ അല്ലെങ്കിൽ പെഡഗോജിക്കൽ സ്ട്രക്ചർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ 5+3+3+4 എന്ന് പറയുമ്പോൾ അത് 4 സ്റ്റേജസ് ആണ്: ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ ആൻഡ് സെക്കൻഡറി. ഫൗണ്ടേഷണൽ സ്റ്റേജിൽ നമുക്ക് 5 years ആണുള്ളത്. സോ ഒരു അംഗൻവാടി, പ്രീ സ്കൂൾ ആ ഒരു സ്റ്റേജ് മുതൽ നമുക്ക് പിന്നീട് ഒരു
2 years, ക്ലാസ് 2 വരെ എന്നുള്ളൊരു റേഞ്ചാണ് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത്. അപ്പം ആദ്യത്തെ 3 years അംഗനവാടി ആ ഒരു സ്റ്റേജും അതുകൊണ്ടൊപ്പം തന്നെ ക്ലാസ് 1 and 2. അപ്പം ആ 2 ഏരിയാസ് ആണ് ഈ ആദ്യത്തെ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത്. മൊത്തം 5 വർഷം. So then we have preparatory stage which includes 3 years, class 3 to 5, and middle stage which includes again 3 years, class 6 to 8. പിന്നീട് നമുക്ക് സെക്കൻഡറി സ്റ്റേജ് ഉണ്ട്, ദാറ്റ് ഇസ് 4 years, ക്ലാസ് 9 to 12. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഇന്റേൺ എന്നുള്ള ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാന്നുള്ളൊരു ആശയമുണ്ടല്ലോ, ഇന്റേൺ വിത്ത് ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സ്, അത് വരുന്നത് ഈ മിഡിൽ സ്റ്റേജിലാണ്. ദ 3 years ഓഫ് മിഡിൽ സ്റ്റേജ്, ക്ലാസ് 6 to 8 ആ ഒരു പെർട്ടിക്കുലർ ഈ ഇന്റേൺ വിത്ത് ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സ് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വരുന്നത്. സോ മിഡിൽ സ്റ്റേജിന്റെ പ്രത്യേകത എന്താ? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഇൻ ദ സയൻസസ്, മാത്തമാറ്റിക്സ്, ആർട്സ്, സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അപ്പം നമ്മുടെ ക്വസ്റ്റനിലേക്ക് തിരിച്ചു വന്നത്, അപ്പം നിങ്ങൾ ബേസിക്കലി ഈ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി. അപ്പോൾ ക്വസ്റ്റനെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? NEP 2020 introduced a backless concept to intern with local vocational experts such as carpenters, gardeners, porters, etc. Which class group will participate in this vocational activity? So, ഈ vocational activity ഏത് സ്റ്റേജിലാണ് വരുന്നത്? That comes in middle stage. Middle stage എന്ന് പറയുമ്പോൾ it includes 3 years and it is ആ ഒരു 3 yearsൽ included ആയിട്ടുള്ള grades അല്ലെങ്കിൽ ക്ലാസ്സസ് ഏതൊക്കെയാണ്? Classes 6 to 8 അല്ലെങ്കിൽ grades 6 to 8. So, the right answer for this question is option 1. Moving to the next question, the current 10+2 school curriculum to be replaced by a new. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റൻ ആണ്. ഇപ്പോഴുള്ള 10+2 സ്കീം എന്ന് പറയുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ്റെ 10+2 സ്കൂൾ കരിക്കുലം ആ ഒരു സ്ട്രക്ചർ മാറി പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കരിക്കുലർ സ്ട്രക്ചർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഇസ് 5+3+3+4. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. 5+3+3+4 എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, the new policy aims in the higher education to improve the gross enrollment ratio from 26.3% to 50% by. We have the options 2030, 2035, 2025, 2040. അപ്പോൾ ബേസിക്കലി ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 26.3 എന്നുള്ളതിനെ 50% എത്തിക്കുക എന്നുള്ളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എയിം ആണ്. അപ്പോൾ അതിന്റെ ടാർഗറ്റ് ഇയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 26.3% ഓഫ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോനെ 50% എത്തിക്കുക എന്നുള്ള ആ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So the aim will be to increase the gross enrollment ratio in higher education including vocational education from 26.3% to 50% by 2035. ഈ 26.3% എന്ന് പറയുന്നത് 2018 പ്രകാരമുള്ള കണക്കാണ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള ഹയർ എഡ്യൂക്കേഷന്റെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 2018 പ്രകാരം 26.3% ആണ്. അതിനെ 2035 കൂടി 50% എത്തിക്കുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, ബൈ 2040 all higher education institutions shall aim to become multidisciplinary institutions and shall aim to have larger student enrollments preferably in the thousands. അപ്പം നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രധാനമായിട്ടും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്നിട്ടുള്ള ചില സജഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള ഹയർ എഡ്യൂക്കേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 2018 പ്രകാരം 26.3% ആണ്. അതിനെ 2035 കൂടി 50% ആക്കുക. അതാണ് ഒന്നാമത്തെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത് 2040 കൂടി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറ്റുക. സോ ദാറ്റ് കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യുക, കൂടുതൽ ആളുകൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇതിനു വേണ്ടിയിട്ട് 2040 എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ഡിസിപ്ലിനറി ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. സോ അതിൻ്റെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഗോളിന് വേണ്ടി അതിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്
all HESA, higher education institution, will firstly plan to become multidisciplinary by 2030. അതായത് 2040 കൂടി നമ്മളിവിടെ പറഞ്ഞല്ലോ 2040 കൂടി നമുക്ക് ഈ എൻറോൾമെന്റ് കൂട്ടുക, കൂടുതൽ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് 2040 കൂടി നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ടാർഗറ്റ്. അതിനുവേണ്ടി അതിന് മുന്നോടിയായിട്ട് 2030 കൂടി തന്നെ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ഡിസിപ്ലിനറി ആക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസും കൂടെ ഈ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ്. ദി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി വിൽ ബി ഓഫ് either 3 or 4 year duration with multiple exit options within this period with appropriate certifications. അതായത് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളിപ്പം ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, ആദ്യത്തെ വർഷം നിങ്ങൾ പഠിച്ചു, അതിനുശേഷം നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ്, ആ കോഴ്സ് വിട്ടിട്ട് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി 2 വർഷം നിങ്ങളൊരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ അതിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഒരു സ്ട്രീമിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 വർഷം നിങ്ങൾ പഠിച്ചതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂവിനുള്ള കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് സാധ്യതയില്ല അല്ലേ. നമ്മൾ 3 വർഷം ഒരു ഡിഗ്രി കോഴ്സിന് ചേർന്ന് ആദ്യത്തെ വർഷം കഴിഞ്ഞ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ നമുക്ക് അത് കിട്ടില്ല. ഡിഗ്രിയുടെ നമ്മൾ ആ പഠിച്ചതിൻ്റെ ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിൻ്റെ ഒരു റെക്കഗ്നീഷനോ നമുക്ക് കിട്ടാറില്ലല്ലോ. അപ്പം ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നത് ഓരോ വർഷവും മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ്സ് ആണ്, മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ആണ്. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, യു ക്യാൻ ഡ്രോപ്പ് ഔട്ട്. ആ ഒരു വർഷം നിങ്ങൾ പഠിച്ചതിന് നിങ്ങൾക്കൊരു അതിനോട് ഇക്വലൻ്റ് ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷം പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിരിക്കും അത്. 2 വർഷമാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ ഡിപ്ലോമ കോഴ്സ്. 3 years ആണെങ്കിൽ പക്ക ബാച്ചിലേഴ്സ് ഡിഗ്രി. 4 years ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രീസ് എന്ന് പറയുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി 3 or 4 year ഡ്യൂറേഷനിൽ നമുക്ക് എടുക്കാം. 3 years ആണെങ്കിൽ ഇറ്റ് സിംപ്ലി ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നുള്ളൊരു കാര്യമാണ് 3 yearsൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 4 years ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് എന്നുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ്. Coming back to a question, the new policy aims in the higher education to improve the gross enrollment ratio from 26.3% to 50% by, now you know the answer, right? 2035. 26.3% എന്ന 2018 ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയെ 50% ആക്കാനായിട്ട് നമുക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ ഏതാണ്? ദാറ്റ് ഈസ് 2035. So the right answer for this question is option 2. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ NIRF റാങ്കിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കി അറിഞ്ഞു വെക്കേണ്ട ഒരു ഏരിയ ആണ് NIRF റാങ്കിങ് എന്നുള്ളത്. സോ 2021 NIRF റാങ്കിങ് വന്നിട്ടുണ്ടല്ലോ. സോ അതിനെ ബേസ് ചെയ്തിട്ട് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. ആ ഒരു ഏരിയ അപ്പം നിങ്ങൾക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കേ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബീൻ റാങ്ക്ഡ് ദ ബെസ്റ്റ് കോളേജ് ഇൻ ദ കൺട്രി ആസ് പെർ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. 2021 പ്രകാരം NIRF റാങ്കിങ്ങിൽ ബെസ്റ്റ് കോളേജ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് കോളേജിനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് 5 കോളേജസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. NIRF റാങ്കിങ്ങിൽ 2021 NIRF റാങ്കിങ്ങിൽ കോളേജുകളുടെ ബേസിസ് നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് റാങ്കിങ് ഉണ്ട് NIRFൽ. അതിൽ കോളേജസിൻ്റെ ബേസിസിൽ ബെസ്റ്റ് 5 ആദ്യത്തെ 5 ആയിട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ 5 റാങ്ക്സിൽ വന്നിരിക്കുന്ന കോളേജസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മിറാണ്ട ഹൗസ് ഡൽഹി, ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമൻ ഡൽഹി, ലോയല കോളേജ് ചെന്നൈ, സെയിൻറ്റ് സേവിയേഴ്സ് കോളേജ് കൊൽക്കത്ത, രാമകൃഷ്ണ മിഷൻ മന്ദിർ അത് ഹോവ്ര വെസ്റ്റ് ബംഗാൾ ആണ് അത്. ഓക്കെ, അപ്പോൾ ഈ 5 കോളേജസ് ആണ് ബെസ്റ്റ് കോളേജസ്. NIRF റാങ്കിങ്ങിൻ്റെ ആദ്യത്തെ 5 റാങ്കിൽ എത്തിയിരിക്കുന്ന കോളേജസിൻ്റെ ലിസ്റ്റാണിത്. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2021 NIRF അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം ബെസ്റ്റ് കോളേജ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏത് കോളേജിനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് മിറാണ്ട ഹൗസ് ഡൽഹി. ദാറ്റ് ഇസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, which institution secured first rank in overall category of NIRF ranking 2021? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു NIRF റാങ്കിങ് തന്നെ നമുക്ക് പല കാറ്റഗറീസ് ഉണ്ട്. നമുക്ക്
കോളേജസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഓവറോൾ റാങ്കിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല കാറ്റഗറീസ് ആയിട്ടാണ് അവർ റാങ്കിങ് നടത്തുന്നത്. അപ്പം കോളേജസിലെ ആദ്യത്തെ ഫസ്റ്റ് 5 റാങ്ക്സിൽ വന്നിട്ടുള്ള കോളേജസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓവറോൾ കാറ്റഗറി റാങ്കിങ്ങിൽ 2021 ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നാണ്. സോ ആ 5 ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റ് ആണിത്. NIRF 2021 പ്രകാരം ഫസ്റ്റ് 5 റാങ്ക്സിൽ വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ. അപ്പൊ ഈ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഓവറോൾ കാറ്റഗറിയിൽ ഫസ്റ്റ് 5 റാങ്ക്സിൽ വന്നിട്ടുള്ളത്. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഓവറോൾ കാറ്റഗറി റാങ്കിങ്ങിൽ NIRF റാങ്കിങ് 2021 പ്രകാരം ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണെന്നാണ്. ദാറ്റ് ഇസ് IIT മദ്രാസ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ 2. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2. സോ നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ സെറ്റ് 2. സോ എത്ര ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം ഈ മൊഡ്യൂൾ നമുക്ക് എത്രയും നന്നായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നതായിരിക്കും. സോ ഇവിടെയും നമ്മൾ എക്സ്പ്ലനേഷൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഏരിയാസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഏരിയാസ് ആണെങ്കിൽ നിങ്ങളത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗട്ട്സ് ഉള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കാണുക. എക്സ്ട്രാ എന്തെങ്കിലും ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസിലൂടെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോയിന്റ്സ് നിങ്ങളുടെ നോട്ട്സിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് with explanation set 2. So first question goes like this: the NEP 2020 proposes to prepare which of the curriculum frameworks? And you have the options: National Curriculum Framework for School Education, National Curriculum Framework for Adult Education, National Curriculum Framework for Teacher Education, National Curriculum Framework for Technical Education, and finally National Curriculum Framework for Vocational Education. So basically ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി നിങ്ങൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന NTA UGC നെറ്റ് എക്സാം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പല ഷിഫ്റ്റുകളിലായി പല രീതിയിൽ പല ഏരിയാസിൽ നിന്ന് ഈ പെർട്ടിക്കുലർ ടോപ്പിക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന ടോപ്പിക്കിനെ അവർ കവർ ചെയ്യുകയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ടെസ്റ്റ് പേപ്പറിലും നിങ്ങൾക്ക് LMSൽ ഓൾറെഡി നിങ്ങൾ ടെസ്റ്റ് ചെയ്തവരാണ്. സോ നമ്മളുടെ ടെസ്റ്റ് പേപ്പറിലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ആ ഒരു ടെസ്റ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? NEP 2020 പ്രപ്പോസ് ചെയ്യുന്ന കരിക്കുലം ഫ്രെയിംവർക്സ് ഏതൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 3 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത്. സോ ആ 3 കരിക്കുലം ഫ്രെയിംവർക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. So here you have the first one, that is National Curriculum Framework for School Education. So school educationുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് NCFSE അഥവാ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. സോ ഈ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 രേഖപ്പെടുത്തിയിരിക്കുന്ന സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസിനെ കൃത്യമായി ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ഈ NCFSE എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർടേക്കൻ ബൈ ദി NCERT. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഫ്രെയിംവർക്കിന്റെ ഫുൾ ഫോം ഓർക്കുക, ഇതെന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കുക. അതോടൊപ്പം തന്നെ ഈ ഫ്രെയിംവർക്ക് അണ്ടർടേക്കിംഗ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്രെയിംവർക്ക് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. സോ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കരിക്കുലർ ഫ്രെയിംവർക്ക് NCFTE, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് രണ്ടാമതായി NEP 2020യുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സോ NCFTE എന്ന് പറയുന്ന ടേം നിങ്ങൾ ഓർക്കുക, അതിൻ്റെ എക്സ്പാൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഫ്രെയിംവർക്ക് വാസ് ഫോർമുലേറ്റഡ് ബൈ ദി NCTE. NCTE ആണ് ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഓർക്കുക. പക്ഷേ ഇൻ കൺസൾട്ടേഷൻ വിത്ത് NCERT-യുടെ കൺസൾട്ടേഷനോട് കൂടി NCTE ആണ് ഈ ഒരു ഫ്രെയിംവർക്ക് NCFTE അഥവാ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക്
ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. So here we are going to the third national curriculum framework, that is adult education curriculum framework. So adult educationുമായി ബന്ധപ്പെട്ടിട്ട് ഒരു curriculum framework കൂടി ഈ NEP 2020യുടെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. And this is developed by a new well-supported constituent body of the NCERT that is dedicated to adult education so as to develop synergy with and build upon NCERT's existing expertise in establishing outstanding curricula for literacy, numeracy, basic education, vocational skills and beyond. So basically ഈ ഒരു അഡൽട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കരിക്കുലം ഫ്രെയിംവർക്ക് നിങ്ങൾ പരിശോധിച്ചാൽ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദിസ് ഈസ് ബേസിക്കലി കമ്മിങ് അണ്ടർ ദി NCERTയുടെ അണ്ടറിലാണ് ഇത് വരുന്നതെന്ന് ഓർക്കുക. ആൻഡ് ഓൾസോ ഇതിനകത്തൊരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബേസിക്കലി ഒരു 5 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഈ പറയുന്ന അഡൽട്ട് എഡ്യൂക്കേഷന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ലിറ്ററസി ആൻഡ് ന്യൂമറസി ഉണ്ട്, ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ട്, വൊക്കേഷണൽ സ്കിൽസ് ഉണ്ട്, അതിനുശേഷമുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇങ്ങനെ പല തലങ്ങളിലുള്ള പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കരിക്കുലമാണ് അഡൽട്ട് എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആണ്, സിമ്പിൾ ആണ്. NEP 2020 proposes to prepare which of the curriculum frameworks? ഏതൊക്കെ കരിക്കുലർ ഫ്രെയിംവർക്ക്സ് ആണ് NEP 2020 പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. നമുക്കപ്പോൾ 3 മേഖലകളാണ് നമ്മൾ അതിനകത്ത് കണ്ടത്. സ്കൂൾ എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ഫൈനലി അഡൽട്ട് എഡ്യൂക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാം? നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ അഡൽട്ട് എഡ്യൂക്കേഷൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. സോ ABC എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. So ABC only is option C. So the right answer for this question is obviously option C. Moving to the next question. As per NEP 2020, the responsibility to develop adult educator framework has been given to which one of the following organizations? So മുമ്പേ നമ്മൾ മുമ്പേ പഠിച്ച അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിതും. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, NEP 2020യുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട കരിക്കുലർ ഫ്രെയിംവർക്ക്സ് ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രൂപം കൊള്ളാനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു. സോ അതിനകത്ത് അഡൽട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കരിക്കുലം ഫ്രെയിംവർക്ക് അത് ആരാണ്, ഏത് ഓർഗനൈസേഷനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് NCERT. നമ്മൾ ഓൾറെഡി അത് അവിടെ കണ്ടതാണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ D. Next question. What does NIRF stand for? And we have the options: National Institute of Ranking Federation, National Institute of Ranking Framework, National Institutional Ranking Framework, and finally National Institutional Ranking Federation. So NIRF എന്ന് പറയുന്ന ടേം അത് എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ഈ NIRF എന്ന് നോക്കാം, അതിനുശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ NIRF stands for the National Institutional Ranking Framework. So ആ ഒരു expansion is very important. National Institutional Ranking Framework. So what do you mean by this National Institutional Ranking Framework? It is a methodology adopted by the Ministry of Education, Government of India to rank institutions of higher education in India. So basically ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റാങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് NIRF. സോ ഇതിൻ്റെ റാങ്കിങ് ഒക്കെ നമുക്ക് ഓരോ വർഷവും കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവരുടെ സൈറ്റ് പരിശോധിച്ചാൽ ഓരോ വർഷവും അത് പല കാറ്റഗറീസ് ആയിട്ടുണ്ട്. ഓവറോൾ റാങ്കിങ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള റാങ്കിങ് ഉണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഈ NIRF റാങ്കിങ്സ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലൂടെ ലഭ്യമാകുന്നതായിരിക്കും. സോ ഇത് ബേസിക്കലി എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് ഒരു പരിധിവരെ നല്ലൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഡേറ്റ്സ് അല്ലെങ്കിൽ ഇതൊക്കെ വന്നിട്ടുള്ള ഇയർ ഏതാണ് അല്ലെങ്കിൽ ഇത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഇയർ ഏതാണെന്നുള്ള രീതിയിലും ഹയർ എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇയേഴ്സ് ഒക്കെ നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാനായിട്ട് സാധിച്ചാൽ ദാറ്റ് വുഡ് ബി റിയലി നൈസ്. So the framework was approved by the MHRD and launched by Minister of Human Resource Development on 29 September 2015. അപ്പോൾ 29 സെപ്റ്റംബർ 2015ലാണ് ബേസിക്കലി ഒരു ഫ്രെയിംവർക്ക് അപ്രൂവ് ചെയ്യപ്പെടുകയും അത് പിന്നീട് ലോഞ്ച് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, വാട്ട് ഡസ് NIRF സ്റ്റാൻഡ് ഫോർ?
സോ നിങ്ങൾ ഓൾറെഡി ആ ഒരു എക്സ്പാൻഷൻ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ദാറ്റ് ഇസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ranking framework. That is option C. So the right answer for this question is obviously option C. Moving to the next question. University of the ancient period which has been declared by UNESCO as a heritage site is. So already ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ നോക്കിയാൽ പല തരത്തിലുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസ് ആണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദി ഏൻഷ്യൻറ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പം ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം തുടങ്ങി ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും ഇനിഷ്യേറ്റീവ്സും വരെ ഹയർ എഡ്യൂക്കേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഏൻഷ്യൻറ്റ് പീരീഡിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അതായത് ആ രീതിയിൽ ആ ഒരു ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ മേഖലയിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നെറ്റ് എക്സാമിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഏൻഷ്യൻറ്റ് പീരീഡിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ബേസിക്കലി 2 യൂണിവേഴ്സിറ്റീസ് ആണ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് പരിശോധിച്ചാൽ ഇതിനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ആ 2 യൂണിവേഴ്സിറ്റീസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സും കൂടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ ഇസ് തക്ഷശില, which is also known as Takshashila, and this is basically located at Takshashila, an ancient Indian city which is now in northwestern Pakistan. So ഇത് ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു കറൻ്റ്ലി ഈ ഒരു സ്ഥലം എവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ പാകിസ്ഥാനിലാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി, ഗുപ്ത പീരീഡിലെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ നമ്മൾ ഈ ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ എംഫസൈസ് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായിട്ടുള്ള ചില സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകളുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോഴും അവർക്ക് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ട് അവരുടെ കോഴ്സായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ അറിയപ്പെട്ടത് ഏത് കോഴ്സിൻ്റെ പേരിലായിരുന്നു, അല്ലെങ്കിൽ അവർ എന്ത് സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകളാണ് അവർ ബേസിക്കലി കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇപ്പോൾ ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു പേഴ്സ്പെക്റ്റീവ് അതാണ്. അതിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ രീതിയിൽ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ തക്ഷശില യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് യൂണിവേഴ്സിറ്റി വാസ് വെൽ നോൺ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ. സോ മറ്റ് മേഖലകളിലും അല്ലെങ്കിൽ മറ്റു കോഴ്സുകളും അവർ കൊടുത്തിരിക്കുന്നത് ലൈക്ക് ഏൻഷ്യൻ സ്ക്രിപ്ചേഴ്സ്, ലോ, ആസ്ട്രോണമി, മിലിറ്ററി സയൻസ്, പിന്നെ ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇവിടെ കണ്ട ഈ തക്ഷശില യൂണിവേഴ്സിറ്റി വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 1980 യുനെസ്കോ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ദിസ് ഇയർ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് വർഷമാണെന്ന് ഓർത്തിരിക്കുക. സോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റി തക്ഷശില യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് ദാറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ 1980. ഇനി രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നളന്ദ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റി വാസ് എ സെൻറ്റർ ഓഫ് ലേണിംഗ് ഫ്രം ദ 5th century CE to 12th century CE, located in present day Rajgir, Bihar, ഇന്ത്യ. സോ ഇപ്പോഴത്തെ നമ്മുടെ ബീഹാറിൽ ആണ് ബേസിക്കലി ഈ ഒരു ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്തിരുന്നത്. 5th centuryയിലാണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി അതിൻ്റെ കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 5th centuryയിലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മുടെ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ചിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റി ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത് എന്നൊരു ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ഷിഫ്റ്റ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. ഓക്കെ, അപ്പം ഈ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എന്തൊക്കെ കോഴ്സസ് ആയിരുന്നു അവർ പഠിച്ചിരുന്നത്? ദേ ഹാവ് സ്റ്റഡീഡ് ദ വേദാസ് ആൻഡ് വെർ ഓൾസോ ട്രെയിൻഡ് ഇൻ ഫൈൻ ആർട്സ്, മെഡിസിൻ, മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, പൊളിറ്റിക്സ് ആൻഡ് ദി ആർട്ട് ഓഫ് വാർഫെയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നളന്ദ യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു. അതെന്താണ് സംഭവിച്ചത്? ദാറ്റ് വാസ് ഹാപ്പൻ ഇൻ 2009. 2009 നളന്ദയെ യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അംഗീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സും കൂടി ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 7th century CE നളന്ദയിൽ
ചില ചൈനീസ് സ്കോളേഴ്സ് അവർ വിസിറ്റ് ചെയ്യാനായിട്ട് ഇടയായിത്തീരുന്നു. ഐക്കിങ് ആൻഡ് സൂൺസാൻ ഇവർ ഈ പറയുന്ന നളന്ദ യൂണിവേഴ്സിറ്റി അവർ വിസിറ്റ് ചെയ്യുകയും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. സോ ഈ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ എക്സാമിൽ ഈ പേരുകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് സ്കോളേഴ്സ് വന്ന് സന്ദർശിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണ് അവർ അങ്ങനെ ഒരു വിസിറ്റ് നടത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പല രീതികളിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ പഠന സമയത്ത് ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ എൻട്രൻസ് എക്സാംസ് നമുക്ക് ഇതൊരു പുതിയ കാര്യമല്ല. എൻട്രൻസ് എക്സാംസിലൂടെയാണ് ബേസിക്കലി നളന്ദ യൂണിവേഴ്സിറ്റി അവരുടെ അഡ്മിഷൻസ് എടുത്തിരുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസിൽ എൻട്രൻസ് എക്സാംസ് കണ്ടക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്തിരുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ തീർച്ചയായിട്ടും അതും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ചില ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് അല്ലെങ്കിൽ ഹെറിറ്റേജ് സൈറ്റുകളായി യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്ന ഏൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് മാത്രമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? തക്ഷശില ആൻഡ് നളന്ദ, ഡി ആൻഡ് ഇ ആണ് ഓപ്ഷൻ. സോ ഈ രണ്ട് യൂണിവേഴ്സിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഡി ആൻഡ് ഇ only. D and E only is option D. So the right answer for this question is obviously option D. Moving to the next question, the first education commission in independent India is, and we have the option Secondary Education Commission, the Education Commission, University Education Commission and National Knowledge Commission. So ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസും കമ്മിറ്റീസും ഹയർ എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി നിങ്ങൾക്കതിനെ ഈ ഒരു രീതിയിൽ, അതായത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഈ പ്രീ ഇൻഡിപെൻഡൻസ് എറയിലും അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് എറയിലും ഉണ്ടായിരുന്ന കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്നുള്ള രീതിയിൽ അത് പഠിക്കാനായിട്ട് സാധിച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ അതിനകത്ത് പഠിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ഈ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ കമ്മീഷൻസ് ആണ് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുക. കൃത്യമായിട്ട് ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അത് പഠിക്കാനായിട്ട് സാധിച്ചാൽ ദാറ്റ് വുഡ് ബി റിയലി നൈസ്. നിങ്ങൾക്ക് ആ ഇയേഴ്സ് ഓർത്ത് വെക്കാനായിട്ട് സാധിച്ചാൽ അതും വളരെ നല്ലതാണ്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. സീക്വൻസ് ചെയ്യാനായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ടെസ്റ്റ് പേപ്പറിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സീക്വൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ ആ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് അല്ലെങ്കിൽ കമ്മീഷൻസ് പഠിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇൻഡിപെൻഡൻസിന് മുമ്പുള്ളതും ഇൻഡിപെൻഡൻസിന് ശേഷമുള്ളതും ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഓരോ കമ്മീഷൻസും കമ്മിറ്റീസും റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ചിരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അവരുടെ ശുപാർശകൾ എന്തൊക്കെയാണ്, ഈ രീതിയിലൊക്കെ ഒരു അവയർനെസ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948-49 കാലഘട്ടത്തിലാണ് ഈ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ആൻഡ് ദിസ് കമ്മീഷൻ ഇസ് ഓൾസോ നോൺ ആസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സോ നിങ്ങൾ ആ ഓപ്ഷൻസ് നോക്കിയാൽ, നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നോക്കിയാൽ ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. അവിടെ ഓപ്ഷൻസിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. സോ ബേസിക്കലി ഈ ഓരോ, ഇപ്പം നിങ്ങൾ ഇവിടെ പറഞ്ഞ രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ കോത്തരി കമ്മീഷൻ, അതുപോലെ തന്നെ മുട്ടിലിയാർ കമ്മീഷൻ, ഇങ്ങനെ പല പേരുകൾ ഉണ്ടാവുമല്ലോ, പല കമ്മിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെയിംസ് എന്താണെന്നും കൂടെ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഈ ഒരു കമ്മീഷൻ ഹെഡ് ചെയ്തത് ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ കമ്മീഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ഓൾട്ടർനേറ്റീവ് നെയിംസും കൂടെ അറിയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണാനായിട്ടും സാധിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സജഷൻ എന്തായിരുന്നു? ഇറ്റ് സജസ്റ്റഡ് the integration of secondary education and higher education by setting up of UGC in 1956. So UGC എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ UGCനെ രൂപം കൊള്ളുക എന്നുള്ളൊരു റെക്കമെൻഡേഷൻ ബേസിക്കലി നടത്തിയത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സജഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദ റെക്കമെൻഡേഷൻ ഫോർ UGC ആണ്. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പേരും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള പേര് ഓർക്കുക. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഇതാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റനിലേക്ക് വന്നേ, ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഈസ്, ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദ എഡ്യൂക്കേഷൻ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് ഫൈനലി നാഷണൽ നോളജ് കമ്മീഷൻ. So the right answer for this question is option C,
that is University Education Commission. Moving to the next question. In order to transform the regulatory system of higher education, the NEP proposes to set up HECI, which is expanded as Higher Education Commission of India. Which of the following are verticals of HECI? So again, ഇത് NEP 2020 relate ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ HECI എന്ന് പറഞ്ഞാൽ എന്താണ്? HECIയുടെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി ക്വസ്റ്റനിൽ തന്നെ കണ്ടു, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സോ ബേസിക്കലി എൻറ്റയർ ഹയർ എഡ്യൂക്കേഷനെ ഒരു കുടക്കീഴിൽ, ഒരു സിംഗിൾ അംബ്രല്ല ബോഡി ആക്കി മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറ്റ കുടക്കീഴിൽ എൻറ്റയർ ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് NEP ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ HECI എന്ന് പറയുന്നൊരു സജഷൻ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ in order to transform the regulatory system of higher education, അതായത് എൻറ്റയർ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് HECI അഥവാ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇറ്റ് എക്സ്ക്ലൂഡ്സ് മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ ഒഴികെ ബാക്കി എൻറ്റയർ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ ഒരു പെർട്ടിക്കുലർ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മീഷൻ അണ്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് HECI മുമ്പോട്ട് വെക്കുന്ന ആശയം. സോ ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോൾ പബ്ലിക് സെക്ടർ ആയാലും പ്രൈവറ്റ് ആയാലും, അതായത് പബ്ലിക് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഇതിനൊക്കെ ഒരു സെയിം സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ നോംസ് ഉണ്ടാവുക. അത് എന്തിൻ്റെയൊക്കെ ബേസിലാണ്? റെഗുലേഷൻ്റെ കാര്യത്തിലായാലും സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യത്തിലായാലും അക്രഡിറ്റേഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഒരേ സെയിം സെറ്റ് ഓഫ് നോംസ് പബ്ലിക് ആസ് വെൽ ആസ് പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. സോ നമുക്കറിയാം, ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് പല മേഖലകളുണ്ട് അല്ലേ? അതായത് റെഗുലേഷനുണ്ട്, അക്രഡിറ്റേഷനുണ്ട്, അതുപോലെ തന്നെ ഫണ്ടിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ HECIയുടെ അണ്ടറിൽ തന്നെ 4 വേർട്ടിക്കൽസ് ആയിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുക. സോ ഇതിന് അണ്ടറിൽ ഈ ഓരോ കാര്യങ്ങളും, അതായത് റെഗുലേഷൻ, അതുപോലെ ഫണ്ടിങ്, ഈ രീതിയിൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ, ഈ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേക കൗൺസിലുകൾ ഈ HECIയുടെ അണ്ടറിൽ വരും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ഓർ NHERC ഫോർ റെഗുലേഷൻ. റെഗുലേഷന് വേണ്ടിയിട്ടുള്ള വേർട്ടിക്കൽ ഏതാണ്? നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. സ്റ്റാൻഡേർഡ് സെറ്റിംഗിനുള്ള കൗൺസിൽ ഏതാണ്? ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓർ GEC. Then we have another vertical for funding, that is Higher Education Grants Council, which is also known as HEGC. And finally, accreditationുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൗൺസിൽ ഏതാണ്? That is National Accreditation Council, NAC. So basically നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റനും ഇത് തന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് HECIയുടെ അണ്ടറിൽ വരുന്ന ഈ 4 വേർട്ടിക്കൽസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. They are independent verticals that coming under this HECI. So HECIയുടെ അണ്ടറിൽ വരുന്ന ഈ പറയുന്ന വേർട്ടിക്കൽസിനകത്ത്, ഈ ഓപ്ഷൻസിനകത്ത് HECIയുടെ അണ്ടറിലുള്ള വേർട്ടിക്കൽസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? In order to transform the regulatory system of higher education, the NEP proposes to set up HECI or Higher Education Commission of India. Which of the following are verticals of HECI? So പഠിച്ചതിന്റെ ബേസിസിൽ, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിന്റെ ബേസിസിൽ 4 എണ്ണമാണ് നമ്മളിവിടെ കണ്ടത്. NHERC, GEC, HEGC and finally NAC. അതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണാനായിട്ട് സാധിക്കുന്നത്? NHERC is option A, HEGC that is option C and finally NAC. So A, C, E ആണ് ഇതിന്റെ ആൻസർ. A, C and E only is option C. So the right answer for this question is obviously option C. Moving to the next question, ഇതൊരു match the following question ആണ്. സോ ഇതിനകത്ത് ലിസ്റ്റ് 1ൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില ബോഡീസ്, ചില കൗൺസിൽസിൻ്റെ ഒക്കെ പേര് തന്നിട്ടുണ്ട്. ആൻഡ് ലിസ്റ്റ് 2 ബേസിക്കലി അതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. സോ ഇതിനെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാം, അതാണ് ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ലിസ്റ്റ് 1ൽ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻസിൻ്റെയും എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കിയാൽ തന്നെ ബേസിക്കലി നിങ്ങൾക്ക് ലിസ്റ്റ് 2വുമായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പാൻഷൻസ് നോക്കാം. NIEPA എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. Then we have NAAC, NAAC. അതിൻ്റെ ഫുൾ ഫോം എന്താ? നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. സോ ഇത് പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ പറഞ്ഞു. NIEPA is associated with planning and administration. അതിനുശേഷം അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് we have National Assessment and Accreditation Council. Then we have AICTE. AICTEയുടെ ഫുൾ ഫോം എന്താ? All India Council for
technical education. So that is a council related to technical education. And finally, we have ICSSR. ICSSR എന്ന് പറഞ്ഞാൽ എന്താ? Indian Council of Social Science Research. So Indian Council of Social Science Research can be അതിനെ നമുക്ക് എന്താ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് എങ്ങനെയാ? ICSSR. സോ ഈ ഇത്രയും എക്സ്പാൻഷൻസ് അറിയാമെങ്കിൽ തന്നെ ഈ പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നോക്കിയേ. NIEPA ബേസിക്കലി എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, അതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സോ ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സോ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. റൈറ്റ്. So that is option 3. അപ്പം A എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. Then we have NAC അല്ലേ? അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? അക്രഡിറ്റേഷൻ, അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 4, അക്രഡിറ്റേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ 4. അപ്പം നമ്മൾ പറഞ്ഞ ഏതാ? A എന്ന് പറയുന്ന 3 ആണെന്ന് പറഞ്ഞു, ആൻഡ് B is 4. അടുത്തത് AICTE എന്ന് പറഞ്ഞാൽ എന്താ? AICTE എന്നുള്ളത് അതിന്റെ ഫുൾ ഫോം എന്താ? ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സോ ബേസിക്കലി അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഏതാണ്? പ്രൊമോഷൻ ഓഫ് ക്വാളിറ്റി ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ആൻഡ് ഫൈനലി വി ഹാവ് ICSSR. ICSSR ബേസിക്കലി അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. ആൻഡ് ബേസിക്കലി അതിന്റെ ഉദ്ദേശം എന്താണ്? ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ്. അപ്പോൾ ബേസിക്കലി ക്വസ്റ്റിലൂടെ നമ്മൾ പഠിച്ച എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ഓരോ നമ്മുടെ ഈ ഓപ്ഷൻ ലിസ്റ്റ് 1-ലുള്ള ഓരോ ഓപ്ഷൻസിൻ്റെയും എക്സ്പാൻഷൻസ് നമ്മൾ പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ AICTE അതിൻ്റെ ഫുൾ ഫോം എന്താണ്? അല്ലെന്നുണ്ടെങ്കിൽ ICSSR എന്ന് പറയുന്നത് എന്താണ്? ആ രീതിയിൽ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിലൂടെ ഈ ഓരോ ബോഡീസിൻ്റെയും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അതെന്ത് തരത്തിലുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് ഹയർ എഡ്യൂക്കേഷനിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ബോഡീസാണ് ഈ ലിസ്റ്റ് 1-ൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിലൂടെ നമ്മൾ നോക്കിയത്. അപ്പം ഫുൾ ഫോംസ് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഈ ഓരോ കൗൺസിൽ അല്ലെങ്കിൽ ഓരോ കമ്മിറ്റീസ് അല്ലെങ്കിൽ ഓരോ ബോഡീസിൻ്റെ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതും നമ്മൾ കൃത്യമായി ഈ ക്വസ്റ്റിൻ്റെ മാത്സ് ഫോളോയിങ് ക്വസ്റ്റിനിലൂടെ നമ്മൾ പഠിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. NIEPA നമ്മൾ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തത്? ഓപ്ഷൻ 3, പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. Then we have NAC, that is accreditation of higher education institutions. AICTE stands for promotion of quality in technical education. And finally, ICSSR stands for to promote research in social sciences. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A3, B4, C1 and D2, that is option C. So the right answer for this question is option C itself.
to the next question. The key objective of RUSA is to improve, and you have the options access, equity, quality, infrastructure and curriculum. So basically നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന റൂസ അതുപോലുള്ള പല തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സും അതോടൊപ്പം തന്നെ ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സും വളരെ പ്രാധാന്യമുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ICT ഇൻ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ പല മൊഡ്യൂൾസിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ICTയുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ICT എന്ന് പറയുന്ന മൊഡ്യൂളിലും ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ എങ്ങനെയാണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് ആ ആസ്പെക്റ്റിൽ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹയർ എഡ്യൂക്കേഷനിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞതുകൊണ്ട് അതിവിടെ ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. സോ ഇത്തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് ആണ് RUSA എന്ന് പറയുന്നത്. എല്ലാ തവണത്തെ എക്സാമിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പെർട്ടിക്കുലർ ഇനിഷ്യേറ്റീവ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതിനു മുന്നും പലതവണ ചോദിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന RUSA എന്ന് നോക്കി അതിനുശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ ഇതിന്റെ ഫുൾ ഫോം എന്താ? രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്നുള്ളതാണ് RUSA എന്നതിന്റെ ഫുൾ ഫോം. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2013. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്, അതോർക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് പ്രധാനമായിട്ടും രൂപം കൊണ്ടിട്ടുള്ളത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഫണ്ടിങ് ടു എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്? സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2013 ഇത് നിലവിൽ വന്നത്. സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്ന കാര്യം എന്താ? To provide strategic funding to eligible state higher educational institutions. എലിജിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഇവർ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? The funding to states would be made on the basis of critical appraisal of state higher education plans, which would describe each state's strategy to address issues of equity, access and excellence in higher education. So basically ഇവർ ഈ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉന്നമനത്തിന് ഈ ഫണ്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ബേസിക്കലി അവർ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇക്വിറ്റി, ആക്സസ് ആൻഡ് എക്സലൻസ്. സോ ഈ 3 ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിലും ബേസിക്കലി ഇത് തന്നെ ചോദിച്ചിട്ടുള്ളൂ. ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് RUSA is to improve and we have the options access, equity, quality, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കരിക്കുലം. സോ ഈ ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആക്സസ്, ഇക്വിറ്റി, പിന്നെ നമ്മൾ എക്സലൻസ് ആണ് പറഞ്ഞത്. അതിന് പകരം ഇവിടെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ടേം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യു ക്യാൻ പിക്ക് ദാറ്റ് ഓപ്ഷൻ ആസ് വെൽ. സോ ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, A-B-C ആണ് ഓപ്ഷൻ. So A, B and C only is option A. So the right answer for this question is obviously option A. Moving to the next question. നമുക്ക് ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത്. സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് 1 എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില കമ്മീഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ കമ്മീഷൻസ് ഹെഡ് ചെയ്ത ആളുകളുടെ പേരുകളാണ് ലിസ്റ്റ് 2 നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലേ? ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ പോയിന്റിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഡിഫറെൻറ്റ് കമ്മീഷൻസ് അല്ലെങ്കിൽ കമ്മിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പേരുകൾ പഠിക്കുക. അതോടൊപ്പം തന്നെ ഈ കമ്മീഷൻസ് ഒക്കെ ഹെഡ് ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ പേരുകൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് പേരുകളായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടുന്നതും. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് 1 നമുക്ക് തന്നിരിക്കുന്ന കമ്മീഷൻസ് ഏതൊക്കെയാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ which is also known as നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ആൻഡ് ഫൈനലി വി ഹാവ് നാഷണൽ നോളജ് കമ്മീഷൻ. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഓരോ പേരുകളുമായിട്ട് മാച്ച് ചെയ്യാം. സോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇതിനു മുമ്പ് ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ് അല്ലേ? ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആൻഡ് ദാറ്റ് വാസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വിച്ച് ഇസ് ഓൾസോ നോൺ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ഹെഡ് ചെയ്ത ആളാരായിരിക്കും? ഒബ്വിയസ്ലി ഡോക്ടർ രാധാകൃഷ്ണൻ. സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ 2. രണ്ടാമത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഹെഡ് ചെയ്തത് ആരാണ്? ദാറ്റ് ഇസ് ഡോക്ടർ എൽ മുതലിയാർ. സോ ബി ഇസ് ഓപ്ഷൻ 1.
സി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആരാണ് ഹെഡ് ചെയ്തത്? വിച്ച് ഈസ് ഓൾസോ നോൺ as കോത്തരി കമ്മീഷൻ. സോ ദാറ്റ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4, ദാറ്റ് ഇസ് Dr. D.S. Kothari. And finally, you have National Knowledge Commission, which is also known as Sam Pitroda Commission. So obviously that is headed by Dr. Sam Pitroda. So അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും ഇതിനകത്ത്? A2, B1, C4, D3, that is option B. So the right answer for this question is obviously option B. Moving to the next question, again ഇത് National Education Policy 2020 relate ചെയ്യുന്ന ഒരു question ആണ്. So NEP 2020 proposes to establish NETF. So NEP 2020 ഭാഗമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് ആണ് NETF എന്ന് പറയുന്നത്. So what are the stipulated functions of this body? So ഈ NETFന്റെ പ്രധാനപ്പെട്ട functions എന്തൊക്കെയാണെന്നാണ് question. Options നമുക്ക് നോക്കാം. Articulate new directions for research and innovation in technology. Provide a platform for free exchange of ideas and use of technology to understand learning. Engage multilingual experts to help promotion of all Indian languages. Advancing international research efforts to address global challenges in healthcare, agriculture, and climate change using AI or artificial intelligence. And then we have the final option, that is build intellectual and institutional capacities in educational technology. So basically NETF എന്താണെന്ന് അറിയാമെങ്കിൽ ഈ ഓപ്ഷൻസിൽ നിന്ന് റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. സോ നമുക്ക് NETF എന്താണെന്ന് നോക്കാം. NETFന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം. നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം എന്നുള്ളതാണ് NETFന്റെ ഫുൾ ഫോം. സോ ബേസിക്കലി ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ടീച്ചിങ്ങുമായിട്ട് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് പല മേഖലകളുണ്ട്. വി ഹാവ് ലേണിംഗ്, അസസ്മെന്റ്, പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സോ ഈ മേഖലകളിലെല്ലാം എങ്ങനെയാണ് ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സോ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ബേസിക്കലി ഈ NETF പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം എന്നുള്ള ഫുൾ ഫോം ഓർത്തിരിക്കുക. ഉദ്ദേശം ഓൾറെഡി പറഞ്ഞു, ലേണിംഗ്, അസസ്മെന്റ്, പ്ലാനിംഗ്, അഡ്മിനിസ്ട്രേഷൻ. ഈ മേഖലകളിലെല്ലാം എങ്ങനെയാണ് ടെക്നോളജി കൃത്യമായി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബേസിക്കലി NETFന്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആർട്ടിക്കുലേറ്റ് ന്യൂ ഡയറക്ഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻ ടെക്നോളജി. ഒബ്വിയസ്ലി അതൊരു ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അടുത്തത്, provide a platform for free exchange of ideas and use of technology to understand learning. Obviously നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ NETF എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്ന് മെൻഷൻ ചെയ്തിരുന്നതാണ്. അടുത്ത എന്താ? എൻഗേജ് മൾട്ടിലിംഗ്വൽ എക്സ്പേർട്സ് ടു ഹെൽപ്പ് പ്രൊമോഷൻ ഓഫ് ഓൾ ഇന്ത്യൻ ലാംഗ്വേജസ്. ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ എക്സ്പേർട്സ് ഇതൊന്നുമായിട്ട് NETFന്റെ കണക്ഷൻസ് ഒന്നുമില്ല. സോ ആ ഓപ്ഷൻ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. Then, advancing international research efforts to address global challenges in healthcare, agriculture and climate change using AI. So, healthcare, agriculture, climate ഇതൊന്നുമായിട്ടും NETF കണക്റ്റഡ് അല്ല. എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലെ ടെക്നോളജി യൂസ്, അതാണ് ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ഫൈനലി, ബിൽഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റീസ് ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി. അതൊരു ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ A-B-E ആണ് ഇതിൻ്റെ ആൻസർ. So A-B-E only is option B. So the right answer for this question is obviously option B. Moving to the next question. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അത് വാല്യൂ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാല്യൂ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിലും വാല്യൂ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ വാല്യൂ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വാല്യൂ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റേജസ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റിലൂടെ നമ്മൾ ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വാല്യൂ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെ, അതിൻ്റെ സീക്വൻസ് എന്താണ്, അതിൻ്റെ ഒരു ഓർഡർ എന്താണ്, അതാണ് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഈ ഒരു ക്വസ്റ്റിനും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരൊറ്റ ക്വസ്റ്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാല്യൂ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്? വാല്യൂ കളക്ഷൻ, വാല്യൂ അസസ്മെൻറ്റ്, വാല്യൂ ക്ലാരിഫിക്കേഷൻ, വാല്യൂ കൺസോളിഡേഷൻ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് വേരിയസ് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ആദ്യത്തേത് എന്താണ്? വാല്യൂ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നോ
അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിലോ നമ്മളെക്കാളും അഡൾട്ട്സ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, അക്വയർ ചെയ്യാണ്. ആളുകൾ ചെയ്യുന്ന കാര്യം കാണുന്നു, മനസ്സിലാക്കുന്നു, അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, അവരുടെ വാല്യൂസ്, അവർ ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ കണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതിനെയാണ് വാല്യൂ കളക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ അക്വയർഡ് ഫ്രം ദി members of the community. So value collection can be associated with option 4. ഇനി സ്റ്റേജ് 2 എന്താണ്? വാല്യൂ അസസ്മെന്റ് ആണ്. വാല്യൂ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്സ് ദി ഇൻഡിവിജ്വൽ ലേൺ ടു ചൂസ് ആൻഡ് ഇംബൈബ് ദ വാല്യൂസ് വൺ ചെറിഷസ്. അപ്പോൾ ആദ്യത്തെ ഫേസിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ് കാര്യങ്ങൾ, അങ്ങനെ ഒരാൾ കാണിക്കുന്നു, അത് നമ്മൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജ് വാല്യൂ അസസ്മെന്റ് ആണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ചില വാല്യൂസ്, നമ്മൾ ചെറിഷ് ചെയ്യുന്ന ചില വാല്യൂസിനെ നമ്മൾ ഇംബൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു. അതിനെ നമ്മൾ വാല്യൂ അസസ്മെന്റ് എന്ന് വിളിക്കുന്നു. ദെൻ വി ഹാവ് വാല്യൂ ക്ലാരിഫിക്കേഷൻ. വാല്യൂ ക്ലാരിഫിക്കേഷനിൽ എന്താ സംഭവിക്കുന്നത്? when there are gaps between practiced and preached values. So അതാണ് നമ്മുടെ അടുത്ത ഘട്ടം, അതായത് സ്റ്റേജ് 3 എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? മറ്റുള്ള വാല്യൂസിനോട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാല്യൂസിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണ്. അവരുടെ വാല്യൂ സിസ്റ്റം എന്താണ്, അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അവരുടെ വാല്യൂസ് എന്താണ്, ആ രീതിയിൽ നമ്മൾ മറ്റു വാല്യൂസിനോട് എക്സ്പോസ്ഡ് ആവാനായിട്ട് തുടങ്ങുന്നു. സോ വെൻ ദെയർ ആർ ഗ്യാപ്സ് ബിറ്റ്വീൻ പ്രാക്ടീസ്ഡ് ആൻഡ് പ്രീച്ച്ഡ് വാല്യൂസ്. ഇനി സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എല്ലാം കൂടി ഒരു ആകത്തുക, ഒരു ഫൈനലായിട്ട് ഇതിനെല്ലാം ഈ ഒരു സ്റ്റെപ്പിലൂടെ ഒക്കെ കടന്നു പോയതിനു ശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ദാറ്റ് ഈസ് വാല്യൂ കൺസോളിഡേഷൻ. നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, വിച്ച് വിൽ ബി റിഫ്ലക്റ്റഡ് ത്രൂ അവർ ബിഹേവിയർ. സോ അതെന്തുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം? പ്രൊവൈഡ്സ് പ്രെഡിക്റ്റബിലിറ്റി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. സോ ഡി ഇസ് ഓപ്ഷൻ 1. സോ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? എ ഇസ് 4, ബി ഇസ് 3, സി 2 and D 1. So that is option A. So the right answer for this question is obviously option A. അടുത്തൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു, വെരി ഈസി, വെരി ജനറൽ ക്വസ്റ്റൻ. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഇസ് സെലിബ്രേറ്റഡ് ഈച്ച് ഇയർ? സോ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ ഏതാണെന്നായിരുന്നു ക്വസ്റ്റൻ. സോ ദാറ്റ് ഇസ് 11th of November. So that is option C. So the right answer for this question is option C itself. All right. അടുത്തത്, ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം. ദിസ് ഇസ് സ്റ്റേറ്റഡ് ഇൻ. സോ നമുക്കിവിടെ ഒരു ഫ്രേസ് തന്നിരിക്കുകയാണ്, ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം. ഇത് എവിടെയാണ് ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് റിപ്പോർട്ടിലാണ് ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് ഫൈനലി നാഷണൽ നോളജ് കമ്മീഷൻ. സോ ബേസിക്കലി ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം എന്നുള്ളത് കോത്തരി കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കോത്തരി കമ്മീഷന്റെ റിപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് 1964. So the right answer for this question is option B. Moving to the next question, the new curricular and pedagogical structure of school education as proposed by NEP 2020 is, again, national education policy എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഈ സ്കൂൾ എഡ്യൂക്കേഷനിൽ പുതുതായിട്ട് പറഞ്ഞിരിക്കുന്ന കരിക്കുലം സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്? 10+2 എന്ന് പറയുന്നൊരു അക്കാഡമിക് സ്ട്രക്ചറാണ് നമുക്കിപ്പോൾ കറൻ്റ്ലി ഉള്ളത്. NEP 2020 പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ എങ്ങനെയാണ്? 5+3+4, 5+3+3+4. സോ 4 തലങ്ങൾ അല്ലെങ്കിൽ 4 ഘട്ടങ്ങൾ, സ്റ്റേജസ് ആണ് ഈ പറയുന്ന ന്യൂ അക്കാഡമിക് സ്ട്രക്ചറിലുള്ളത്. ഏതൊക്കെയാണ്? ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്. ഈ ഓരോ സ്റ്റേജിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. സോ ഈ ക്വസ്റ്റിൽ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്ന എന്തായിരുന്നു? ജസ്റ്റ് ഈ ന്യൂ അക്കാഡമിക് സ്ട്രക്ചർ എന്താണ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക, അത് ആൻസർ ചെയ്യുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 5+3+3+4 എന്നുള്ളതാണ് ന്യൂ അക്കാഡമിക് സ്ട്രക്ചർ. 4 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ ആൻഡ് സെക്കൻഡറി. സോ ക്വസ്റ്റിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ഇത്ര ഐഡന്റിഫൈ ആയിട്ടുള്ളൂ, ആ ഒരു സ്ട്രക്ചർ ഐഡന്റിഫൈ, ദാറ്റ്സ് ഇറ്റ്. സോ 5+3+3+4 is option B. So the right answer for this question is obviously option B. Moving to the next question, the Indian Council of Social Science Research was established for. സോ നമ്മൾ ഓൾറെഡി ഈ ICSSRനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു മാസ്റ്റർ ഫോളോയിങ്ങിൽ കണ്ടിരുന്നു. സോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്
അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്താണ് ഈ ICSSR എന്നുള്ളത് നോക്കാം. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു. എങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് അത് നോക്കിയതിനു ശേഷം നമുക്ക് തിരിച്ച് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ICSSR അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് 1969 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഓൾറെഡി ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ് ഇൻ ദ കൺട്രി. സോഷ്യൽ സയൻസ് റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ രൂപം കൊണ്ടൊരു കൗൺസിലാണ്, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1969. സോ ICSSR ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ, സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലെങ്കിൽ സർവേ, പബ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഗ്രാൻഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ട് അവർ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് അതിലൂടെ സോഷ്യൽ സയൻസ് റിസർച്ചുകൾ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ICSSR എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന്റെ ഉദ്ദേശമായിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ. സ്ട്രെങ്തനിങ് ഡിഫറെന്റ് ഡിസിപ്ലിൻസ്, പ്രൊമോട്ടിംഗ് റിസർച്ചസ് ഇൻ സോഷ്യൽ സയൻസ്, എൻഹാൻസിംഗ് ക്വാളിറ്റി ഓഫ് സോഷ്യൽ സയൻസ് ആസ് എ ഡിസിപ്ലിൻ, providing a platform for discussion on social scientist concerns, supporting seminars and conferences organized by universities. So specifically ഇതിന്റെ ഉദ്ദേശം എന്താണ്? സോഷ്യൽ സയൻസ് റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുക, സോഷ്യൽ സയൻസ് ആസ് എ ഡിസിപ്ലിൻ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ICSSRന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് റൈറ്റ് ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി പ്രൊമോട്ടിംഗ് റിസർച്ചസ് ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് ഓപ്ഷൻ സി enhancing quality of social science as a discipline. So B and C are the answer. So B and C only is option B. So the right answer for this question is obviously option B. Moving to the next question, deemed to be university is established by, and we have the options: an act of the parliament, an act of the state legislative assembly, a notification of the central government on advice of the UGC, a notification of the UGC on the advice of the state government. So types of university is again a very important area in higher education. നമുക്ക് പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഈ രീതിയിൽ പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു അവയർനെസ് തീർച്ചയായിട്ടും ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിലവിൽ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കിയതിന് ശേഷം തിരിച്ച് ഈ ക്വസ്റ്റിലേക്ക് വരാം. സോ ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി എന്ത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്? ദേ ആർ ബേസിക്കലി ഹൈ പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ and it will be declared by the central government under section 3 of the UGC Act 1956. So UGC Act 1956 is very important when it comes to deemed to be university. So they are high performing institutions and they are declared as deemed to be universities by the central government. Central government ആണ് അങ്ങനെ ഈ deemed to be universities ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവരുടെ പെർഫോമൻസസിന്റെ ബേസിൽ ഡിക്ലെയർ ചെയ്യുക. പക്ഷേ അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ UGC Act 1956, അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? UGC റെക്കമെൻഡേഷനിലായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് ആ രീതിയിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിനെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. സോ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ക്യാൻ ബി അപ്രൂവ്ഡ് ഓൺലി ബൈ ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ ആഫ്റ്റർ UGC റെക്കമെൻഡേഷൻ. സോ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് അപ്രൂവൽ ആൻഡ് ഇറ്റ് ഈസ് ആഫ്റ്റർ ദ UGC റെക്കമെൻഡേഷൻ. സോ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താ? അവർക്കൊരു യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പവേഴ്സും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റു കോളേജസിനെ അഫിലിയേറ്റ് ചെയ്യാനായിട്ടുള്ള പവർ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ, ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ്: an act of the parliament, an act of the state legislative assembly, a notification of the central government on advice of the UGC, a notification of the UGC on the advice of the state government. ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ദാറ്റ് ഇസ് ഓപ്ഷൻ സി, റൈറ്റ്. A notification of the central government on advice of the UGC. So that is option C. Moving to the next question, Inter-University Board set up in 1925 to promote university activities by sharing information and cooperation in the field of education,
culture, sports and allied areas is now known as. So basically ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഈ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്താണ്, ഇതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. സോ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ഇസ് നൗ നോൺ ആസ് ദി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഓർ AIU എന്നാണ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് നിലവിൽ അറിയപ്പെടുന്നത്. സോ ഈ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് 1925 മാർച്ച് 23 ഒരു അപ്പെക്സ് ഇന്റർ യൂണിവേഴ്സിറ്റി ഓർഗനൈസേഷൻ ആയിട്ടാണ് രൂപം കൊള്ളുന്നത്. ഓക്കെ, പിന്നീട് ഇറ്റ് അക്വയർഡ് എ ലീഗൽ സ്റ്റേറ്റസ് വിത്ത് ഇറ്റ്സ് രജിസ്ട്രേഷൻ ആസ് എ സൊസൈറ്റി അണ്ടർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1960 on September 29, 1967. So 1967 September 29 ഇതൊരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ആ സമയത്ത് ഇതിനെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി 1967 ഇവർ രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം 1973 ഇത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് റീനെയിം ചെയ്യുകയും ചെയ്തു. സോ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഓർക്കുക. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് is basically formed as an apex inter-university organization on March 23, 1925, and later in 1967 it got the legal status with its registration as a society. Adinashesham 1973 it has renamed as Association of Indian University, AIU എന്നതിനെ റീനെയിം ചെയ്തു. സോ ബേസിക്കലി ഇതിനകത്ത് നമുക്കറിയാം പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഈ ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒബ്വിയസ്ലി ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി നമ്മൾ ഓർക്കുന്നത് എന്തായിരിക്കും? അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി an അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീസിന്റെ ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. എന്നാൽ ഇതിനകത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കൂടാതെ ചില അസോസിയേറ്റ് മെമ്പേഴ്സ് ഉണ്ട്. അതായത് in addition to Indian universities, 13 universities or institutions, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള 13 യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിന്റെ അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഈ യൂണിവേഴ്സിറ്റീസ് AIUവിന്റെ ഭാഗമായിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, റിപ്പബ്ലിക് ഓഫ് കസാഖിസ്ഥാൻ, മലേഷ്യ, മൗറീഷ്യസ്, നേപ്പാൾ, തായ്ലൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് യുണൈറ്റഡ് കിങ്ഡം. സോ ഈ കൺട്രീസ് എല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. AIUവിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ചോദിക്കാം. ഇതിനു മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക, AIU എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം തന്നെ ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളിലെ ഏകദേശം 13ഓളം യൂണിവേഴ്സിറ്റീസ് ഇതിന്റെ അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിട്ടും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെ currently അതിന്റെ പേരെന്താണ്? It is now known as Association of Indian Universities or AIU. So the right answer for this question is obviously option A. Moving to the next question, who chaired the first committee constituted by the Government of India on women's education after ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന് ശേഷം, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഇൻഡിപെൻഡൻസിന് മുമ്പ്, ഇൻഡിപെൻഡൻസിന് ശേഷം ആ രീതിയിൽ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കമ്മീഷൻസ്, കമ്മിറ്റീസ്, അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അതിനെ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താ പറയുക, ഈ പറയുന്ന വിമൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണ്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആദ്യമായിട്ട് വന്നിട്ടുള്ള വിമൻസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാണ്? That is basically the National Committee on Women's Education, and it was chaired or headed by Dr. Durga Bhai Deshmukh. Dr. Durga Bhai Deshmukh ചെയർ ചെയ്തിരുന്ന ഒരു കമ്മിറ്റിയാണ് ഇൻഡിപെൻഡൻസിന് ശേഷം വിമൻസ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി നാഷണൽ കമ്മിറ്റി ഓൺ വിമൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ പേര് ഓർക്കുക, ആ കമ്മിറ്റിയുടെ പേരും ഓർക്കുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. Moving to the next question, Swayam is initiated by Government of India with an objective to. So Swayam എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും. ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുകയും വളരെ കൂടുതൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും സ്വയം എന്ന് പറയുന്നത്. സോ സ്വയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ഈ സ്വയം നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ച് ഈ ക്വസ്റ്റിനിലേക്ക് വരാം. സോ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്, ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ്. ദാറ്റ് ഇസ് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് for young aspiring minds. Study webs of active learning for young aspiring minds. So basically സ്വയം എന്ന് പറയുന്നത്
ഒരു ഇന്ത്യൻ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ് ഈസ് ബേസിക്കലി an Indian MOOC. സോ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യം MHRD ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു സ്വയം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ബേസിക്കലി initiated to give a coordinated stage and free entry to web courses covering all advanced education, high school and skill sector courses. So basically ഈ സ്വയത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ് കുട്ടികൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നുണ്ട്. ഹൈസ്കൂൾ തുടങ്ങി PG ലെവൽ വരെ, ഏകദേശം 9ാം ക്ലാസ് തുടങ്ങി PG ലെവൽ വരെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഈ ഒരു സ്വയം എന്ന പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്? MHRD, AICTE with the help of Microsoft. ആ രീതിയിൽ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കോർഡിനേറ്റഡ് വർക്കായിട്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാം ഒരു കോർപ്പറേഷനിൽ വന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഫ്രീ ആക്സസ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഫ്രീ ആക്സസ് ടു എവ്രി വൺ ആൻഡ് ഇറ്റ് ഹോസ്റ്റ് കോഴ്സസ് ഫ്രം ക്ലാസ് 9 till പോസ്റ്റ് ഗ്രാജുവേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, ക്ലാസ് 9 തുടങ്ങി പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ചെയ്യാൻ സാധിക്കുന്ന കോഴ്സസ് ഫ്രീ ആയിട്ട് ആക്സസ് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് സ്വയത്തിൽ നമുക്ക് അവൈലബിൾ ആക്കുക. സോ ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോണ്ടന്റുകൾ വളരെ ക്വാളിറ്റി ഉള്ള കോണ്ടന്റുകളാണ്. കാരണം എന്താണ്? ഇറ്റ് എനേബിൾസ് പ്രൊഫസേഴ്സ് ആൻഡ് ഫാക്കൽറ്റി ഓഫ് സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് IITs, IIMs എക്സെട്ര ടു ടീച്ച് സ്റ്റുഡൻസ്. സോ നമ്മുടെ രാജ്യത്തെ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ ആ രീതിയിലുള്ള അവസരങ്ങളും അതിനുള്ള സാധ്യതകളും ഈ പ്ലാറ്റ്ഫോം കുട്ടികൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി സ്വയത്തിൽ നമുക്ക് പല രീതികളിലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് 4 തലങ്ങളിൽ അല്ലെങ്കിൽ 4 രീതികളിലാണ് സ്വയത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവിടുത്തെ കോണ്ടന്റുകൾ ലഭ്യമാകുക. ഒന്ന് വീഡിയോ ലെക്ചേഴ്സ് ആണ്. രണ്ടെന്ന് പറയുന്നത് എന്താ? സ്പെഷ്യലി പ്രിപ്പയർഡ് റീഡിംഗ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ഓർ പ്രിന്റഡ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന റീഡിംഗ് മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റുകളും ക്വിസസും ഒക്കെ വഴി നമുക്ക് അസസ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഓൺലൈൻ ഡിസ്കഷൻ ഫോറവും സ്വയം പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികൾക്ക് വേണ്ടി ലഭിക്കുന്നു. അതായത് ഈ ഓൺലൈൻ കോഴ്സുകൾ ഈ 4 തലങ്ങളിൽ അല്ലെങ്കിൽ 4 രീതികളിലായിരിക്കും കുട്ടികളിലേക്ക് സ്വയം അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ എത്തിക്കാം. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, കൃത്യമായി ഇതിൻ്റെ ഈ ഒരു സ്വയത്തിൻ്റെ കോഴ്സുകളുടെ ക്വാളിറ്റി അനാലിസിസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ടും അവർക്ക് നാഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. 9 നാഷണൽ കോർഡിനേറ്റേഴ്സിനെ സ്വയം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇൻ ഓർഡർ ടു എൻഷുർ ദ ബെസ്റ്റ് ക്വാളിറ്റി കോണ്ടന്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡെലിവേർഡ്. സോ അത്രയും അത്രയും ഓർഡർലി ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? സ്വയം ഇസ് ഇനീഷ്യേറ്റഡ് ബൈ Government of India with an objective to ensure best quality content produced and delivered, provide quality materials with nominal cost, teach all classes from class 9 to PG, assess students continuously and grant degrees, and finally access by anyone, anywhere, at any time. So നമ്മൾ ഇത്രയും നേരം സ്വയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ എടുക്കാം അല്ലേ, എൻഷുർ ബെസ്റ്റ് ക്വാളിറ്റി കോണ്ടന്റ് പ്രൊഡ്യൂസ് ആൻഡ് ഡെലിവേർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നാഷണൽ കോർഡിനേറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുവാണ് ഇൻ ഓർഡർ ടു ചെക്ക് വെദർ ദേ ആർ പ്രൊവൈഡിങ് ക്വാളിറ്റി കോണ്ടന്റ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡെലിവർ ചെയ്യുന്നതും ക്വാളിറ്റി കോണ്ടന്റ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ നാഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് ഇസ് ട്രൂ. അടുത്തത് ടീച്ച് ഓൾ ക്ലാസ്സസ് ഫ്രം ക്ലാസ് 9 ടു PG. 9 മുതൽ PG വരെ, ക്ലാസ് 9 ടു പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ആ ഓപ്ഷൻ നമുക്ക് എടുക്കാം. ആൻഡ് ദിസ് വൺ ഓൾസോ, ഓപ്ഷൻ ഇ, ആക്സസ് ബൈ എനി വൺ, എനിവെയർ, അറ്റ് എനി ടൈം. സോ ഫ്രീ ആയിട്ട് ആർക്കും എവിടെ വെച്ചും എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് സ്വയം അവർ ചെയ്തിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? A, C and D. A, C and E only is option B. So the right answer for this question is option B itself. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. ലിസ്റ്റ് 1ൽ നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില കമ്മീഷൻ, ചില പോളിസീസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ അതിൻ്റെ ഇയേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഓരോ ലിസ്റ്റ് 1ൽ കൊടുത്തിരിക്കുന്ന കമ്മീഷൻസ് അല്ലെങ്കിൽ പോളിസീസ് ഏത് വർഷമാണ് വന്നിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
So the first one, option A എന്ന് പറയുന്നത് ഏതാണ്? എഡ്യൂക്കേഷൻ കമ്മീഷൻ. ദി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഏത് കമ്മീഷനാണ് ഉദ്ദേശിക്കുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ കോത്തരി കമ്മീഷൻ. സോ കോത്തരി കമ്മീഷൻ വന്ന ഇയർ ഏതാണ്? ദാറ്റ് ഇസ് 1964-66. 1964-66 കോത്തരി കമ്മീഷൻ നിലവിൽ വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. സോ എ എന്ന് പറയുന്ന 2 ആണ് നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു. ദെൻ വി ഹാവ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. സോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 3 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് ആണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വാസ് ഇൻ 1968. രണ്ടാമത്തെ എപ്പോഴായിരുന്നു? 1986. അത് പിന്നീട് 92-ൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് എഗെയിൻ നമ്മുടെ തേർഡ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് 2020-ൽ വന്നിരിക്കുന്നത്. അപ്പോൾ 3 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസും അതിൻ്റെ ഇയേഴ്സും ഓർക്കുക. ഫസ്റ്റ് വൺ വാസ് ഇൻ 1968, സെക്കൻഡ് വൺ വാസ് ഇൻ 1986. ആ 1986-ലെ വീണ്ടും 92-ൽ റിവ്യൂ ചെയ്തു. അതിനുശേഷം ഇന്ത്യയുടെ 3ാമത്തെ എഡ്യൂക്കേഷൻ പോളിസിയാണ് 2020-ൽ വന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് 1986 അല്ലെ, രണ്ടാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. സോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അപ്പം ബി എന്ന് പറയുന്നത് 3 ആണ്. സോ എ 2, ബി 3. അടുത്തത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇസ് ഓൾസോ നോൺ ആസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി ചില ക്വസ്റ്റ്യൻസിൽ കണ്ടു. സോ അങ്ങനെയാണെങ്കിൽ ഏതാണ്? 1948-49, റൈറ്റ്? So University Education Commission is option 4, 1948-49. And finally National Knowledge Commission. National Knowledge Commission എന്ന് പറയുന്ന ഏത് കമ്മീഷനാണ്? സാം പിട്രോഡ കമ്മീഷൻ. സോ 2005-2009 കാലഘട്ടത്തിലാണ് ഈ കമ്മീഷൻ ഉണ്ടായിരുന്നത്. സോ 2009 ആണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷനായി നമുക്ക് 2009 എടുക്കാം. സോ ഡി എന്ന് പറയുന്നത് 1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ A2, B3, C4, D1, that is option D. So the right answer for this question is option D itself. Moving to the next question. The statutory body responsible for maintaining quality and standard of teacher education in the country is. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അതുപോലെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏത് സ്റ്റാറ്റുട്ടറി ബോഡിക്കാണുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. വി ഹാവ് വേരിയസ് ഓപ്ഷൻസ് ഗിവൻ ഹിയർ: AICTE, NCTE, then we have NCRT and finally UGC. So basically teacher education related ആയിട്ടുള്ള statutory body എന്ന് പറയുന്നത് ഏതാണ്? That is National Council for Teacher Education, or you can call it as NCTE. Okay, so the National Council for Teacher Education in its previous status since 1973 was an advisory body for the central and state governments in all matters pertaining to teacher education, with its secretariat in the Department of Teacher Education of the National Council of Educational Research and Training, NCRT. So basically it is an advisory body ആയിട്ടാണ് വന്നിരുന്നത്. And it was established in 1973. So it was basically a council in order to advise the governments education related ആയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഇത് ആദ്യം രൂപം കൊണ്ടത്. So that is about National Council for Teacher Education. And later in 1995 it became a statutory body. So basically നമ്മൾ പറഞ്ഞു എത്രയേ ഉള്ളൂ, 1973 ഇതൊരു അഡ്വൈസറി ബോഡി ആയി. അതായത് സ്റ്റേറ്റ് ആസ് വെൽ ആസ് സെൻട്രൽ ഗവൺമെന്റ്സിന് ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസസ് കൊടുക്കുന്ന ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് ഇത് ആദ്യം രൂപം കൊണ്ടു. അതിനുശേഷം 17th August 1995 അതൊരു സ്റ്റാറ്റുട്ടറി ബോഡിയായി മാറി. സോ കറന്റ്ലി ഈ ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സ്റ്റാറ്റുട്ടറി ബോഡി ആയിട്ട് നിലവിൽ നിൽക്കുന്ന ആരാണ്? ദാറ്റ് ഇസ് NCTE, or you can call it as the National Council for Teacher Education. So the right answer for this question is option B. Moving to the next question, the oldest university in India was. സോ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ഓൾറെഡി ആ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന ക്വസ്റ്റ്യൻ നോക്കിയ സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു, തക്ഷില ആസ് വെൽ ആസ് നളന്ദ. അപ്പോൾ അതിനകത്ത് തക്ഷിലയെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നതാണ്, ഇറ്റ് ഈസ് നോൺ ആസ് ദി ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും ക്ലാസ്സസും ഒക്കെ
നമ്മളുടെ ആപ്പിൾ ബിയുടെ LMSലും നമ്മുടെ നോട്ട്സിലും നമ്മുടെ പേപ്പർ 1ന്റെ ബുക്കിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ എനിവേ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, തക്ഷില. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choice-based credit system of index graduate level includes, and we have the options core course, elective course, ability enhancement course, environment education course, and English communication course. So basically ഈ പറയുന്ന ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഇഷ്ടമേ ഉള്ളൂ, അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സോ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ഇൻഡെക്സ് ഗ്രാജുവേറ്റ് ലെവൽ ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? കോർ കോഴ്സ്, ഇലക്ടീവ് കോഴ്സ് ആസ് വെൽ ആസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്. ഈ മൂന്നെണ്ണമാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന കോഴ്സസ്. സോ എ ബി സി ആണ് ഇതിന്റെ ആൻസർ. സോ എ ബി ആൻഡ് സി only is option A. So the right answer for this question is option A itself. Moving to the next question, arrange the following in chronological order of their occurrence, and we have various commissions given here as well. So ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസ് കമ്മിറ്റീസ് പഠിക്കുന്ന സമയത്ത് ആ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കാം. സോ ഓരോ കമ്മീഷൻസ് എടുത്തിട്ട് അത് ഏത് വർഷമാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അതിനുശേഷം അതിനെ കൃത്യമായിട്ട് ആ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് ചാർട്ട് ചെയ്യാം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് കമ്മീഷൻസ് അത് വന്നിട്ടുള്ള ഇയർ ഏതാണെന്നുള്ളത് കൃത്യമായ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് വി ഹാവ് Macaulay's Minute 1835, Wood's Dispatch in 1854, Sattler Commission in 1917, Hartow Commission in 1929, then finally we have Surgeon Plan in 1944. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് എന്താണ്? CE, then we have B, A and finally D. So CEBAD is option B. So the right answer for this question is option B itself. Moving to the next question, UGC is established for. So ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിന്ന് തന്നെ UGCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Promoting research and innovations in higher education in the country, coordination, determination and maintenance of standards of university education, increasing access to higher education in the country, disbursing grants to the universities and colleges, serving as a vital link between the union and state governments and institutions of higher learning. So നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് UGCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ബി ഉണ്ട് അല്ലേ, കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. UGC എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോയിന്റും അത് തന്നെയാണ് അല്ലേ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് അപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് UGCയുടെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്പേഴ്സിങ് ഗ്രാൻഡ്സ് ടു യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് അല്ലേ, UGCയുടെ ഗ്രാൻറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക for the betterment of different universities as well as colleges. And finally we have serving as a vital link between the union as well as state governments and institutions of higher learning. So coordination adum idinte pradhanapetta or aspect thanneyaanu. In that respect we can take B, E and D. So B, E and B, D and E. So B, D and E ennu parayna option D aanu. So the right answer for this question is option D itself. Moving to the next question, as a result of Wood's Dispatch, which of the following universities were established in 1857? So നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ വുഡ്സ് ഡിസ്പാച്ച് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഇയർ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തതാണ്. സോ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് 1857 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല തവണ ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും പല എക്സാമുകൾ പ്രീവിയസ് ഇയറിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വുഡ്സ് ഡിസ്പാച്ച് എന്താണെന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വുഡ് ഡിസ്പാച്ച് എന്നാണ് വന്നത്? 1854 വുഡ്സ് ഡിസ്പാച്ച് നിലവിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട എന്നുള്ള പേരിലാണ് വുഡ്സ് ഡിസ്പാച്ച് അറിയപ്പെടുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസ് ആണ്, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ആൻഡ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ്? മദ്രാസ്, കൽക്കട്ട ആൻഡ്
ബോംബെ. അതായത് 3 യൂണിവേഴ്സിറ്റീസ് അറ്റ് മദ്രാസ്, കൽക്കട്ട ആൻഡ് ബോംബെ 1857 ഈ 3 സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു വുഡ്സ് ഡിസ്പാച്ചിന്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് വുഡ്സ് ഡിസ്പാച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1854. ഇതിനു മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളത് കണ്ടിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. And also it recommended setting up of 3 universities as Madras, Calcutta and Bombay in 1857. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ പറയുന്ന വുഡ്സ് ഡിസ്പാച്ചിന്റെ ഭാഗമായി 1857 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? That is option A, Calcutta, Bombay and Madras. So the right answer for this question is option A itself. Moving to the next question, UGC was established on the recommendation of. So basically ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ, UGC ആരുടെ അല്ലെങ്കിൽ ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷനിലാണ് വന്നിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വിച്ച് വാസ് ഹെഡഡ് ബൈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് UGC റെക്കമെൻഡ് ചെയ്തത്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിരുന്നു. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ എ. അടുത്ത ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓപ്പൺ ലേണിംഗ് ഡിനോട്ട്സ്. ഓപ്പൺ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ടൈപ്സ് ഓഫ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹയർ എഡ്യൂക്കേഷനിൽ. വി ഹാവ് ദിസ് ഓറിയന്റൽ ലേണിംഗ്, പിന്നെ ഓപ്പൺ ലേണിംഗ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ലേണിംഗ് ഉണ്ട്, ടെക്നിക്കൽ ലേണിംഗ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പല രീതിയിലുള്ള ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. അതിനെക്കുറിച്ചും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഓപ്പൺ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഈ ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓപ്ഷൻസ് നോക്കൂ. ഫ്ലെക്സിബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് സ്പേസ്, ലേണിംഗ് ഇൻ ഓപ്പൺ സ്പേസ്, ലേണിംഗ് വിത്തൗട്ട് എനി ഫോർമൽ ക്വാളിഫിക്കേഷൻ, flexibility with respect to evaluation, learning free of cost. So basically open learning കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? സ്പേസ് ആൻഡ് ടൈമിലുള്ള ഫ്ലെക്സിബിലിറ്റി ആസ് വെൽ ആസ് ഇവാലുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി. സോ ഫ്ലെക്സിബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് സ്പേസ്, ഫ്ലെക്സിബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇവാലുവേഷൻ. സോ എ ആൻഡ് ഡി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സോ എ ആൻഡ് ഡി only is option C. So the right answer for this question is option C itself. Moving to the next question, who among the following has a regulatory authority to grant recognition to open distance education courses? So open distance education courses ഉമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട regulatory authority ആരാണെന്നുള്ളതാണ് question. So that is option D, DEB ആണ്. അപ്പോൾ DEB എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതെങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് തിരിച്ച് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ DEB എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്നുള്ളതാണ് ഇതിന്റെ full form, and this distance education bureau is a bureau of the University Grants Commission or UGC, which is based in New Delhi, India, in charge of regulating distance education in India. So distance education ഇന്ത്യയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന UGC അണ്ടറിലുള്ള ഒരു ബ്യൂറോ ആണ് DEB അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2012, replacing the Distance Education Council or DEC, an organization that was responsible for open learning and distance education since 1985. So 1985 DEC അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപം കൊണ്ടു. ആ ഒരു പെർട്ടിക്കുലർ കൗൺസിലിനായിരുന്നു, ആ ഓർഗനൈസേഷൻ ആയിരുന്നു ബേസിക്കലി ഈ ഡിസ്റ്റൻസ് ആൻഡ് ഓപ്പൺ ലേണിംഗ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ഫ്രം 1985. പക്ഷെ ലേറ്റർ ഇൻ 2012 ആയപ്പോഴേക്കും ഈ DEC അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അഥവാ DEB നിലവിൽ വരുന്നത്. സോ കറന്റ്ലി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഇസ് DEB അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ആണ്. സോ DEB ഇസ് ഓപ്ഷൻ ഡി. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഒബ്വിയസ്ലി ഓപ്ഷൻ ഡി. സോ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ടെസ്റ്റ് പേപ്പർ സീരീസിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. സോ അഗെയിൻ ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The NEP 2020 recommends that the duration of the B.Ed program will be off. So NEP 2020 പ്രകാരം B.Ed പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എത്ര കാലമാണ്, എത്ര വർഷത്തെ കോഴ്സുകളായിട്ടാണ് B.Ed പ്രോഗ്രാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഓപ്ഷൻസിൽ നിങ്ങൾക്ക്
1 year, 2 years, 3 years, 4 years, 5 years. 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബേസിക്കലി NEP 2020 പ്രകാരം 3 സാധ്യതകളാണ് BEd പ്രോഗ്രാമുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ 3 സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ 2030 ആകുമ്പോഴേക്കും ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറാനായിട്ട് പോവാണ്? 4 year ഇൻറ്റഗ്രേറ്റഡ് BEd ഡിഗ്രി. അപ്പോൾ അതാണ് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്. 4 year ഇൻറ്റഗ്രേറ്റഡ് BEd ഡിഗ്രി ആയിട്ട് നമുക്ക് BEd ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ യൂഷ്വൽ കേസിലെ പോലെ തന്നെ തിയറി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസ് സ്കൂളുകളിൽ പോയിട്ട് പഠിപ്പിക്കുന്ന ടീച്ചിങ് പ്രാക്ടീസുകളും അതിൻ്റെ ഭാഗമായിട്ട് വരും. സോ അതാണ് ഒന്നാമത്തെ സാധ്യത. 4 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് BEd ഡിഗ്രി ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ സാധ്യത എന്താണ്? 2 year BEd പ്രോഗ്രാംസ് അവൈലബിൾ ആവും. ആർക്കാണ് ഈ 2 year BEd പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ഈ പറയുന്ന 2 year BEd പ്രോഗ്രാംസ് ഓഫർ ചെയ്യുക. ഈ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ 4 year ഇൻറ്റഗ്രേറ്റഡ് BEd ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ബേസിക്കലി ഈ പറയുന്ന 2 year BEd പ്രോഗ്രാംസും ഓഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അതർ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സ്. ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് 2 വർഷത്തെ പ്രോഗ്രാമായിട്ട് BEd ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം 4 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള BEd പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതാണ് ഒരു സാധ്യത. ഇനി ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ 2 വർഷത്തെ BEd പ്രോഗ്രാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഒരു സാധ്യത കൂടി ഇവർ പറയുന്നുണ്ട്. അതെന്താണ്? 1 വർഷത്തെ BEd പ്രോഗ്രാം. ഇതാർക്കാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ 4 year മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉള്ള ആളുകൾക്ക് 1 വർഷത്തെ പ്രോഗ്രാമായിട്ട് BEd ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിനകത്തൊക്കെ ഓർക്കേണ്ട കാര്യം എന്താ? ഈ പറയുന്ന എല്ലാ സാധ്യതകളും, ഈ 3 സാധ്യതകൾ പറയുന്നുണ്ട്. 3 തരത്തിൽ നമുക്ക് BEd പ്രോഗ്രാംസ് അവൈലബിൾ ആവുമെന്ന് NEP 2020 പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഓഫർ ചെയ്യുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും? മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആക്ച്വലി ഓഫേഴ്സ് 4 year ഇൻറ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം. 4 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ തുടർന്ന് BEd പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞൊരു ക്ലോസും NEP 2020 നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ? 3 സാധ്യതകളാണ് BEdുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ സാധ്യത 4 year ഇൻറ്റഗ്രേറ്റഡ് BEd ഡിഗ്രി ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ സാധ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് 2 വർഷത്തെ BEd പ്രോഗ്രാം ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് 1 വർഷം ഈ പറയുന്ന 1 വർഷത്തെ BEd പ്രോഗ്രാം ആയിട്ട് ചെയ്യാനും സാധിക്കും. പക്ഷെ അത് ആർക്കാണ് എലിജിബിലിറ്റി ഉള്ളത്? 4 year മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? 1 വർഷത്തെ കോഴ്സായിട്ടും BEd ചെയ്യാനായിട്ട് സാധിക്കും. സോ 4 years, 2 years and 1 year. ഇതാണ് 3 സാധ്യതകൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നേ. The NEP 2020 recommends that the duration of the BEd program will be of. സോ ഏതൊക്കെയാ ഓപ്ഷൻസിനകത്ത് നിങ്ങൾ ഏതൊക്കെ പിക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്? 1 year നമുക്ക് എടുക്കാം, 2 yearsന്റെ സാധ്യത നമ്മൾ പറഞ്ഞു, ആൻഡ് ഓൾസോ 4 yearsന്റെ ഇൻറ്റഗ്രേറ്റഡ് BEd ഡിഗ്രി ഉണ്ട്. സോ A, B, D ആണ് ഇതിന്റെ ആൻസർ. So A, B and D only is option B. So the right answer for this question is option B itself. നമ്മുടെ ഈ മാരത്തൺ വീഡിയോയുടെ ഏറ്റവും ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ദാറ്റ് ഇസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എക്സ്പ്ലനേഷൻ ഒന്നും അല്ല നമ്മളുടെ ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കണ്ടുനോക്കാം. Statement 1 says, the ancient university Jagatala was an important center for Hinayana Buddhism. Statement 2 says, the ancient university Vallabhi was specialized in Vajrayana Buddhism. So usually statement wise questionsനുള്ള ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്ന സെയിം പാറ്റേണിലുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഈ സ്റ്റേറ്റ്മെന്റ്സ് 2 വായിച്ചു നോക്കി ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആൻസറിനെ ഐഡന്റിഫൈ ചെയ്യാം, ആൻസർ ഐഡന്റിഫൈ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 1 ഒന്നുകൂടെ വായിച്ചു നോക്കി. ദി ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റി ജഗത്തല വാസ് എൻ ഇമ്പോർട്ടൻറ്റ് സെന്റർ ഫോർ ഹീനയാന ബുദ്ധിസം. സ്റ്റേറ്റ്മെന്റ് 2 സേസ് ദി ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റി വല്ലഭി വാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ വജ്രായന ബുദ്ധിസം. സോ ഏതാണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ബേസിക്കലി ആ 2 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ 2. Next question.
Which among the following statements are correct related to Kothari Commission? And you have the options. It is also known as Education and National Development Report. The committee recommended that 6% of the national income should be spent on education. It is also known as National Knowledge Commission. The committee was appointed in 1964. So options are okay, A, B, C and D. A, C and D only. B, C and D only. A, B and D only. ഒന്നുകൂടെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് ആൻസർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. It is also known as Education and National Development Report. The committee recommended that 6% of the national income should be spent on education. It is also known as National Knowledge Commission. The committee was appointed in 1964. So, ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കോത്തരി കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? Option A, it is also known as Education and National Development Report. Option B, the committee recommended that 6% of the national income should be spent on education. And option D, the committee was appointed in 1964. അപ്പോൾ എയും ബിയും ഡിയും ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. സോ എ, ബി ആൻഡ് ഡി എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ? ദാറ്റ് ഇസ് ഓപ്ഷൻ 4. സോ ഈ ഓപ്ഷൻ സി ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാഷണൽ നോളജ് കമ്മീഷൻ. സോ ഈ നാഷണൽ നോളജ് കമ്മീഷൻ എന്ന പേരുള്ള കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നാഷണൽ നോളജ് കമ്മീഷൻ. നമ്മളുടെ കോത്തരി കമ്മീഷൻ ഇസ് ഓൾസോ നോൺ ആസ് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. അതുപോലെ നാഷണൽ നോളജ് കമ്മീഷൻ എന്ന മറ്റു ഒരു പേരും കൂടിയുള്ള കമ്മീഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ അതൊരു ടാസ്ക് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ 4. 28ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 says the Inter-University Board was renamed as Association of Indian Universities. ഷോർട്ട് ആയിട്ട് നമ്മൾ AIU എന്ന് പറയും. In 1973. Statement 2 says apart from the Indian universities, there are some other universities or institutes from countries like Bangladesh, Bhutan, United Arab Emirates, etc. are its associate members. ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഫെമിലിയർ ആണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ്റെ. സോ ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക, ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. Statement 1 says the Inter-University Board was renamed as Association of Indian Universities AIU in 1973. So ഈ നെയിം കറക്റ്റ് ആണോ എന്ന് നോക്കുക, അതുപോലെ തന്നെ ഇയറും കൃത്യമാണോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. Statement 2 says apart from the Indian universities, there are some other universities or institutes from countries like Bangladesh, Bhutan, United Arab Emirates, etc. are its associate members. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, രണ്ടും ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ആദ്യം, അതിനുശേഷം നമുക്ക് അതിന്റെ കോമ്പിനേഷൻ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് ചിന്തിക്കണം, ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ പോസ് ദ വീഡിയോ ആൻഡ് റീഡ് ഇറ്റ് വൺസ് മോർ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഇതിനകത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. 1973 ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിനെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് റീനെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന് പുറമെ മറ്റ് ചില കൺട്രീസ് അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ മെമ്പേഴ്സാണ്, അസോസിയേറ്റ് മെമ്പേഴ്സാണ്. സം ഓഫ് ദി കൺട്രീസ് ആർ മെൻഷൻഡ് ഹിയർ. നമ്മളുടെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അങ്ങനെ ചില രാജ്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റിക്ക് പുറമെ മറ്റു ചില കൺട്രീസിലെ യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇതിൻ്റെ അസോസിയേറ്റ് മെമ്പേഴ്സാണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 1. Next question. Which among the following is a new pedagogical and curricular structure of school education according to New Education Policy 2020? അപ്പോൾ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അനലൈസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ എക്സാമിന് നാച്ചുറലായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പോൾ ഇത് ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Which among the following is the new pedagogical and curricular structure of school education according to NEP 2020? So പെട്ടെന്ന് തന്നെ ആൻസർ മാർക്ക് ചെയ്തോളുക. 5 + 3 + 3 + 2, 5 + 3 + 3 + 4, 5 + 3 + 3 + 1, 5 + 2 + 3 + 4. So which is the right answer? The new pedagogical and curricular structure of school education according to NEP 2020.
സോ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ 2, 5 + 3 + 3 + 4. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യാം. ഓൾറൈറ്റ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. Given below are two statements. Statement 1 says a deemed to be university is a non-affiliating university. Statement 2 says the teacher-student ratio in a deemed to be university must not be less than 1:10. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഈ ക്വസ്റ്റനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്നും കൂടെ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുക, അതിനുശേഷം ഇതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞേക്കുന്നത്? A deemed to be university is a non-affiliating university. And statement 2 says the teacher-student ratio in a deemed to be university must not be less than 1:10. അപ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാ കറക്റ്റ് ഏതാ ഇൻകറക്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്തോ? എങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വയ്ക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are true. Both statement 1 and statement 2 are false. Statement 1 is correct, but statement 2 is false. Statement 1 is incorrect, but statement 2 is true. ഒന്നുകൂടെ നോക്കിയേ. Statement 1, a deemed to be university is a non-affiliating university. That statement is correct. Statement 2, the teacher-student ratio in a deemed to be university must not be less than 1:10. That is false. അത് തെറ്റാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് ആൻസർ ചെയ്താൽ സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 2 is false. That is option 3. So the right answer for this question is option 3. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന നമ്മളുടെ പേപ്പർ 1 ഒരു മൊഡ്യൂളിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാരത്തൺ വീഡിയോ സെഷനാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. സോ പല പാർട്സ് ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. സോ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെ പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. ചില ഏരിയാസ് പഠിച്ചുകൊണ്ട് എങ്ങനെ ഈ ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു. ആൻഡ് ഓൾസോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെഷൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്തു. വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് കണ്ടു. ആൻഡ് ഓൾസോ ബൈ ദി എൻഡ് ഓഫ് ദിസ് സെഷൻ നമുക്ക് തന്നെ ചെയ്യാനായിട്ടുള്ള ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നു. സോ കഴിഞ്ഞ മാരത്തൺ വീഡിയോസിലൊക്കെ പോലെ തന്നെ ഈ സെഷനും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.